വിശ്വാസ പ്രഖ്യാപനങ്ങളെ ഏറ്റുപറഞ്ഞ് പ്രാർത്ഥിക്കാം. എൻ്റെ കൂടെ എന്ന് പ്രാർത്ഥിച്ചാട്ടെ. കാൽവരി ക്രൂശിൽ കർത്താവ് എൻ്റെ പാപത്തെയും എൻ്റെ ശാപത്തെയും തൻ്റെ ശരീരത്തിൽ വഹിച്ചതിനാൽ ഞാൻ നീതിമാനും അനുഗ്രഹിക്കപ്പെട്ടവനുമാണ്. യഹോവ എൻ്റെ ഇടയനാകുന്നു, എനിക്കൊന്നിനും മുട്ടുണ്ടാകത്തില്ല. എൻ്റെ സഹായം ആകാശത്തെയും ഭൂമിയെയും ഉണ്ടാക്കിയ ദൈവത്തിൽ നിന്ന് വരുന്നു. എൻ്റെ രോഗത്തെയും എൻ്റെ ദാരിദ്ര്യത്തെയും യേശു ക്രിസ്തു തൻ്റെ ശരീരത്തിൽ വഹിച്ചതിനാൽ എനിക്ക് ദിവ്യ ആരോഗ്യമുണ്ട്. രോഗത്തിനോ രോഗശക്തിക്കോ രോഗത്തിൻ്റെ ആത്മാവിനോ എൻ്റെ മേൽ അവകാശമില്ല. ഞാൻ ദിവ്യ ആരോഗ്യത്തോടെ ഇരുന്ന് ദീർഘായുസ്സോടെ ഇരുന്ന് കർത്താവിൻ്റെ സമൃദ്ധി അനുഭവിക്കും. കർത്താവിൽ വിശ്വസിക്കുന്ന ഞാൻ ഒരു നാളും ലജ്ജിച്ചു പോകത്തില്ല. ജാതികളുടെ നടുവിൽ എൻ്റെ സന്തതികളെയും വംശങ്ങളുടെ മധ്യ എൻ്റെ പ്രജയം അറിയും. എൻ്റെ തലമുറകളെ കാണുന്നവരൊക്കെയും യഹോവ അനുഗ്രഹിക്കപ്പെട്ട മക്കളെന്ന് പറയും. പാമ്പുകളെയും തേളുകളെയും ശത്രുവിൻ്റെ സകല ബലത്തെയും ചവിട്ടുവാൻ കർത്താവിൽ എനിക്ക് അധികാരമുണ്ട്. ഒന്നും ഒരിക്കലും ഒരു ദോഷവും എനിക്ക് വരുത്തത്തില്ല. ഭൂലോകത്തിൻ്റെ അറ്റത്തോളം പോയി സകല സൃഷ്ടിയോടും ഇന്ന് സുവിശേഷം പ്രസംഗിപ്പാനും രോഗികളെ ഇന്ന് സൗഖ്യമാക്കുവാനും ഭൂതങ്ങളെ ഇന്ന് പുറത്താക്കുവാനും അത്ഭുതങ്ങളും അടയാളങ്ങളും എന്നിലൂടെ വരുവാൻ കർത്താവ് എന്നെ അഭിഷേകം ചെയ്തിരിക്കുന്നു. ആമേൻ. കർത്താവിൻ്റെ വലിയ പ്രവൃത്തിക്കായി ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. ഓരോ ദിവസവും ദൈവം നമ്മളെ സൂക്ഷിക്കുന്നല്ലോ. നമ്മുടെ വരാൻ പോകുന്ന ഇനി വലിയ ചുരുങ്ങിയ ദിവസങ്ങൾ കൂടെയുള്ളൂ. നമ്മുടെ പ്രാർത്ഥനയ്ക്ക് കേരളത്തിൽ നടക്കാൻ പോകുന്ന പ്രാർത്ഥനകൾക്ക് ചുരുങ്ങിയ സമയങ്ങളുള്ളൂ. അതിലൊക്കെയും കർത്താവ് വലിയ തൻ്റെ പ്രവൃത്തികളെ ഇന്ന് ചെയ്യുവാൻ, ഇന്ന് കർത്താവിൽ വിശ്വസിക്കുന്ന ദൈവമക്കൾക്ക് ഇന്ന് തകർന്നു പോകാതെ തളർന്നു പോകാതെ നിങ്ങളുടെ ജീവിതത്തിൽ ദൈവത്തിൻ്റെ പ്രവൃത്തികളെ കാണുവാനും അനുഭവിക്കുവാനും പരിശുദ്ധാത്മാവ് ഇടയാക്കുമാറാകട്ടെ. എല്ലാ മേഖലയിലും ക്രിസ്തു യേശുവിൽ വിശ്വസിക്കുന്ന വ്യക്തികൾ ഫലം കായ്ക്കുക തന്നെ ചെയ്യും. ദൈവത്താൽ നിങ്ങൾ സാക്ഷിയാകുക തന്നെ ചെയ്യും. എല്ലാ മേഖലയിലും ഫലം കായ്ക്കും. ഇന്ന് സൂമിലും ലൈവിലും, ഇന്ന് യൂട്യൂബിലായിക്കോട്ടെ ഫേസ്ബുക്കിലായിക്കോട്ടെ എന്നെ കാണുന്ന എല്ലാവരോടും ഞാൻ പറയുന്നു, കർത്താവിൻ്റെ നാമത്തിൽ കർത്താവ് നിങ്ങളെ ഹൃദയത്തിൽ നിങ്ങൾക്ക് തോന്നലുണ്ടാകുന്നവർ മാത്രം പ്രാർത്ഥനകളിൽ പങ്കുചേരുക. ഞാൻ ഒരു നിർബന്ധവും ഇവിടെ ഇല്ല. ഒന്ന് രണ്ട് കാര്യങ്ങൾ ഞാനൊന്ന് പറയാൻ ആഗ്രഹിക്കുന്നു. എല്ലാവർക്കും കേൾക്കാൻ പറ്റുന്നുണ്ടോ? സൗണ്ട് ക്ലിയർ ആണോ? ഞാൻ പറയുന്നത് ക്ലിയർ ആണോ? ഓഡിയോ ക്ലിയർ ആണ്. ഓക്കെ. നിങ്ങൾക്ക് ഞാൻ എപ്പോഴും ഈ സൗണ്ട് മ്യൂട്ട് ചെയ്യുന്ന സംഭവം നിങ്ങൾക്കറിയാം. എന്തുകൊണ്ടാണ് സൗണ്ട് മ്യൂട്ട് ചെയ്യുന്നത് വെച്ചാൽ കുറച്ചും കൂടെ നമ്മളൊരു ഹോളിൽ പ്രാർത്ഥന വെക്കുന്നതിനേക്കാൾ കുറച്ചും കൂടെ ബുദ്ധിമുട്ടാണ് ഈ സൂം പ്രെയർ. കാരണം വെച്ചാൽ ഒരേ സമയം ഇത്ര ആൾക്കാർ, ഏകദേശം 500ഓളം ആളുകൾ മിക്ക ദിവസങ്ങളിലും, മിക്ക ദിവസമല്ല എല്ലാ ദിവസവും നമ്മൾ കൂടി വരുന്നുണ്ട്. അപ്പോൾ ഇതിൻ്റെ അകത്ത് നിങ്ങൾ എവിടുന്ന് വരുന്നെന്നോ ആരാന്നോ ചിലപ്പോൾ നിങ്ങളുടെ പേര് പോലും കറക്റ്റായിട്ട് നിങ്ങൾ കൊടുത്ത് കാണത്തില്ല. ചിലപ്പോൾ ആരെങ്കിലും അയച്ചൊരു ലിങ്ക് ആയിരിക്കാം, എവിടുന്നെങ്കിലുമൊക്കെ നിങ്ങൾ കേട്ട് വന്നവരായിരിക്കാം. അപ്പോൾ ഇതിലേക്ക്, ഈ സൂമിലേക്ക് നിങ്ങൾ പ്രവേശിക്കുന്ന ഒരു സമയം മുതൽ നിങ്ങൾ ഈ പ്രാർത്ഥനയിൽ പങ്കുചേരുമ്പോൾ ദിവസവും കൂടുന്നവരുണ്ട്, വല്ലപ്പോഴും വന്നു പോകുന്നവരുണ്ട്, പുതുതായിട്ട് വരുന്നവരുണ്ട്. അപ്പോൾ എല്ലാവരോടും ഞാൻ പറയുന്നത്, നമ്മൾ ഈ പ്രാർത്ഥനയ്ക്കകത്തിരിക്കുമ്പം ഈ വരുന്ന ഇതിൻ്റെ അകത്തുള്ള ഈ ചിലപ്പോൾ നിങ്ങൾക്ക് ഞാൻ പറഞ്ഞല്ലോ എല്ലാവർക്കും സാക്ഷ്യം പറയാൻ പറ്റാത്തവരുണ്ട്, ദൈവം പ്രവർത്തിക്കുമ്പോൾ ആലോചന ഇടപെടുന്നവരുണ്ട്. അപ്പോൾ ഞാൻ ഇവിടുന്ന് പലരെയും മ്യൂട്ട് ചെയ്യാറുണ്ട്. എന്തിനാണ് ഈ മ്യൂട്ട് ചെയ്യുന്നത് ചോദിച്ചു കഴിഞ്ഞാൽ, ഇവിടുന്ന് ഇപ്പോൾ എല്ലാവരും ഓൾ മ്യൂട്ട് ചെയ്തേക്കുവാണ്. എന്തിനാണ് ഓൾ മ്യൂട്ട് എന്ന് വെച്ച് കഴിഞ്ഞാൽ, ചില ആളുകൾ വീടിൻ്റെ അകത്ത് വർത്തമാനം പറയും, നിങ്ങളുടെ ഭർത്താവോ ഭാര്യയോ മക്കളോ ഒക്കെ ഇങ്ങനെ വർത്തമാനം പറയും. ചില ആൾക്കാർ ചീത്തവാക്ക് ഉപയോഗിക്കുന്നവരുണ്ട് ഭവനത്തിൻ്റെ അകത്ത്. അതെല്ലാം ഇതിൻ്റെ അകത്ത് കയറി വരും. അപ്പോൾ അത് വരാതിരിക്കണമെങ്കിൽ ഓരോരുത്തരെ തെരഞ്ഞു പിടിച്ചുകൊണ്ട് മ്യൂട്ട് ചെയ്യുക എന്നുള്ളത് ഭയങ്കര ബുദ്ധിമുട്ട്. നിങ്ങളൊന്ന് നോക്കി, ചുമ്മാ നിങ്ങളുടെ സ്ക്രീനിൽ തന്നെ ചുമ്മാ ടച്ച് ചെയ്ത് നിങ്ങളൊന്ന് സ്ക്രോൾ ചെയ്ത് നോക്കി, ഒന്ന് തട്ടി വിടുമ്പോൾ തന്നെ എത്രയോ ആൾക്കാർ ഇങ്ങനെ കിടക്കുക, ഇങ്ങനെ, അതായത് 200, 300 ഒക്കെ ഇങ്ങനെ പൊക്കോണ്ടിരിക്കുക. അപ്പം ഇതിൽ ആരാണ് മ്യൂട്ട് മാറ്റി ഇങ്ങനെ സംസാരിക്കാൻ നോക്കി തെരഞ്ഞു പിടിച്ച് അതേളെ മ്യൂട്ട് ചെയ്യാൻ കഴിയാത്തതുകൊണ്ട് പലപ്പോഴും ഓൾ മ്യൂട്ട് ചെയ്യും. ഈ സാക്ഷ്യം പറയുന്ന സമയത്താണെങ്കിൽ പോലും ഒരാൾ പറയുമ്പോൾ മറ്റേ ആൾക്കാർ സംസാരിക്കുമ്പോൾ നിങ്ങൾക്ക് തന്നെ അറിയാം, എല്ലാവരും കൂടെ പറഞ്ഞ് കേൾക്കാതെ വരും, ഓഡിയോ ക്ലിയർ ആകാതെ വരും, സാക്ഷ്യം കേൾക്കാതെ വരും, റേഞ്ചിൻ്റെ പ്രോബ്ലം ഉണ്ട്, നെറ്റ്വർക്കിൻ്റെ പ്രോബ്ലം ഉണ്ട്. പിന്നെ ഞാൻ പറഞ്ഞല്ലോ, ഇതെല്ലാം ഒരു പരിമിതി. സൂം എന്ന് പറഞ്ഞാൽ ഒരു ഓഡിറ്റോറിയത്തിൻ്റെ അകത്തിരുന്ന് മൈക്കിൽ പ്രസംഗിക്കുന്ന പോലെയല്ല, ഇതിൻ്റെ അകത്ത് വ്യത്യാസമുണ്ട്. അപ്പോൾ ഇത്രയും വരുമ്പോൾ ചിലപ്പോൾ മ്യൂട്ട് മാറ്റാൻ പറ്റാതെ വരും. അപ്പോൾ ചിലപ്പോൾ നിങ്ങൾക്ക് ചിലപ്പോൾ ചിലരുടെ മൈക്ക് ഇങ്ങനെ, ഞാനിവിടുന്ന് ഓൾ അൺമ്യൂട്ട് മാറ്റിയാലും ചില ആൾക്കാരുടെ മ്യൂട്ടായി കിടക്കും, ചിലപ്പോൾ അങ്ങനെ അൺമ്യൂട്ടായി കിടക്കും. ഇപ്പം നിങ്ങൾക്കറിയാം, കുറച്ച് മുമ്പേ ഞാൻ തോമസ് ബേറിനോട് പറഞ്ഞു മ്യൂട്ട് ചെയ്യാൻ പറഞ്ഞു. അപ്പോൾ കാര്യം വേറെ ഒന്നുമല്ല, അദ്ദേഹം ഡോർ അടയ്ക്കും, എന്തോ കാര്യം പറഞ്ഞപ്പോൾ അത് കയറി വന്നു, ആ പ്രാർത്ഥനയിൽ കയറി വന്നു. അപ്പോൾ അതേപോലെയുള്ള സൗണ്ടുകൾ നമ്മൾ ചിലപ്പം, നിങ്ങൾ മാത്രം ഉദാഹരണം ഞാൻ പറഞ്ഞാണ്, അങ്ങനെ പല സൗണ്ടുകൾ കയറി വരുമ്പോൾ ഇതൊരു പ്രാർത്ഥന ആയതുകൊണ്ട് ചിലപ്പം എല്ലാവർക്കും എന്ത് ചെയ്യാൻ പറ്റത്തില്ല, ഇത് ക്യാച്ച് ചെയ്യാൻ പറ്റത്തില്ല. അപ്പം കഴിഞ്ഞ ദിവസം നിങ്ങൾ പ്രെയർ ലൈനിലൊക്കെ വിളിച്ചിട്ട് ആളുകളോട് ഭയങ്കര ദേഷ്യപ്പെടാൻ തുടങ്ങി, നിങ്ങൾ മ്യൂട്ട് മാറ്റുന്നില്ല, മ്യൂട്ട് മാറ്റി ഞങ്ങൾക്കൊന്നും പറയാൻ പറ്റുന്നില്ല. ഒരു കാര്യം നിങ്ങൾ മനസ്സിലാക്കണം, ഈ പ്രെയർ ലൈനിലുള്ളവർ തന്നെ നിങ്ങളുടെ കൂടെ പ്രാർത്ഥനയ്ക്കുള്ളവർ തന്നെയാണ്. അവർ സുവിശേഷ വേല ചെയ്യുവാൻ ആഗ്രഹമുള്ളവർ
ഇപ്പം എനിക്ക് അജാസ്റ്റർ നേരത്തെ മുതലറിയാം, നമ്മുടെ പ്രാർത്ഥനയ്ക്ക് വന്നുകൊണ്ടിരുന്നതാണ്. നമ്മുടെ വർഗീസ് ബ്രദറിനെ എനിക്ക് കോട്ടയം മീറ്റിംഗ് വെച്ച് ഞാൻ നേരിൽ കണ്ട് പരിചയപ്പെട്ടതാണ്. അപ്പോൾ അവരൊക്കെ അവരാഗ്രഹിക്കുന്നു, കർത്താവിൻ്റെ സുവിശേഷ വേല ചെയ്യുവാൻ ആഗ്രഹിക്കുന്നു. ഒരാൾക്കും ഒന്നും കൊടുത്തിട്ടല്ല, അവർക്കൊന്നും ഒരു സാലറി ഇല്ല, ഞാൻ കൊടുക്കുന്നുമല്ല. അവർ സുവിശേഷ വേല ചെയ്യാൻ ആഗ്രഹം കൊണ്ട് ബ്രദറെ ഞങ്ങൾക്കത് നിങ്ങൾക്ക് നോക്കിയാൽ മതി. ഈ ഒരു വർഷം കുറച്ച് നാളുകളായിട്ടുള്ളൂ നമ്മൾ ആളുകളുടെ 2 പ്രെയർ നമ്പറുകൾ വെച്ചത് തന്നെ, 2 പേർ വെച്ചത് തന്നെ എന്താണ് അവരുടെ കാര്യങ്ങൾ അതായത് മനസ്സിലാക്കാൻ വേണ്ടി, അതായത് നിങ്ങൾക്കൊന്ന് കോൺടാക്ട് ചെയ്യാൻ വേണ്ടി. അപ്പോഴും ഞാനോട് പറഞ്ഞു, നിങ്ങൾക്ക് എപ്പോൾ ബുദ്ധിമുട്ടാണെന്ന് തോന്നുമോ അപ്പോൾ നിങ്ങൾ അതിൽ നിന്ന് മാർക്ക്, ഒരു കുഴപ്പമില്ലെന്ന് ഞാൻ പറഞ്ഞു. അവർ സന്തോഷത്തോടെ ഏറ്റെടുത്തിരിക്കുന്നതാണ്, പ്രെയർ ലൈനിലുള്ളവരും എല്ലാ കാര്യങ്ങളും. അപ്പോൾ നിങ്ങൾ അവരെ വിളിച്ച് ദേഷ്യപ്പെടുമ്പോൾ യഥാർത്ഥത്തിൽ അവരാരും ജോലിക്കാരുമല്ല, കൂലിക്കാരുമല്ല, അവരെല്ലാം നിങ്ങളെപ്പോലെ തന്നെ ഒരാളാണ്. നിങ്ങൾക്ക് വേണ്ടി അവരാഗ്രഹത്തോടെ സുവിശേഷ വേലയെ സ്നേഹിച്ചുകൊണ്ട് ചെയ്യുന്നതാണ്. അപ്പോൾ നിങ്ങൾ അവരെ വിളിച്ച് പരാതി പറയുകയും ദേഷ്യപ്പെടുകയൊക്കെ ചെയ്യുമ്പോൾ ഒരു കാര്യം ഓർത്തണം, ഇത് കർത്താവിൻ്റെ സുവിശേഷമാണ്. നമ്മൾ ദേഷ്യപ്പെടുമ്പോൾ ഒരു കാര്യം ഓർത്തോണം, ഇതിൻ്റെ അകത്തൊക്കെ പരിമിതിയുണ്ട്. ഞാൻ നിങ്ങളോട് എപ്പോഴും പറയാറില്ലേ, ദൈവകൃപയാൽ ഈ മീറ്റിംഗ് നമ്മൾ ചെയ്യുമ്പോൾ തന്നെ ഇതിൻ്റെ അകത്ത് ഞാൻ പറഞ്ഞ കർത്താവിൻ്റെ നാമത്തിലാണ്. ദൈവം അനുഗ്രഹിച്ച് എനിക്കിപ്പോൾ ഒരു ജോലിയുണ്ട്. അത് ഞാൻ പറഞ്ഞു, ഞാൻ മിനിസ്ട്രി ഫുൾ ടൈം നിന്ന സമയത്താണ് കർത്താവ് ഈ രാജ്യത്തോട്ട് വന്നതും ഇവിടെ സുവിശേഷ വേലയും ചെയ്യുന്നുണ്ട്, ജോലിയും ചെയ്യുന്നുണ്ട്. അപ്പോൾ എൻ്റെ പ്രയോറിറ്റി സുവിശേഷ വേലയാണ്. രണ്ടാമതാണ് എൻ്റെ ജോലി. ഇതിന് ശേഷം ഞാൻ നൈറ്റ് ഡ്യൂട്ടിക്ക് പോകും. നാളെ രാവിലെ ഇവിടുന്ന് ഡ്യൂട്ടി കഴിഞ്ഞ ഉടനെ എനിക്ക് സൺഡേ മീറ്റിംഗ് ഉണ്ട്, പിന്നെയും തിരിച്ചു വന്ന് പിന്നെയും ഡ്യൂട്ടിക്ക് പോകും. അപ്പോൾ ഇതിനിടയിലൊക്കെ നമ്മുടെ പ്രാർത്ഥന ദൈവം നടത്തുന്നുണ്ട്. അപ്പോൾ ഇതിൻ്റെ അകത്ത് ഞാൻ പറഞ്ഞത്, ഇപ്പം ഞാൻ എൻ്റെ ദുഃഖമോ വിഷമം പറയാൻ വേണ്ടിയല്ല. പൗലോസ്ലീഹ പറഞ്ഞതുപോലെ തന്നെ നമ്മൾ പട്ടിണി കടന്നു, നഗ്നത അനുഭവിച്ചു, പലതും നേരിട്ടെന്നൊക്കെ പൗലോസ് പറഞ്ഞത് പൗലോസ് വലിയ ആളെന്ന് കാണിക്കാൻ വേണ്ടിയല്ല. ഇതിൻ്റെ അകത്ത് നമുക്കൊരു സ്ട്രഗിളുണ്ട്. അത് നമ്മളെല്ലാവരും മനസ്സിലാക്കണം. ഞാൻ പറഞ്ഞു, ഈ ഒരു പ്രത്യേകിച്ച് പ്രൊഫറ്റിക്കൽ മിനിസ്റ്റർ ചെയ്യുമ്പോൾ നമ്മുടെ മനസ്സും നമ്മുടെ ചിന്തയും കുറച്ചും കൂടെ നമുക്ക് ശ്രദ്ധ വേണം. അത് വളരെ ആഗ്രഹമാണ്. കാര്യം ഇപ്പോൾ നിങ്ങൾക്കറിയാം, കഴിഞ്ഞ ഞായറാഴ്ച ഞാനിത് പറയുമ്പോൾ നിങ്ങൾക്ക് മുന്നോട്ട് തെറ്റിദ്ധരിക്കപ്പെടരുത്. ഒരാൾ വന്ന് പറയുവാണ്, ബ്രദർ അങ്ങനെയാണെങ്കിൽ എന്നൊക്കെ പറയുമ്പം എന്നെ സ്നേഹിക്കുന്ന, സുവിശേഷ വേലയെ സ്നേഹിക്കുന്ന മറ്റ് നമ്മുടെ കൂടെ നിൽക്കുന്ന നിങ്ങൾ നിൽക്കലിപ്പം എറണാകുളത്തും കൊല്ലത്തും ഒക്കെ വരുമ്പോൾ അവിടെ കസേര ഇടാനും അവിടെ നിങ്ങളെ സംസാരിക്കാനും നിങ്ങൾക്ക് വേണ്ടിയൊക്കെ വരുന്ന ആൾക്കാരൊന്നും ഞാൻ ഏർപ്പാട് ചെയ്തവരൊന്നുമല്ല. അതായത് ഞാൻ പൈസ കൊടുത്ത് നിർമ്മിച്ചേക്കുന്ന ആൾക്കാരൊന്നുമല്ല. നിങ്ങളുടെ ഇടയിൽ തന്നെയുള്ള ആൾക്കാർ തന്നെയാണ് അവിടെ എല്ലാം ചെയ്യുന്നത്. അവരോട് ദേഷ്യപ്പെടാനോ അവരോട് നിങ്ങൾ ബഹളം വെക്കാനോ പോലും നിങ്ങളെപ്പോലെ തന്നെ ഒരാളാണ്. അവരാഗ്രഹത്തോടെ ബ്രദറെ ഞാൻ ചെയ്തോളാം എന്ന് പറഞ്ഞു വന്ന് എൻ്റെ കൂടെ വന്ന് ചെയ്യുന്നവർ. ഇപ്പം വർഗീസ് ബ്രദർ നോർത്ത് ഇന്ത്യയിൽ അദ്ദേഹം നേഴ്സായിട്ട് വർക്ക് ചെയ്യുകയാണ്. അദ്ദേഹം ഇന്ന് അവിടെ കേരളത്തിൽ വന്നു. 5000 പോസ്റ്റർ അദ്ദേഹം കൊടുത്തോളാം എന്ന് പറഞ്ഞു. ഞാൻ നിർബന്ധിച്ചിട്ടൊന്നുമല്ല. വർഗീസ് ബ്രദറോട് ഞാൻ പറഞ്ഞില്ല വർഗീസ് ബ്രദറെ പോസ്റ്റർ കൊടുക്കണമെന്ന് ഞാൻ പറഞ്ഞില്ല. അദ്ദേഹം ഇങ്ങോട്ട് പറഞ്ഞു, സഹോദര എനിക്ക് ആഗ്രഹമുണ്ട്, എനിക്ക് ഇത്രയും പോസ്റ്റർ ബ്രദറിൻ്റെ മീറ്റിങ്ങിൻ്റെ കൊടുക്കാൻ ആഗ്രഹമുണ്ട് എന്ന് പറഞ്ഞുകൊണ്ട് അദ്ദേഹം തന്നെ കൊടുക്കുവാണ്. അദ്ദേഹത്തിൻ്റെ കാര്യങ്ങളെ നോക്കി അദ്ദേഹം ലീവ് എടുത്ത് വന്ന് അദ്ദേഹം ചെയ്യുവാണ്. ഞാൻ ഏർപ്പാടാക്കിയതല്ല. അദ്ദേഹം ആഗ്രഹത്തോടെ കർത്താവിന് വേണ്ടി ചെയ്യുകയാണ്, ബ്രദറിന് വേണ്ടിയല്ല. അപ്പോൾ ഇവരെല്ലാവരും അങ്ങനെ ചെയ്യുന്നവരാണ്. ചില സമയത്ത് ഞാൻ പറഞ്ഞില്ല, എനിക്ക് പലരെയും ഞാൻ അൺമ്യൂട്ട് ചെയ്യുന്നതിൻ്റെ കാരണം വെച്ചാൽ എനിക്ക് ക്ലിയർ ആകാതെ വരും. നിങ്ങൾക്കറിയാമല്ലോ, ഞാൻ ഈ കണ്ടിന്യൂസ് ഹെഡ്സെറ്റ് വെച്ചിരിക്കുകയാണ് നിങ്ങൾ കേൾക്കാൻ വേണ്ടി. ഞാൻ സൂം ചെയ്യുന്ന ഒരു ദിവസം ഞാൻ വീഡിയോ ഫോട്ടോ എടുത്ത് കാണിക്കുക എങ്ങനെ നമ്മൾ ഈ സൂം ചെയ്യുന്നതും. അപ്പം ഇത് ചിലപ്പോൾ നിങ്ങളുടെ പ്രയർ റിക്വസ്റ്റൊക്കെ ഞാൻ ഇരുന്ന് കേൾക്കുന്നതുമൊക്കെ ഹെഡ്സെറ്റിലായിരിക്കും, ജോലി സ്ഥലങ്ങളിലൊക്കെ ഇരുന്നുകൊണ്ട്. അപ്പോൾ കൂടുതൽ സമയം ഞാൻ ഹെഡ്സെറ്റ് യൂസ് ചെയ്യുന്നതുകൊണ്ട് അപ്പോൾ നിങ്ങൾക്കറിയാം കൂടുതൽ സമയം ഇതിങ്ങനെ ചെവി വെച്ചേക്കുക. അപ്പോൾ ഈ ഒത്തിരി ഒച്ച വരുമ്പോൾ നമുക്ക് ക്ലിയർ ആകാതെ വരും, പറയുന്നത് ക്ലിയർ ആകത്തില്ല, കേൾക്കാതെ വരും. നിങ്ങൾ മൊബൈൽ ഓണാക്കി വെച്ചേക്കുന്ന പോലെയല്ല, ഞാനിത് മൊത്തം ഹെഡ്സെറ്റും ഒക്കെ വെച്ചിരിക്കുക. അപ്പോൾ ഇങ്ങനെ വരുമ്പോൾ ഞാനിപ്പോൾ സൂമിലും ലൈവിലും എല്ലാം പോകുന്നുണ്ട്, യൂട്യൂബിലും കാണുന്നതോടെ ഞാൻ പറയുകയാണ്, നിങ്ങൾ വിളിച്ചിട്ട് കിട്ടാതെ വരുമ്പം നിങ്ങൾ ദേഷ്യപ്പെടുവോ സങ്കടപ്പെടുവോ ചെയ്യരുത്. ഇപ്പം ഞാൻ പറഞ്ഞല്ലോ, എനിക്ക് വലിയ സന്തോഷമുള്ളൂ. കാര്യം ഞാൻ കേരളത്തിൽ വന്ന സമയത്ത് എൻ്റെ ജീവിതത്തിൽ വലിയൊരു അത്ഭുതമായിരുന്നു. കാര്യം ഞാൻ കോട്ടയത്തു നിന്ന് തൃശ്ശൂർ നമ്മുടെ സജിപാസ്റ്റർ ചർച്ചിലോട്ട് പോകുന്ന വഴിക്ക് ഞാൻ നമ്മുടെ ഗൂഗിൾ മാപ്പ് ഇട്ടിട്ട് എനിക്ക് വന്ന് നിർത്താതെ ഫോൺ വന്നുകൊണ്ടിരിക്കുമായിരുന്നു. ഓരോ സെക്കൻഡും കോള് വന്നുകൊണ്ടിരിക്കുമായിരുന്നു. കാര്യം ഞാൻ മാപ്പ് ഇട്ടിട്ട് അത് ഞാൻ സന്തോഷിക്കുന്നു. കാര്യം എനിക്ക് ഒരിക്കലും ഡിസ്റ്റർബൻസ് അല്ല, അനുഗ്രഹം. കാര്യം ഒന്നില്ലെങ്കിലും ആൾക്കാർ പ്രാർത്ഥിക്കാൻ വിളിക്കുന്നുണ്ടല്ലോ, എനിക്ക് ഒരിക്കലും അത് ശല്യമല്ല. കാര്യം ഞാൻ ആ സമയത്ത് എൻ്റെ സിം ഓണാകുന്നത്, ഇവിടെ വാട്സാപ്പേ കിട്ടത്തുള്ളൂ, എൻ്റെ സിം ഓണാകുന്നപ്പോഴാണ്. അപ്പോൾ അത്രയും ആളുകൾ കർത്താവിൻ്റെ സുവിശേഷ വേലയെ സ്നേഹിക്കുക, അവർക്ക് ദൈവം ചെയ്യുന്ന ഓരോ പ്രവൃത്തികളും കാണുന്നതുകൊണ്ടും അവർ സാക്ഷ്യം പറയാൻ വേണ്ടിയും പ്രാർത്ഥിക്കാൻ വേണ്ടിയും കണ്ടിന്യൂസ് വിളിക്കുക. അപ്പോൾ അവർക്ക് അറിയത്തില്ലല്ലോ ബ്രദർ ഡ്രൈവ് ചെയ്യുവാണോ ബ്രദർ എന്ത് ചെയ്യുമോ നമുക്ക് അറിയത്തില്ല, അവരെ പറഞ്ഞിട്ട് കാര്യമില്ല. അപ്പോൾ ഇത്രയും ആളുകളെ ദൈവകൃപയാൽ കോളുകൾ വരുന്നു, സാക്ഷ്യം വരുന്നു, അവരുടെ കാര്യങ്ങൾ വിളിച്ചു പറയുന്നു, അവരുടെ ജീവിതത്തിലെ പ്രശ്നങ്ങളെ വിളിച്ചു. അപ്പോൾ ഇതിനൊക്കെ റിപ്ലൈ കൊടുക്കുകയൊക്കെ ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്ത് നമ്മളെല്ലാം മനുഷ്യരാണ്, നിങ്ങളെപ്പോലെ തന്നെ ടയേർഡാവും, പല ഇമോഷനിലൂടെ കടന്നു പോകുന്നവരാണ്.
അപ്പോൾ നിങ്ങൾ മാക്സിമം പ്രെയർ ലൈനിലേക്ക് വിളിക്കുന്ന സമയത്ത് അവരെ നിങ്ങൾ ഫോഴ്സ് ചെയ്യുക. അവിടെ ദേഷ്യപ്പെട്ടെങ്കിൽ മ്യൂട്ട് മാറ്റാൻ പറ്റുന്നില്ല, അങ്ങനെയാണ് ഇങ്ങനെയാണെന്ന് പറഞ്ഞേക്കില്ല, അങ്ങനെ ബഹളം ഉണ്ടാക്കരുത്. ഞാൻ ആദ്യം തന്നെ പറയുകയാണ്. പിന്നെ സാക്ഷ്യം ഞാൻ പറഞ്ഞല്ലോ, സാക്ഷ്യം പറയണമെന്ന് നിർബന്ധമൊന്നുമില്ല. നിങ്ങൾക്കൊരാലോചന ഇടപെട്ടാൽ പറയണമെന്ന് നിർബന്ധമൊന്നുമില്ല. ഞാൻ പറഞ്ഞില്ല, എനിക്ക് ഒരു നിർബന്ധമില്ല. ബൈബിൾ പറയുന്നു ഒരു സാക്ഷി മറ്റൊരു സാക്ഷി ഉളവാക്കുന്നു. നിങ്ങൾക്ക് ദൈവം ഒരു അത്ഭുതം ചെയ്യുമ്പം ആ സാക്ഷ്യം കേൾക്കുന്ന ഒരാൾക്ക് അയ്യോ എൻ്റെ വിഷയം ഇതുപോലെ ആണല്ലോ, എനിക്കും ഇതേ രോഗമാണല്ലോ, എനിക്കും ഇതേ പ്രയാസമാണല്ലോ, കർത്താവേ എനിക്കും, അതാണ് യേശു പറഞ്ഞത്, ബൈബിൾ പറഞ്ഞത് ഒരു സാക്ഷി മറ്റൊരു അതുകൊണ്ടാണ് ഞാൻ മാക്സിമം ഈ സാക്ഷ്യങ്ങളെ സപ്പോർട്ട് ചെയ്യുന്നത്. അപ്പോൾ ചിലർക്കത് മ്യൂട്ട് മാറ്റാൻ പറ്റാതെ വരും. പിന്നെ ഞാൻ ഇതെല്ലാം പരിമിതിയുണ്ട്. ഒത്തിരി ആൾക്കാരുണ്ട് സങ്കടം പറഞ്ഞു, ബ്രദറെ ഞങ്ങൾക്ക് നാളെ രാവിലെ ജോലിക്ക് പോകേണ്ടവരുണ്ട്, ഈ പ്രാർത്ഥന കഴിയുമ്പോൾ ഇന്ത്യൻ സമയം 11:30 ആവും, പിന്നെ അവർക്ക് കിടന്ന് ഉറങ്ങിയിട്ട് രാവിലെ 4 മണിക്ക് എണീറ്റ് ചോറ് വെച്ച് അവർക്ക് അയക്കണം. അപ്പോൾ അതൊക്കെ അവർ വിഷമങ്ങളാണ്. അപ്പോൾ ഞാൻ മാക്സിമം നമുക്ക് എല്ലാ ദിവസവും ഈ പ്രാർത്ഥന നടക്കുന്നതിന് വലിയ അത്ഭുതം. കാര്യം ഞാൻ ഒരു കാര്യം അങ്ങനെ തുടർച്ചയായിട്ട് ചെയ്യുന്ന ഒരാളൊന്നുമല്ല, പെട്ടെന്ന് അങ്ങനെ മടുക്കുന്ന ഒരാളാണ്, പെട്ടെന്ന് അങ്ങനെ വലിയ ഒരു കാര്യം കണ്ടിന്യൂസ് ചെയ്യാൻ ആഗ്രഹിക്കുന്ന ആളൊന്നും അല്ല ഞാൻ. പക്ഷേ കർത്താവിൻ്റെ കൃപയാൽ ഈ 6-7 വർഷം ഇത് തുടർച്ചയായിട്ട്, ഞാൻ പറഞ്ഞില്ല പല ഇമോഷൻ സ്റ്റേജിലൂടെ, ഇപ്പം ജോലി സ്ഥലങ്ങളിൽ ചിലപ്പോൾ നിങ്ങളെപ്പോലെ തന്നെ എനിക്കും എന്തുണ്ടാകുന്നുണ്ട്, പിശാച് ചില ആൾക്കാരെ നമുക്കെതിരെ തിരിക്കും, നമുക്ക് മാനസികമായിട്ട് ബുദ്ധിമുട്ടുണ്ടാക്കും. ഇത് കഴിഞ്ഞായിരിക്കും ഇങ്ങോട്ട് വരുന്നത്. ഇത് മനസ്സൊന്ന് ക്ലിയർ ആകാൻ, ഇപ്പോൾ കഴിഞ്ഞ ഞായറാഴ്ച എനിക്ക് പറഞ്ഞു, ഞാൻ സൂമിൽ എത്ര പേര് ശ്രദ്ധിച്ചായിരുന്നു, നമ്മുടെ പ്രാർത്ഥന നേരത്തെ ഇട്ടിരുന്നൊരു നേരത്തെ പഴയ സൂം മീറ്റിംഗ് തന്നെയായിരുന്നു ലൈവ് യൂട്യൂബിൽ വന്നത്. എത്ര പേര് ശ്രദ്ധിച്ചായിരുന്നത്? ശ്രദ്ധിച്ചായിരുന്നു. എൻ്റെ കാരണം വെച്ചാൽ എനിക്ക് അന്നത്തെ ദിവസം നിങ്ങൾക്ക് വോയിസ് റെക്കോർഡ് ഇടാൻ വേണ്ടിയുള്ളൊരു മാനസികാവസ്ഥയല്ലായിരുന്നു ഞാൻ. അതായത് ഒരു ദൈവിക ഒരു ആലോചന കേട്ടിട്ട് വെറുതെ ഒരു വചനം പറഞ്ഞാൽ പറ്റത്തില്ലല്ലോ, കർത്താവിൽ നിന്ന് കേൾക്കണമല്ലോ. അതിന് പറ്റിയൊരു മാനസികാവസ്ഥ എനിക്കില്ല. ഞാൻ കുറേ നേരം ഈ ലാപ്ടോപ്പിൻ്റെ മുമ്പിൽ ഇരുന്ന് ഒന്ന് റെക്കോർഡ് ചെയ്യാൻ വേണ്ടി എനിക്ക് പറ്റിയില്ല. കുറേ നേരം ഞാൻ ട്രൈ ചെയ്തു, എനിക്ക് പറ്റാത്തത് കൊണ്ടാണ് ആദ്യമായിട്ട് ഇത്രയും വർഷത്തിനിടയിൽ ആദ്യമായിട്ടാണ് പഴയ ഒരു വീഡിയോ വീണ്ടും അപ്ലോഡ് ചെയ്തത്. നിങ്ങൾ നോക്കിയാൽ മതിയാ, ഒത്തിരി പേരെനിക്ക് മെസ്സേജ് അയച്ചു, ബ്രദറെ പഴയ വീഡിയോ ആദ്യമായിട്ടാണല്ലോ ബ്രദർ അങ്ങനെ ചെയ്യുന്നത്. അപ്പം ഞാൻ അവർക്കെല്ലാം റിപ്ലൈ കൊടുത്തു. അങ്ങനത്തെ ഒരു സാഹചര്യമായിരുന്നു. അപ്പോൾ നമ്മളിതെല്ലാം കടന്നു പോവുകയാണ്. ഞാൻ പറഞ്ഞില്ലേ, നിങ്ങൾക്ക് എൻ്റെ കൂടെ ഓടാൻ ആഗ്രഹമുള്ളവർ ഓടുക, കർത്താവിൻ്റെ നാമത്തിൽ നിൽക്കുവാൻ ആഗ്രഹമുള്ളവർ നിൽക്കുക. ഞാൻ പറഞ്ഞ 100,000 ബ്രദർമാരുണ്ട്, ഞാനല്ലെങ്കിൽ മറ്റൊരു ഓപ്ഷൻ നിങ്ങൾക്ക് കിട്ടും. അപ്പോൾ അത് കർത്താവ് നിങ്ങൾക്ക് വേണ്ടി ഒരുക്കുന്നതാണ്. നിങ്ങൾക്ക് ആഗ്രഹമുള്ളവരോ താല്പര്യമുള്ളവരോ നിങ്ങൾ ജോയിൻ ചെയ്യുക. ഇതിൻ്റെ അകത്ത് പരിമിതികൾ വന്നേക്കാം. ഞാൻ പറഞ്ഞില്ല, പല സ്വഭാവക്കാരാണ്, പല ഇമോഷനുള്ളവരാണ്, മനുഷ്യരാണ്. നമ്മൾ ആരും യേശുക്രിസ്തു അല്ല, മനുഷ്യരാണ്. അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ ചിലപ്പം പിണക്കങ്ങളൊക്കെ വന്നേക്കാം. അപ്പോൾ അതിൻ്റെ അകത്ത് നിങ്ങൾ എന്ത് ചെയ്യുക, ശ്രദ്ധിക്കുക. നിങ്ങൾക്ക് ആഗ്രഹമുള്ളവർ മാത്രം ഞാൻ പറഞ്ഞു നിങ്ങൾക്ക് ലെഫ്റ്റ് ചെയ്യാം. ഇതൊരു ഇത് ഓപ്പൺ മീറ്റിംഗ് ആണ്. ഇതിലേക്ക് നിങ്ങൾക്ക് പ്രവേശിക്കാം, ഇതിനകത്ത് ലെഫ്റ്റ് ചെയ്ത് പോകാം, ഗുഡ് ബൈ പറഞ്ഞു പോകാം. എനിക്ക് ഒരു വിഷമവുമില്ല. ഞാൻ ആരെയും നോട്ടീസ് ചെയ്യാറില്ല, ആരെയും ഞാൻ നോക്കാറില്ല. കാര്യം ഞാൻ പറഞ്ഞല്ലോ, കർത്താവ് എന്തുകൊണ്ടാണ് ഞാൻ ഈ സുവിശേഷം പറയുന്നത് ചോദിച്ചു കഴിഞ്ഞാൽ, എൻ്റെ ഉള്ളിൽ കർത്താവ് എന്നെ വിടുവിച്ചു. അതെനിക്ക് പറയാതിരിക്കാൻ പറ്റത്തില്ല. ദൈവം എനിക്ക് ആയുസ് തരുന്നോളം കാലം കർത്താവ് എന്നെ നിർത്തും, എനിക്ക് ഉറപ്പാണ്. അത്രയോളം കാലം എന്നാ പ്രതിസന്ധി വന്നാലും ദൈവം നിർത്തുമെന്ന് എനിക്ക് ഉറപ്പുള്ളതുകൊണ്ട് ഈ പ്രതിസന്ധിയിൽ ഇതിലും വലുത് വന്നിട്ട് പോലും കർത്താവിൻ്റെ സുവിശേഷം പറയാൻ ദൈവം കൃപ തന്നു. അതുകൊണ്ട് ജീവിതകാലം മുഴുവനും ഇത് പറയുവാൻ ഞാൻ ആഗ്രഹിക്കുന്നു. അത് നിങ്ങൾ ഉണ്ടേലും ഇല്ലേലും. പിന്നെ പറയുന്ന ചില ആൾക്കാരെന്നെ, ഞാനിത് പറയാൻ കാര്യം, എനിക്കിത് പറയാൻ താല്പര്യമില്ല, പ്രത്യേകിച്ച് ആളുകളുടെ ഈ കുറ്റങ്ങളോ ബുദ്ധിമുട്ടോ പറയാൻ എനിക്ക് താല്പര്യമില്ലാത്തതുകൊണ്ട്. പക്ഷേ തെറ്റിദ്ധാരണ ഉണ്ടാകരുത്. നമുക്ക് മുന്നോട്ടിനി ഒത്തിരി, എനിക്കറിയാം ഈ ചോദ്യങ്ങൾ നിങ്ങളും ചിലപ്പോൾ ഫേസ് ചെയ്തേക്കാം. തെറ്റിദ്ധാരണ വരരുത്. തെറ്റിദ്ധാരണയാണ് എൻ്റെ അകത്ത് ഏറ്റവും വലിയ ഇത്രയും സമയം എടുക്കുന്നതിൻ്റെ കാര്യം. മുന്നോട്ട് നമ്മുടെ പ്രാർത്ഥനകളൊക്കെ വരുമ്പോൾ നിങ്ങളുടെ അകത്തോട്ട് ഒത്തിരി ചോദ്യങ്ങൾ വരും, ഒത്തിരി കാര്യങ്ങൾ വരുമ്പം നമ്മുടെ കൂടെ നിൽക്കുന്ന ആൾക്കാരാണെന്നൊക്കെ ചോദിക്കുമ്പോൾ നിങ്ങളുടെ ഇടയിൽ തന്നെയുള്ള ആൾക്കാർ തന്നെയാണ്. ഞാൻ ആരെ ഏർപ്പാട് ചെയ്തിട്ടില്ല. ഇപ്പം നിങ്ങൾക്ക് നമ്മൾ എന്നോട് പറഞ്ഞു, ബ്രദർ ഇതെല്ലാം ഇങ്ങനെ പറഞ്ഞ ആളിങ്ങനെ പറഞ്ഞത്, ഇതെല്ലാം ഫിനാൻസിന് വേണ്ടി എന്ത് ചെയ്തേക്ക് ബ്രദർ, മൊത്തം പൈസ ഇതിനു വേണ്ടിയാണ് ഈ പ്രാർത്ഥന ക്രമം, ഇത് മൊത്തം എന്തൊരു ഡ്രാമയാണെന്ന് പറഞ്ഞു. ഞാൻ ചോദിച്ചോട്ടെ, ഇതിൻ്റെ അകത്ത് കർത്താവ് സൗഖ്യമാക്കിയവരും ദൈവം ഇടപെട്ടവരും ഒക്കെ ഞാൻ നിങ്ങളെ വല്ലതും മുൻകൂട്ടി വല്ലതും പറഞ്ഞിട്ട് വല്ലതാണോ? ഇത് പ്രീ പ്ലാൻഡ് വല്ലതാണോ? നിങ്ങളോട് ഞാൻ നേരത്തെ പറഞ്ഞു. ഞാനിത് എടുത്തെടുത്ത് പറയാൻ കാരണം വെച്ചാൽ തെറ്റിദ്ധരിക്കുക. നിങ്ങൾക്ക് നല്ല ആൾക്കാരിനകത്തുണ്ട്, അവരെ തെറ്റിദ്ധരിപ്പിക്കുന്ന, ഞാൻ പറഞ്ഞല്ലോ നിങ്ങളുടെ ഇടയിൽ പൗലോസ് പറഞ്ഞു നമ്മുടെ ഇടയിൽ നിന്നും എന്ത് ചെയ്തു, ചെന്നായ്ക്കൾ പുറപ്പെട്ടുన్నారు. അപ്പോൾ ശ്രദ്ധിക്കുക. ഇത് എനിക്ക് മുന്നോട്ട് ചിലപ്പോൾ എല്ലാവരെയും നോക്കാനോ സംസാരിക്കാനോ സമയം കിട്ടിയെന്ന് വരത്തില്ല, തെറ്റിദ്ധാരണകളൊന്നും മാറ്റാൻ സമയം കിട്ടിയെന്ന് വരത്തില്ല. പക്ഷേ ഇതിനിടയിൽ ശ്രദ്ധിച്ചോണം. പിന്നെ നിങ്ങൾ വിതയ്ക്കുന്ന ഗീതാ സിസ്റ്റർ എന്നെ കേൾക്കുന്നുണ്ടോ? ഗീതാ സിസ്റ്റർ ഒന്ന് പ്രതികരിച്ച്. ഗീതാ സിസ്റ്റർ, കൊല്ലത്തുള്ള ഗീതാ സിസ്റ്റർ കേൾക്കുന്നുണ്ടോ?
ഉണ്ടേ. ഉം. സിസ്റ്ററെ സിസ്റ്ററെ നമ്മുടെ കൊല്ലത്തുള്ള നമ്മളെ പഞ്ചായത്ത് ഹാളിന്റെ റെന്റ് എത്രയായിരുന്നു സിസ്റ്ററെ, ഓർക്കുന്നുണ്ടോ? 40,000 കൊടുത്ത് നമ്മൾ ബുക്ക് ചെയ്തിട്ടുണ്ട് ആ കൊണ്ടും ബ്രദറെ. ഇനി ഉണ്ട്. നമ്മൾ ഒരു 10,000 കൂടെ കൊടുത്തിരുന്നുവെങ്കിൽ റെസിപ്റ്റ് തന്നേനെയായിരുന്നു. അപ്പൊ അവർ അഡ്വാൻസ് ആയിട്ട് അത് നമുക്ക് 10 തിരിച്ചു തരുമായിരുന്നു. തിരിച്ചു തരണമെങ്കിൽ നമ്മൾ ഇതും കൂടെ കൊടുത്താൽ റെസിപ്റ്റ് തരും. തിരിച്ചു തരാത്തത് കൊണ്ടാണ് നമുക്ക് അന്നേരം മതിയല്ലോ, നമുക്ക് വിശ്വാസം ഓക്കെ, ഉണ്ടായോണ്ട് അത്. അതെ, നിങ്ങൾ നോക്കിയ ഗീതാസ് പറഞ്ഞു കേട്ടല്ലോ. അവിടെ നമ്മൾ ഓഡിറ്റോറിയം അത് എടുത്തു പറയുന്ന വേറൊന്നുമല്ല. നമ്മളിതെല്ലാം നിങ്ങൾ മനസ്സിലാക്കണം. എനിക്ക് ഏറ്റവും കുറച്ചും കൂടെ സേഫ് ആയിട്ടുള്ളത് സൂം പ്രെയർ തന്നെയാണ്. കാരണം വെച്ചാൽ ഞാനിതെല്ലാം പറയുമ്പോൾ നിങ്ങൾ പ്രാർത്ഥിക്കാൻ വേണ്ടി പറയും. നമ്മുടെ ഇടയിൽ കലഹത്തിൻ്റെ ദുരാത്മാക്കൾ പ്രവേശിക്കുമ്പോൾ പരിശുദ്ധാത്മാവ് ഇതെല്ലാം നടത്തുന്നുണ്ട്. ഇതിനെല്ലാം വേണ്ടി പ്രാർത്ഥിക്കാൻ വേണ്ടിയാണ് ഞാൻ സൂമിൽ ഇത് ലൈവ് ഇപ്പോൾ ഓണാക്കിയാൽ ലൈവിലുള്ളവരും നമ്മുടെ കൂടെ ഉള്ളവരാണ്. ഇവരെല്ലാം കേൾക്കാൻ വേണ്ടിയാണ്. ഇതിൻ്റെ അകത്ത് നിങ്ങൾ വളരെ ശ്രദ്ധിക്കണം. ഇപ്പം എനിക്ക് കുറച്ചുകൂടെ സേഫ് ഇതാണ്, ഈ സൂമിലിരുന്ന് പ്രാർത്ഥിക്കുകയാണ് കുറച്ചുകൂടെ. എനിക്കിപ്പോൾ ഞാനൊരു ചായ കുടിച്ചുകൊണ്ടാണ് ഈ സൂം മീറ്റിംഗ് ചെയ്യുന്നത്. അപ്പം ഞാൻ നമ്മുടെ നാട്ടിലോട്ട് അടുത്ത ആഴ്ച വരുന്ന സമയത്ത് നിങ്ങൾക്കറിയാം എൻ്റെ വൈഫ് പ്രഗ്നൻ്റ് ആണ്. പുള്ളിക്കാരി 5 മാസം പ്രഗ്നൻ്റ് ആണ്. അപ്പോൾ ഈ കൊച്ചിനെയും ഈ വൈഫിനെയും ഇവിടെ വെച്ചിട്ടാണ് ഞാൻ എന്ത് ചെയ്യുന്നത്, നേരെ നാട്ടിലോട്ട് വരുന്നത്. അപ്പോൾ എൻ്റെ ആഗ്രഹം എന്ന് പറഞ്ഞാൽ പെട്ടെന്ന് തിരിച്ചെന്ത് ചെയ്യണം, ഇവരുടെ അടുക്കലേക്ക് മടങ്ങി വരണം. ഈ ഒരു ചുരുങ്ങിയ സമയം നമുക്കുള്ളൂ, ഒരാഴ്ചക്കുള്ളിൽ തിരിച്ചെന്ത് ചെയ്യണം, ഇവരെ ഇവിടെ ആക്കിയിട്ടാണ് ഞാൻ വരുന്നത്. ഓർത്തോണം, ഇത്രയും മൈലുകൾ താണ്ടി അല്ലെങ്കിൽ 11 മണിക്കൂർ യാത്ര ചെയ്ത് ഇന്ത്യ വന്ന് പ്രെയർ കഴിഞ്ഞ് പെട്ടെന്ന് തിരിച്ചു പോവുക. അപ്പോൾ സത്യം പറഞ്ഞാൽ മാനസികമായിട്ട് നോക്കിയതിൻ്റെ ആവശ്യമുണ്ട്. എല്ലാവരും ചോദിക്കുന്നത്, എന്നിട്ട് പലരും ചോദിച്ചു, ബ്രദറെ ഇത് പിന്നെ പോകേണ്ട ആവശ്യമുണ്ടോ, ഇതിൻ്റെ ആവശ്യമുണ്ടോ, ഇപ്പം ഇവരെല്ലാം ഇങ്ങനെ ഒരു സ്റ്റേജ് നിൽക്കുമ്പോൾ വൈഫ് പ്രഗ്നൻ്റായിട്ട് നിൽക്കുമ്പോൾ പോകേണ്ട കാര്യമുണ്ടോ എന്ന് ചോദിച്ച സഹോദരന്മാരുണ്ട് എൻ്റെ കൂടെ. അവർ നല്ലതിന് ചോദിച്ചതാണ്. പക്ഷെ ഞാൻ പ്രാർത്ഥിച്ചപ്പോൾ പരിശുദ്ധാത്മാവ് എന്നോട് കാണിച്ചത് കൊണ്ട്, ദൈവം അതിൻ്റെ അത് നിയോഗം തന്നതുകൊണ്ടുമാണ് ഈ പ്രാർത്ഥനകളെല്ലാം ക്രമീകരിക്കുന്നത്. അപ്പോൾ ഞാൻ എന്തുകൊണ്ടാണ് അതിൻ്റെ കാര്യം പറഞ്ഞത്, നിങ്ങൾ വിതയ്ക്കുന്നത് ഓരോന്ന്, ഇപ്പോൾ സിസ്റ്റർ അതിൻ്റെ ഓരോന്നിൻ്റെ റെൻറ്റ് പറഞ്ഞല്ലോ, ഓരോ ഓഡിറ്റോറിയത്തിൻ്റെ. പിന്നെ ദൈവകൃപയിൽ ഇതുവരെ മാത്രമല്ല, ഇതിൻ്റെ പുറകെ ഓടുന്ന സഹോദരങ്ങളുണ്ട്. ഞാൻ 2 പേരുടെ പേര് മാത്രം എടുത്ത് പറഞ്ഞുള്ളൂ. ദീപ സിസ്റ്റർ ഉണ്ടെങ്കിൽ ഒത്തിരി പേരുണ്ട്, കുറേ പേരുടെ പേര് ഞാൻ വിട്ടുപോയി. എൻ്റെ ഒരു ഫ്രണ്ട്, അദ്ദേഹം ടിനു എന്നാണ് പേര്, അദ്ദേഹം പ്രാർത്ഥനയുണ്ടെന്ന് ഞാൻ വിശ്വസിക്കുന്നു. അദ്ദേഹം ഇതുപോലെ തന്നെ അവരെല്ലാം ഇതിൻ്റെ പുറകിൽ ഓടുന്നവരാണ്. അദ്ദേഹത്തിന് സൗദി തിരിച്ചു പോകേണ്ട ആളാണ്. പക്ഷേ അദ്ദേഹം ഇതിൻ്റെ എന്ത് ചെയ്യുന്ന പല കാര്യത്തിന് വേണ്ടി, നമ്മുടെ റൂമിന് വേണ്ടിയൊക്കെ അദ്ദേഹം ഓടുന്നു. പല കാര്യങ്ങളും ഇതിനു വേണ്ടി ക്രമീകരിക്കാൻ വേണ്ടി പലരും ദൈവം ഒപ്പം. കഴിഞ്ഞ ദിവസം നമ്മുടെ ക്യാമറ ആണെങ്കിൽ അവരെല്ലാം കാര്യങ്ങൾ ചെയ്യുമ്പോൾ ഞാൻ ദൈവത്തിൻ്റെ വലിയൊരു അത്ഭുതമാട്ടോ. നമ്മൾ ഈ പ്രാവശ്യം മുന്നോട്ട് കർത്താവ് ഇനിയും പ്രാർത്ഥന ക്രമീകരിക്കുന്നുണ്ട്. വലിയ അത്ഭുതമാണ്. നമ്മൾ ഈ പ്രാവശ്യത്തെ എല്ലാ പ്രാവശ്യം ലൈവ് ചെയ്ത സമയത്ത് നിങ്ങൾക്കറിയാം, ലൈവുകാരെ പുറത്തുനിന്ന് വിളിക്കുവാണ്. അപ്പോൾ ഈ പ്രാവശ്യം ഞാൻ വിളിച്ച സമയത്ത് ലൈവ് എന്ന് പറഞ്ഞാൽ വീഡിയോ ഷൂട്ട് ചെയ്യുന്ന ആൾക്കാർ. അപ്പോൾ അവർ പറഞ്ഞു, ബ്രദറെ ഞങ്ങൾ കോട്ടയത്തും വരണം, പിന്നെ കൊല്ലത്ത് വരണം, എറണാകുളത്ത് വരണം. അപ്പോൾ അവർ ഭയങ്കര അവർക്ക് ബുദ്ധിമുട്ടാണ്, അവരനുസരിച്ച് റേറ്റ് പറഞ്ഞു. അപ്പോൾ കർത്താവ് ഞങ്ങൾ പ്രാർത്ഥിച്ച് വിശ്വാസം നമ്മൾ എന്ത് ചെയ്തു, പുതിയെന്നല്ല, നമ്മൾ ക്യാമറയും എല്ലാ മീറ്റിങ്ങിന് വേണ്ട എല്ലാ സാധനങ്ങളും നമ്മൾ കഴിഞ്ഞ ദിവസം മേടിക്കാനിടയിൽ തീർന്നു. അത് നമ്മുടെ സഹോദരന്മാരൊക്കെ തന്നെ എൻ്റെ പുറകെ ഓടിയതുമൊക്കെ. അപ്പോൾ ഫുള്ള് നമ്മൾ അതിൻ്റെ മുഴുവൻ സാധനങ്ങളും മേടിച്ചു. കാര്യം ഇനിയും പ്രാർത്ഥനകളെ കർത്താവ് ക്രമീകരിക്കുക. അപ്പോൾ നിങ്ങളുടെ വിധകളൊക്കെയും അതിലേക്കെല്ലാം നിങ്ങൾ വരുമ്പോൾ എല്ലാ വേണമെങ്കിൽ ഓഡിറ്റോറിയത്തിനെല്ലാം അവർ ഓണർമാർ ചോദിക്കാം, ഇതിൻ്റെ റെൻ്റ് എത്രയാണ്, ഞാൻ എല്ലാവരെയും അല്ല പറയുന്നത് കേട്ടോ. മുന്നോട്ട് നമ്മുടെ മനസ്സിലേക്ക് ഈ ചോദ്യങ്ങൾ വരുമ്പം നിങ്ങൾക്കിതെല്ലാം മനസ്സിലാകണം. പലപ്പോഴും പറ്റിപ്പോകുന്നത്, പല സഭകളിലും പറ്റിപ്പോകുന്നതെന്നു വിചാരിച്ചു കഴിഞ്ഞാൽ ഇത് പറഞ്ഞു കൊടുക്കാൻ ആളില്ല, തിരുത്താൻ ആളില്ല, ഇതിൻ്റെ പിന്നിൽ എന്തൊക്കെയാണ് നടക്കുന്നുള്ളത് പറഞ്ഞു കൊടുക്കാൻ ആളില്ല. അപ്പോൾ ആൾക്കാരുടെ ചിന്തയിൽ ഇത് മൊത്തവും ബ്രദർ എന്തോ പരിപാടിയാണ്. ഒരു പരിപാടിയല്ല. ഞാൻ വീണ്ടും പറയുന്നു, എനിക്ക് നിർബന്ധമില്ല. ആളുകൾ, ഞാൻ പറയില്ല, കർത്താവ് എന്നെ ഏൽപ്പിച്ച ഞാൻ ആഗ്രഹത്തോടെ, ഇപ്പം നമ്മുടെ കൂടെ നിൽക്കുന്ന സഹോദരങ്ങളാണ്, അവർ കർത്താവിന് വേണ്ടി ചെയ്യുന്നവർ, ബ്രദറിന് വേണ്ടി ചെയ്യുന്നവരൊന്നുമല്ല. എനിക്ക് വേണ്ടി ചെയ്യുന്നവരാരും ഇല്ലാത്തില്ല, കർത്താവിന് വേണ്ടി ചെയ്യുന്നവരാണ്. അപ്പോൾ അവരെ വരുന്ന സമയത്ത് പ്രെയർ ലൈനിൽ വിളിക്കുമ്പോൾ നിങ്ങൾ എന്ത് ചെയ്യുക, അവരോട് നന്നായിട്ട് തന്നെ പെരുമാറുക. നിങ്ങളുടെ കൂടെയുള്ള ആൾക്കാർ തന്നെ, നിങ്ങൾ തന്നെ അവർ, പക്ഷേ അവർ ആഗ്രഹത്തോടെ ചെയ്യുന്നേ ഉള്ളൂ. അപ്പോൾ ഈ ദിവസങ്ങളിൽ വരാൻ പോകുന്ന മീറ്റിംഗ്, ഞാൻ പറഞ്ഞത്, നിങ്ങൾ ആരും ഇല്ലാത്ത തന്നെ ഞാൻ ഫ്രണ്ടിൽ പോയിന്ന് കസേര ഇടും. എനിക്കിപ്പോൾ ഇവിടെ ആയതുകൊണ്ടല്ല, ഞാൻ എല്ലാ കാര്യത്തിലും എനിക്കത് സന്തോഷമാണ്. കാര്യം കർത്താവിന് വേണ്ടി അത് ചെയ്യാൻ പറ്റുന്നത് വലിയ അനുഗ്രഹമാണെന്ന് ഞാൻ വിശ്വസിക്കുന്നത്. കാര്യം എനിക്ക് വേണ്ടി ക്രൂശിൽ മരിച്ച്, എനിക്ക് വേണ്ടി നഗ്നനായി, എനിക്ക് വേണ്ടി മുറിവേറ്റു, എനിക്ക് വേണ്ടി രോഗമേറ്റു, എൻ്റെ ശാപമേറ്റു, എനിക്ക് വേണ്ടി സ്വർഗത്തിൽ നിന്ന് ഇറങ്ങി വന്ന ഈ കർത്താവിന് വേണ്ടി സുവിശേഷം അറിയിക്കുക, കർത്താവിന് വേണ്ടി പ്രവർത്തിക്കുക എന്നുള്ളത് ഏറ്റവും വലിയ ഭാഗ്യം, ഏറ്റവും വലിയ അനുഗ്രഹമെന്ന് അപ്പോസ്തലനായ പൗലോസ്ലീഹ പറഞ്ഞതുപോലെ തന്നെ ഞാനും പറയുകയാണ്. പക്ഷേ ഇതിൻ്റെ അകത്ത് ഞാൻ പറഞ്ഞല്ലോ, നമ്മൾ അനുഭവിക്കുന്ന കാര്യങ്ങളുണ്ട്, നമ്മൾ കടന്നു പോകുന്ന മാനസികാവസ്ഥയുണ്ട്. ഇപ്പോൾ ചിലർ വിളിച്ചിട്ട് ബ്രദറെ എനിക്ക് വേണ്ടെന്ന് പ്രാർത്ഥിച്ചു. അപ്പോൾ നമ്മൾ പറയും, ഇതിനകത്ത് ഓരോരുത്തർക്കും ഓരോ മാനസികാവസ്ഥയുണ്ട്. എന്നാൽ കർത്താവ്, ഞാൻ പറഞ്ഞില്ലേ,
നമ്മളെല്ലാം നടത്തുന്നു. അപ്പം ഞാൻ മുന്നോട്ട് പിന്നെയും പറയുകയാണ്, കർത്താവിൻ്റെ ഹിതം ഉള്ളവർ നിൽക്കട്ടെ, ബാക്കി എല്ലാം പോട്ടെ. ഇപ്പം എന്നോട് വിളിച്ച ചിലർ പറഞ്ഞു ഞങ്ങളിപ്പോൾ ലെഫ്റ്റ് ചെയ്തും, എനിക്ക് നിങ്ങൾ ലെഫ്റ്റ് ചെയ്തുകൊണ്ടോ നിന്നതുകൊണ്ടോ എനിക്ക് പ്രത്യേകിച്ച് ഗുണമൊന്നുമില്ല, നിങ്ങളുടെ ഇഷ്ടം. ഇത് ഞാൻ മുൻകൂർ പറയുന്നത്. ആരെങ്കിലും അങ്ങനെ തെറ്റിദ്ധാരണ നിങ്ങൾക്ക് പോകാൻ നിൽക്കുന്നവരുണ്ടെങ്കിൽ ഒരു കുഴപ്പമില്ല, നിങ്ങൾക്ക് പോകാം. നിൽക്കാൻ താല്പര്യമുള്ളവർ നിൽക്കാം, മുന്നോട്ട് ഓടാൻ താല്പര്യമുള്ളവർ മുന്നോട്ട് പോകാം. കർത്താവ് എല്ലാ കാര്യങ്ങളെയും നിങ്ങളെ സാക്ഷിയാക്കി മാറ്റും. അപ്പോൾ നിങ്ങൾ പ്രാർത്ഥിക്കുക, മുന്നോട്ട് എല്ലാ കാര്യങ്ങളെയും കർത്താവ് അത്ഭുതമായിട്ട് തന്നെ നടത്തും. ഞാൻ പറഞ്ഞില്ലേ, 2012 കർത്താവിൻ്റെ സുവിശേഷവുമായിട്ട് ദൈവനാമത്തിൽ ഇറങ്ങുന്ന സമയത്ത് ഇതൊന്നും കണ്ടുകൊണ്ടൊന്നുമല്ല, 0-ൽ നിന്ന് തുടങ്ങിയത്. അതുകൊണ്ട് എനിക്ക് വലിയ സന്തോഷമാണ്. എത്ര വന്നാലും എന്തെല്ലാം വന്നാലും ആരംഭം 0-ൽ നിന്നായതുകൊണ്ട് പേടിയൊന്നുമില്ല. ആരംഭം 0-ലായിരുന്നുകൊണ്ട് എനിക്കൊരു സങ്കടവുമില്ല, ഒരു പേടിയില്ല. കാര്യം മുന്നോട്ട് ഉയർച്ച തന്നെ പ്രാപിക്കത്തുള്ളൂ, താഴ്ച പ്രാപിക്കത്തില്ല. പരിശുദ്ധാത്മാവ് ഇടപെടും, പരിശുദ്ധാത്മാവ് സംസാരിക്കും. വളരെ ശ്രദ്ധിക്കുക, നമ്മൾ സുവിശേഷമാണ്, നമ്മുടെ വാക്കുകൾ പ്രവൃത്തികളൊക്കെ മാന്യമായിരിക്കണം. ഞാൻ ഇച്ചിരി ഹാർഷായിട്ടാണ് ആ വ്യക്തിയോട് സംസാരിച്ചത്. അതോടൊപ്പം തന്നെ ഞാൻ ആ വ്യക്തിയോട് ഞാൻ തന്നെ പറഞ്ഞു, അങ്ങനെ പറയാൻ കാരണം ചില കാരണങ്ങൾ വേറെയും ഉണ്ട്, അതെനിക്ക് വ്യക്തിപരമായിട്ട് പറയാൻ കഴിയത്തില്ല. അങ്ങനെ ഹാർഷായിട്ട് സംസാരിച്ചതിൽ പേഴ്സണലായിട്ട് വേറെ ചില കാര്യങ്ങളുമുണ്ട്. ചിലപ്പോൾ സമയത്ത് ശകാരിക്കേണ്ടി വരും, ഞാൻ നിങ്ങളെ ശകാരിച്ചെന്നിരിക്കും, ഇച്ചിരി മുഷിഞ്ഞ് സംസാരിക്കേണ്ടി വരും. അതെല്ലാം നിങ്ങൾ പറഞ്ഞ പോലെ കർത്താവിൻ്റെ നാമത്തിൽ നിങ്ങൾക്ക് നല്ലതിന് വേണ്ടി തന്നെ. പിന്നെ വേറൊരു കാര്യം കൂടെ ഞാൻ മുൻകൂർ പറയുകയാണ്, നിങ്ങൾ പ്രാർത്ഥനയ്ക്ക് വരുന്ന സമയത്ത് പരസ്പരം ആരും മൊബൈൽ നമ്പർ നിങ്ങൾ എന്ത് ചെയ്യേണ്ട, കൊടുക്കുകയോ ഒന്നും ചെയ്യേണ്ട. ഞാൻ പറഞ്ഞല്ലോ, പിന്നീട് എനിക്കൊരു ഗ്യാരണ്ടി ഇല്ല. അങ്ങനെ കൊടുത്തിട്ട് കഴിഞ്ഞ പ്രാവശ്യം സംഭവം ഞാൻ എല്ലാവരും കേൾക്കെ തന്നെ പറയുന്നത്, സൂമിലും ലൈവിലും അങ്ങനെ കേട്ടിട്ട് ആർക്കോ ലിഫ്റ്റ് കൊടുത്ത് അവിടെ കൊണ്ട് അയച്ചതിന് ശേഷം പിന്നെ എന്തോ വീട്ടിലെത്തിയോ മുത്തേ ചക്കര എന്നൊക്കെ പറഞ്ഞുകൊണ്ട് മെസ്സേജ് അയച്ചു. ഇതൊക്കെ പിന്നെ അവസാനം എനിക്ക് അയച്ചു തന്നു. ഇതാരാ ബ്രദറെന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞു എനിക്കറിയത്തില്ല, 10-700 പേര് വരുന്നതിൻ്റെ അകത്ത് ഇതിൽ ആരാണ് നിങ്ങളെ കൊണ്ട് വിട്ടെന്നോ, ആരാണ് നിങ്ങൾക്ക് ഈ മെസ്സേജ് അയച്ച വ്യക്തി എന്നൊന്നും. അതുകൊണ്ട് പരസ്പരം ആരും നിങ്ങൾ നമ്പർ കൊടുത്തു കഴിഞ്ഞാൽ എനിക്ക് അതിൻ്റെ അകത്ത് ഉത്തരവാദിത്വമില്ല. എനിക്ക് അതിൻ്റെ അകത്ത് ഞാൻ പറഞ്ഞില്ല, ഇതിൻ്റെ അകത്ത് ഈ പൗലോസ്ലീഗ പറഞ്ഞതുപോലെ നമ്മുടെ ഇടയിൽ നിന്ന് തന്നെ പുറപ്പെടും. ഞാൻ ഇതെല്ലാം മുൻകൂർ പറയുകയാണ്. പിന്നെ ഞാൻ പറഞ്ഞല്ലോ, ഞാൻ ആക്കി വെച്ച ആളുകളുണ്ട്, ഞാനത് എപ്പോഴും അവരുടെ പേരുകൾ മെൻഷൻ ചെയ്യാറുണ്ട്. അവരല്ലാതെ ബാക്കി ആളുകളെ ഞാൻ ആക്കി വെച്ചിട്ടില്ല. അതുകൊണ്ട് നിങ്ങൾ വളരെ ശ്രദ്ധിക്കുക. നിങ്ങൾ എവിടെ പ്രാർത്ഥനയ്ക്ക് പോയാലും, ഞാൻ ഇവിടെ മാത്രമല്ല എവിടെ പ്രാർത്ഥനയ്ക്ക് പോയാലും നമ്മൾ പ്രാർത്ഥിച്ച് വേണം ആളുകളുമായിട്ട് ഇടപെടാൻ. സുവിശേഷം പറയുന്ന എല്ലാവരും പരിശുദ്ധാത്മാവുള്ള ആളാണെന്ന് ചിന്തിക്കരുത്. പിശാചിൻ്റെ ആത്മാവുള്ളതുകൊണ്ട്, ദുരാത്മാവുള്ളതുകൊണ്ട് അവർ നന്നായിട്ട് എന്ത് ചെയ്യും, വ്യാഖ്യാനമൊക്കെ പറഞ്ഞുകൊണ്ട് വരും. പക്ഷേ പരിശുദ്ധാത്മാവിനെ തിരിച്ചറിയുക, ദുരുപദേശങ്ങളെ തിരിച്ചറിയുക, ദൈവ ഉപദേശത്തെ മനസ്സിലാക്കുക, ആത്മാവിൻ്റെ ഫലങ്ങളെ തിരിച്ചറിയുക. ഇത് വളരെ പ്രധാനപ്പെട്ടതാണ്. അത് തിരിച്ചറിയുക. നമുക്ക് ഒരുമിച്ച് പ്രാർത്ഥിക്കാം. നിങ്ങൾക്ക് വിഷമമുണ്ടോ അതോ സന്തോഷമുണ്ടോ, ഏതാ ഉള്ളത്? വിഷമമൊന്നുമില്ല ബ്രദർ, ഞാൻ പറഞ്ഞില്ല എനിക്ക് സന്തോഷമില്ല, ഞാൻ നിങ്ങൾക്ക് വേണ്ടിയാണ് പറഞ്ഞത്. എനിക്കിതെല്ലാം ഞാൻ പറഞ്ഞില്ല, ഇത് കർത്താവിൻ്റെ കൃപയാൽ ഇപ്പോൾ ഏകദേശം കർത്താവിൻ്റെ കൃപയാൽ ഇതൊരു എന്താ പറയുക 10-12 വർഷം 13 വർഷം മേളിലായി. അപ്പോൾ ഇതുകൊണ്ട് ഞാൻ മുൻകൂർ എല്ലാവർക്കും ഒരു വാണിംഗ് തന്നതാണ്. എനിക്കിതിൻ്റെ അകത്ത് ഞാൻ പറഞ്ഞില്ല 10-13-15 വർഷമായിട്ട് ഇതിൻ്റെ അകത്ത് 0-ൽ നിന്ന് ആരംഭിച്ചത് കൊണ്ട് മറ്റു കാര്യങ്ങളൊന്നും എനിക്ക് വിഷയമല്ല. പിന്നെ മുന്നോട്ട് ഞാൻ നമ്മുടെ കൂടെയുള്ള ആളുകൾക്കൊരു വിഷമം വന്നുകൊണ്ടാണ് ഞാൻ എടുത്തു പറയുന്നത്. അവരാരും, ഞാൻ വീണ്ടും പറയുന്നു, അവരാരും ഞാൻ ഒരിക്കലും അവരെ ഫിനാൻഷ്യലി സപ്പോർട്ട് ചെയ്തുകൊണ്ടൊന്നും അവർ ചെയ്യുന്നവരൊന്നുമല്ല. പൈസയ്ക്ക് വേണ്ടി ചെയ്യുന്നവരല്ല. ഒരാൾ പോലും പൈസയ്ക്ക് വേണ്ടി ഒന്നും ചെയ്തവരല്ല. അവരെൻ്റെ നിന്ന് എന്തെങ്കിലും മേടിക്കാൻ വേണ്ടി ചെയ്തവരല്ല, ഞാൻ കൊടുക്കാൻ വേണ്ടി ചെയ്തവരല്ല. അവർ കർത്താവിൻ്റെ നാമത്തിൽ ഇനി മുന്നോട്ട്, ഞാൻ പറഞ്ഞു, അവിടെ നിന്ന് കസേര ഇടുന്നവരാണെങ്കിൽ പോലും അവിടെ വന്ന് നിങ്ങൾ എന്ത് ഹെൽപ്പ് ചെയ്താലും, എന്ത് കാര്യം ചെയ്താലും, ഞാൻ നിങ്ങളെ അപ്രിഷ്യേറ്റ് ചെയ്തില്ലെങ്കിലും നിങ്ങൾക്ക് പ്രതിഫലമുണ്ട്. തിന്നാലും കുടിച്ചാലും എന്ത് ചെയ്താലും കർത്താവിൻ്റെ നാമത്തിലാണ്. എന്നാ പ്രതിസന്ധി വന്നാലും കർത്താവ് നിങ്ങളെ, ഞാനിവിടെ യേശു എപ്പോഴും, നിങ്ങൾ ബൈബിൾ വിട്ടേച്ച് എന്ത് പ്രസംഗം കേട്ടാലും അത് പിടിക്കരുത്. ബൈബിളിലുള്ള സ്വഭാവം ആ വ്യക്തിയിൽ വെളിപ്പെടുന്നില്ലെങ്കിൽ അതും കൈ കൊടുത്തേക്കരുത്. അവിടെ നിന്ന് വിട്ട് ഓടിക്കണം. അതല്ലാതെ മറ്റൊരു വഴി അവിടെ നിന്നില്ല. അവിടെ നിന്ന് ഓടുക എന്നുള്ളതുള്ളൂ, അവിടെ നിന്ന് മാറുക എന്നുള്ളതുള്ളൂ. എന്ത് വന്ന എനിക്ക് പലപ്പോഴും ഞാൻ ഈ കോംപ്രമൈസ് സുവിശേഷം ഒരിക്കലും പിടിക്കാറില്ല. അയ്യോ അവർക്ക് എന്തെങ്കിലും തോന്നുമോ, അതുകൊണ്ട് അങ്ങനെ പറഞ്ഞാൽ ശരിയാവുമോ എന്നുള്ളത് ഞാൻ ഒന്നും പിടിക്കാറില്ല. ഞാൻ എൻ്റെ മനസ്സിൽ വരുന്നത് ഞാനത് പറയും. കാരണം നാളെ നിങ്ങൾക്ക് ആർക്കും ഒരു ബുദ്ധിമുട്ട് വരരുത്. വളരെ വളരെ ശ്രദ്ധിച്ചു വേണം നമ്മൾ സുവിശേഷ വേലയിൽ നിങ്ങൾ കർത്താവിൻ്റെ നാമത്തിൽ നിൽക്കാൻ. അപ്പോൾ വിതയ്ക്കുന്നോട് പറയുന്നു, നിർബന്ധമില്ല, ഞാൻ വിതയ്ക്കും. കർത്താവിൻ്റെ വേലയിൽ എനിക്ക് കിട്ടുന്നതിലെല്ലാം ഞാൻ വിതയ്ക്കും. ഏറ്റവും ബെസ്റ്റ് ഞാൻ വിതയ്ക്കും. കാര്യം എനിക്കറിയാം വിതയ്ക്കുന്നവൻ കൊയ്തിരിക്കും.
അതുകൊണ്ട് നിങ്ങൾ ഞാൻ ഗിരാസോടെ ഞാൻ ഇത് ഹോളിൻ്റെ മാത്രം പറഞ്ഞത് അതിൻ്റെ കർത്താവിന് സൗകര്യം സ്പോൺസർ ചെയ്തോട്ടെ. ഒത്തിരി പേര് സ്പോൺസർ ചെയ്യുന്നവരുണ്ട്, വിധേയ സ്പോൺസർ ചെയ്യുന്നവരുണ്ട്. അതൊക്കെ ഞാൻ പറഞ്ഞില്ലേ, മുന്നോട്ട് നമുക്ക് വരാൻ പോകുന്ന പ്രാർത്ഥനകളൊക്കെയും ഏത് പട്ടണത്തിൽ വെച്ചാലും ഏത് രാജ്യത്ത് വെച്ചാലും കർത്താവിൻ്റെ ആത്മാവ് പ്രേരിപ്പിക്കുന്ന എല്ലാ കാര്യത്തിലും ദൈവം അത്ഭുതമായിട്ട് തന്നെ നടത്തുവാൻ ഇടയായിത്തീരും. വലിയ കർത്താവ് എന്തു ചെയ്യും? അത്ഭുതങ്ങളാൽ നടക്കും. അപ്പോൾ എനിക്കത് വിഷമമായത് ആ വ്യക്തി പറയേണ്ടതായിട്ട് പറഞ്ഞു. അപ്പോൾ എൻ്റെ കൂടെ ഉള്ളവരെയും കൂടെ ഞാൻ എന്തു ചെയ്യും? ലെഫ്റ്റ് ചെയ്തുകൊണ്ട് പോകുന്നു. ഞാൻ പറഞ്ഞ കുഴപ്പമില്ല, നിങ്ങൾക്ക് കാര്യങ്ങൾ മനസ്സിലായല്ലോ. അപ്പോൾ വളരെ ശ്രദ്ധിക്കുക. കർത്താവിൻ്റെ സുവിശേഷമാണ്. നമുക്ക് ആർക്കും ഫൈറ്റ് ചെയ്യാൻ പറ്റത്തില്ല. എനിക്കും നിങ്ങൾക്കും എല്ലാം ബലഹീനതയുണ്ട്. ഇതിൻ്റെ അകത്ത് പരിമിതിയുണ്ട്. ഈ സൂം പ്രയർ എന്ന് പറഞ്ഞാൽ എല്ലാം ഒത്തുവന്നൊന്നുമല്ല. ഇതൊന്ന് റേഞ്ച് പ്രോബ്ലമുണ്ട്, നെറ്റ്വർക്കിൻ്റെ വിഷയമുണ്ട്, ഞാൻ മ്യൂട്ട് ചെയ്യാറുണ്ട്, അൺമ്യൂട്ട് ചെയ്യാറുണ്ട്, പല പ്രോബ്ലംസ് ഇതിൻ്റെ അകത്തുണ്ട്. ഇപ്പം ഇത് നടന്നുകൊണ്ടിരിക്കുന്ന സമയത്ത് തന്നെ എത്രയോ പ്രാവശ്യം നമുക്ക് നെറ്റ്വർക്ക് കട്ടാകുന്നുണ്ട്. എത്രയോ പ്രാവശ്യം ഞാൻ ചിലപ്പം പിന്നീട് നിങ്ങൾ മെസ്സേജ് അയക്കുമ്പോഴേക്കും ഞാൻ കാണുന്നത് ഓഡിയോ കേൾക്കുന്നില്ല. അപ്പോഴേക്കും പ്രസംഗിച്ചൊരു അരമുക്കാൽ മണിക്കൂർ അങ്ങ് പോയി കാണും. അതുകൊണ്ട് ശ്രദ്ധിക്കുക. കർത്താവ് അനുഗ്രഹിക്കട്ടെ. ഗോഡ് ബ്ലെസ് യു. നമുക്ക് ഒരുമിച്ച് വചനം കേൾക്കാം, സന്തോഷത്തോടെ ഇരിക്കുക. വൻ കാര്യങ്ങളെ കർത്താവ് ചെയ്യും. അപ്പം ഞാൻ തുടക്കത്തിൽ പറഞ്ഞതുപോലെ തന്നെ ഈ വരാൻ പോകുന്ന മീറ്റിങ്ങിൽ എത്ര വെല്ലുവിളി ഉണ്ടെങ്കിലും ഒരു കാര്യം ഉറപ്പാണ്, പരിശുദ്ധാത്മാവ് തൻ്റെ പ്രവൃത്തി ചെയ്യും. എത്ര ചെതറിക്കാൻ നോക്കിയാലും ഞാനൊരു കാര്യം പറയാം, ദൈവഹിതമുള്ളതെല്ലാം നിൽക്കും, മറ്റേതെല്ലാം കർത്താവിൻ്റെ നാമത്തിൽ ചെതറിപ്പോവും. അപ്പോൾ പ്രാർത്ഥിക, കർത്താവ് ദൈവഹിതമുള്ള എല്ലാ പദ്ധതിയിലേക്ക് ഞാൻ കയറി വരട്ടെ, ബാക്കിയെല്ലാം മാറിപ്പോട്ടെ. ഞാൻ അന്ന് വന്ന് എൻ്റെ ഒറ്റ പ്രാർത്ഥനയാണ്, കർത്താവിൻ്റെ ഹിതമല്ലാത്തതെല്ലാം പോട്ടെ. ദൈവഹിതമല്ല എൻ്റെ ജീവിതത്തിൽ, ഞാൻ വ്യക്തിയോടല്ല പറഞ്ഞത്, എല്ലാ വിഷയത്തോടും ഞാൻ പറഞ്ഞത്. ദൈവഹിതമല്ലാത്ത ഒരു നന്മ എനിക്ക് വേണ്ട, കർത്താവിൻ്റെ പ്ലാൻ അല്ലാത്ത ഒന്നും എനിക്ക് വേണ്ട. അപ്പോൾ ഏറ്റവും സുഖം നമ്മളതാ, വളരെ സേഫ് ആയിരിക്കും നമ്മൾ. നമുക്ക് പ്രാർത്ഥിക്കാം. കർത്താവ് നിങ്ങളെ അനുഗ്രഹിക്കുമാറാകട്ടെ. നമുക്ക് കർത്താവിൻ്റെ വചനം കേൾക്കാം. തെസ്സലോനിക്കർക്ക് എഴുതിയ ലേഖനം 3-ാം അധ്യായത്തിൽ നമുക്ക് കേൾക്കാം. വേഗത്തിൽ ഞാൻ പ്രാർത്ഥിക്കാൻ ആഗ്രഹിക്കുന്നു. അപ്പം ഇവിടെ നോക്കുക, അതിൻ്റെ 3-ാം അധ്യായത്തിൽ നമ്മൾ 1-ാം അധ്യായം കഴിഞ്ഞു, 2-ാം അധ്യായത്തിൻ്റെ അവസാനത്തെ വചനത്തിലേക്ക് വരികയാണ്. അവിടെ ഇങ്ങനെ പറഞ്ഞു, ഒടുവിൽ സഹോദരന്മാരെ, കർത്താവിൻ്റെ വചനം നിങ്ങളുടെ അടുക്കൽ എത്തിയതുപോലെ വേഗം വ്യാപിച്ചു മഹത്വപ്പെടുവാനും വല്ലാത്തവരും ദുഷ്ടന്മാരുമായ മനുഷ്യരുടെ കയ്യിൽ നിന്നും ഞങ്ങളെ വിടുവിക്കപ്പെടുവാനും ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിപ്പിൻ. വിശ്വാസം എല്ലാവർക്കും ഇല്ലല്ലോ. കർത്താവോ വിശ്വസ്തൻ, അവൻ നിങ്ങളെ ഉറപ്പിച്ചും ദുഷ്ടൻ്റെ കയ്യിൽ അകപ്പെടാതെ വണ്ണം കാത്തുകൊള്ളും. അപ്പം തെസ്സലോനിക്ക സഭയെപ്പറ്റി നമ്മൾ പറഞ്ഞു, മഹാകഷ്ടം ഉണ്ടായിരുന്ന സഭയാണ്. അതായത് തുടക്കത്തിൽ ഞാൻ പറഞ്ഞു വന്നപോലെ തന്നെ നിങ്ങളെപ്പോലെ തന്നെ ഒറ്റയ്ക്ക് വിശ്വാസം നിൽക്കുന്ന ആൾക്കാരാണ്. അവിടെ പൗലോസില്ല, കർത്താവിൻ്റെ ഇടയന്മാരില്ല, പ്രവാചകന്മാരില്ല, ശിഷ്യന്മാരുമില്ല. പക്ഷേ ആ പ്രതിസന്ധി എന്ന് വെച്ചിരിക്കുന്നത് സുവിശേഷം പറയുവാൻ അവർക്ക് സ്വാതന്ത്ര്യമില്ല. പ്രത്യേകിച്ച് നിങ്ങൾക്കറിയാം, ഈ നോർത്ത് ഇന്ത്യയിലൊക്കെ നമുക്ക് കാണാൻ പറ്റും ഒത്തിരി വാർത്തകൾ, അവിടെ സുവിശേഷ വിരോധികൾ ദൈവദാസന്മാരെ അറസ്റ്റ് ചെയ്യുന്നതും അവർക്ക് സുവിശേഷം പറഞ്ഞ ആൾക്കാർക്ക് 5 വർഷം വരെയൊക്കെ തടവ് വിധിക്കുന്ന വലിയ മൃഗീയമായിട്ടുള്ള വാർത്തകൾ നമ്മൾ കേൾക്കാറുണ്ട്. അപ്പോൾ അതുപോലത്തെ ഒരു അവസ്ഥയാണ് തെസ്സലോനിക്ക സഭ. പക്ഷേ തെസ്സലോനിക്ക സഭയുടെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ അവർ ഐക്യതയോടെ നിന്നവരാണ്. അവർ പ്രതിസന്ധി വന്ന സമയത്ത് അവർ ഓടിപ്പോയില്ല, ചെതറിപ്പോയില്ല. 10 പേരെ ഉണ്ടായിരുന്നെങ്കിലും അവർ കൈ കോർത്ത് പിടിച്ചു പൗലോസ്ലീഹ പ്രസംഗിച്ച വചനം മറന്നു പോകാതെ അവർ കർത്താവിൽ ബലപ്പെട്ടു. അങ്ങനെ ബലപ്പെട്ട് അവർ പല ഇടങ്ങളിലേക്കും വ്യാപരിച്ചു. അപ്പം ഞാൻ എപ്പോഴും പറയാറില്ലേ, സുവിശേഷ വേല എന്ന് പറഞ്ഞാൽ ആർക്കും ബ്ലോക്ക് ചെയ്യാൻ കഴിയത്തില്ല. സുവിശേഷം വളരും. ഇനി ഞാനിവിടെ ഇല്ലെങ്കിലും വേറെ ആൾക്കാരിങ്ങനെ വന്നുകൊണ്ടേയിരിക്കും, ലക്ഷക്കണക്കിന്. അത് നല്ലതുമൊക്കെ ഞാൻ പറയില്ല, ദൈവം എല്ലായിടത്തും വരും, നല്ലതും ചീത്ത. അത് കണ്ടെത്തുക എന്നുള്ളത് പ്രാർത്ഥിക്കുന്ന നിങ്ങളുടെ ജീവിതത്തിൽ സംഭവിച്ചുകൊണ്ടേയിരിക്കും. അപ്പം ഇതിങ്ങനെ പൊക്കോണ്ടേയിരിക്കും. സുവിശേഷം ഇങ്ങനെ ഒരാൾ അവസാനിച്ചാൽ 100 പേര് ഇങ്ങനെത്തോണ്ടിരിക്കും. ആ വിത്ത് ഇങ്ങനെ മുളച്ചുകൊണ്ടേയിരിക്കും. അപ്പോൾ ഇവിടെ നോക്കി, ഇവിടെ 2-ാമത്തെ വാക്യത്തിൽ പറയണം, കർത്താവോ വിശ്വസ്തൻ, അവൻ നിങ്ങളെ ഉറപ്പിച്ചു. നോക്കിയേ, അപ്പോൾ കർത്താവ് നിങ്ങളെ ഉറപ്പിക്കും. തെസ്സലോനിക്ക സഭയോട് പൗലോസ് പറയുകയാണ്, കർത്താവ് വിശ്വസ്തനാണ്. എപ്പോഴും ഞാൻ പറഞ്ഞിട്ടില്ലേ, ദൈവത്തിൻ്റെ ഒരു സ്വഭാവമാണ് വിശ്വസ്തത. നിങ്ങൾ യേശുവിൻ്റെ നാമത്തിൽ രക്ഷയിലേക്ക് വന്ന ആൾക്കാർ പലരും പറയാറുണ്ട്, ഞാൻ രക്ഷയുടെ അനുഭവത്തിലേക്ക് വന്ന് ഞാൻ ഒറ്റയ്ക്കാണ് വിശ്വാസത്തിലേക്ക് വന്നത്, പലപ്പോഴും ഞാൻ ഒറ്റയ്ക്കാണ്. നിങ്ങൾക്കൊരു കാര്യം അറിയാമോ, നിങ്ങൾ ദൈവത്തിൻ്റെ വിശ്വസ്തതയിലേക്കാണ് കയറി വന്നിരിക്കുന്നത്. എൻ്റെ ദൈവം, എന്നെ വിളിച്ച ദൈവം വിശ്വസ്തൻ എന്നെണ്ണണം. അപ്പോൾ നിങ്ങൾ രക്ഷിക്കപ്പെട്ടവരാണെങ്കിൽ നിങ്ങളെ വിളിച്ചതാണ്. കുടുംബക്കാരും നാട്ടുകാരും ഒക്കെ നിങ്ങളെ പരിഹസിക്കുമ്പം അവർക്ക് കിട്ടാത്ത വിളി നിങ്ങൾക്ക് കിട്ടിയിട്ടുണ്ട്. ചിലർ പറയും, ബ്രദറെ, എൻ്റെ കുടുംബത്തിൽ എല്ലാവരും എന്നെ കളിയാക്കും, ഞാൻ മാത്രമേ പ്രാർത്ഥനയ്ക്ക് പോകുന്നുള്ളൂ, പ്രാർത്ഥനക്കാരെന്നൊക്കെ പറഞ്ഞു എൻ്റെ കുടുംബക്കാരും നാട്ടുകാരും ഒക്കെ എന്നെ പരിഹസിക്കും. ഞാൻ ചോദിച്ചോട്ടെ, ഇന്ത്യൻ പ്രസിഡൻറ്റിൻ്റെ ഫോൺ വന്നാൽ ആ ഫോൺ വന്നയാളുടെ പ്രൗഢി എന്തായിരിക്കും? ബൈബിൾ പറയുന്നു, നിങ്ങളെ വിളിച്ചവൻ. അപ്പോൾ എന്നെ വിളിച്ച ദൈവം വിശ്വസ്തനാണ്. മറ്റു ഭാഗത്താണ് പറയുന്നത്, ഈ വാക്യമല്ല.
അപ്പം നിങ്ങൾക്ക് വിളി കേട്ടവരാ, നിങ്ങൾ രക്ഷിക്കപ്പെട്ട വ്യക്തി എന്ന് പറഞ്ഞാൽ വിളി കേട്ടവരാ. ആ വിളിച്ച ദൈവം ആരാന്നറിയാവോ? വിശ്വസ്തൻ. വിശ്വസ്തൻ എന്ന് പറഞ്ഞാൽ വിശ്വസ്തയോടെ നിൽക്കുന്ന ദൈവം. ആമേൻ. എന്നിട്ട് പറയാണ്, ആ ദൈവം നിങ്ങളെ ഉറപ്പിച്ചും, നോക്കിയേ, ദുഷ്ടൻ്റെ കയ്യിൽ അകപ്പെടാതെ വണ്ണം കാത്തുകൊള്ളും. അപ്പോൾ നമ്മൾ പലപ്പോഴും പല ആൾക്കാരും പോരാട്ടവും ബന്ധനവും പിശാചും ഒക്കെ പറഞ്ഞു നടക്കുമ്പോൾ ബൈബിൾ വ്യക്തമായിട്ട് പറയുന്നു, ദൈവം നിങ്ങളെ ഉറപ്പിക്കും, ദുഷ്ടൻ പിടിക്കാതെ വണ്ണം, നോക്കിയ ദുഷ്ടൻ്റെ കയ്യിൽ അകപ്പെടാതെ വണ്ണം നിങ്ങളെ കാത്തുകൊള്ളും. അപ്പം ഇങ്ങനെ ഒരു ദൈവത്തെയാണ് നമ്മൾ വിളിക്കുന്നതെന്ന് തെസ്സലോനിക്ക സഭ മഹാകഷ്ടത്തിലൂടെ കടന്നു പോകുമ്പോൾ പൗലോസ് അവരെ ബലപ്പെടുത്തുവാണ്. ദൈവം വിശ്വസ്തനാകട്ടെ, തൻ്റെ നാമത്തിൽ ഇറങ്ങിയവരെ കണ്ണുനീര് കുടിപ്പിക്കാനോ അവർ തകർന്നു പോകാനോ എൻ്റെ ദൈവം സമ്മതിക്കത്തില്ല. വിശ്വസ്തനെന്ന് പറഞ്ഞാൽ കൂടെ നിൽക്കുന്നയാൾ. ആമേൻ. കൂടെ നിൽക്കുന്നയാൾ. അവൻ നിങ്ങളെ ഉറപ്പിച്ചു, ദുഷ്ടൻ്റെ കയ്യിൽ അകപ്പെടാതെ വണ്ണം കാത്തുകൊള്ളും. ആമേൻ. അപ്പോൾ ഇവിടെ നിങ്ങൾ നോക്കിയേ, ഇപ്പം ഇവിടെ നിങ്ങൾ കർത്താവിൻ്റെ വചനം വായിക്കുന്ന സമയത്ത് യോഹന്നാൻ ശ്ലീഹായുടെ സുവിശേഷത്തിൻ്റെ അകത്ത് നമ്മൾ എപ്പോഴും എടുക്കുന്നൊരു വാക്യമാണ്. അതിൻ്റെ 10-ാം അധ്യായത്തിലേക്ക് നമ്മൾ വരുന്ന സമയത്ത് യേശുക്രിസ്തു പറയുന്നൊരു വാക്കുണ്ട്, എൻ്റെ ആടുകളോ എൻ്റെ ശബ്ദം കേൾക്കുകയും ഞാൻ അവയെ അറിയുകയും അവ എന്നെ അനുഗമിക്കുകയും ഞാൻ അവയ്ക്ക് മുമ്പായി പോകുകയും ചെയ്യുമെന്ന് കർത്താവ് പറയുന്നു. നോക്കിയേ, അപ്പോൾ ഇവിടെ നിങ്ങൾ ആദ്യം മുതൽ വായിച്ച്, എനിക്ക് മുമ്പേ വന്നവരൊക്കെയും കള്ളന്മാരും കവർച്ചക്കാരും അത്രേ, ആടുകളോ അവരുടെ വാക്ക് കേട്ടില്ല. അടുത്ത വാക്യത്തിൽ പറയുന്നു, 10-ാമത്തെ വാക്യം നോക്കിയാൽ, മോഷ്ടിപ്പാനും അറപ്പാനും മുടിക്കാനും അല്ലാതെ കള്ളം വരുന്നില്ല. ഞാൻ വന്നിരിക്കുന്നതോ ജീവൻ ഉണ്ടാകുവാനും സമൃദ്ധിയായിട്ടുള്ള ജീവൻ ഉണ്ടാകാനും വേണ്ടി അത്രേ വന്നു. യേശു പറയണം, ഞാൻ നല്ല ഇടയൻ. ഞാൻ നല്ല ഇടയൻ. അപ്പോൾ ഈ വിശ്വസ്തൻ എന്ന വാക്കിലെ നമുക്ക് കുറച്ചും കൂടെ നന്നായിട്ട് കൊണ്ടുപോകാൻ പറ്റുന്നൊരു വാക്കാണ് ഇടയൻ. ഞാൻ നല്ല ഇടയൻ, നല്ല ഇടയൻ ആടുകൾക്ക് വേണ്ടി ജീവൻ വരെ കൊടുക്കും. അപ്പം നിങ്ങൾക്ക് വേണ്ടി ജീവൻ വരെ കൊടുക്കുമെന്ന് യേശു ഇത് പറയുന്ന സമയത്ത് യേശു ക്രിസ്തു മരിച്ചിട്ടുണ്ടോ ഇല്ലയോ? യോഹന്നാന്റെ സുവിശേഷത്തിൽ യേശു ക്രിസ്തു പറയണം, ആടുകൾക്ക് വേണ്ടി ഞാൻ ജീവൻ കൊടുക്കുന്നു. ഈ സമയത്ത് യേശു ക്രിസ്തു മരിച്ചിട്ടുണ്ടോ? ഇല്ല. കർത്താവ് തന്റെ ശിഷ്യന്മാരോട് ഇത് പ്രസംഗിക്കുന്ന സമയത്ത് കാൽവരി ക്രൂശിലെ മരണം അവിടെ സംഭവിച്ചിട്ടില്ല. അവിടെ വചനം പറയുന്നു, കർത്താവ് ഞാൻ നല്ല ഇടയനാകുന്നു, ഇടയൻ ആടുകൾക്ക് വേണ്ടി ജീവനെ കൊടുക്കുന്നു. അപ്പോൾ യേശു ക്രിസ്തു മരിക്കുന്നതിന് മുമ്പ് പറയുകയാണ്, നല്ല ഇടയനാണെങ്കിൽ ആടുകൾക്ക് വേണ്ടി ജീവൻ കൊടുക്കും. അപ്പോൾ യേശു ക്രിസ്തു ക്രൂശിൽ മരിച്ചെങ്കിൽ നിങ്ങൾക്ക് വേണ്ടിയാണ് ജീവൻ കൊടുത്തത്. നല്ല ഇടയൻ എന്തിനാണെന്നറിയാവോ? ദുഷ്ടൻ നിങ്ങളെ തൊടാതിരിക്കുവാൻ, അവൻ്റെ തല തകർക്കുവാൻ, അവൻ്റെ ആയുധവർഗം വെപ്പിക്കുവാൻ യേശു ക്രിസ്തു നിങ്ങൾക്ക് വേണ്ടി ജീവൻ കൊടുത്തു. എന്നിട്ട് പറയുകയാണ്, എന്നിട്ട് അടുത്ത വാക്യം നോക്കി, ഇടയനും ആടുകളുടെ ഉടമസ്ഥനുമല്ലാത്ത കൂലിക്കാരൻ ചെന്നായി വരുന്നത് കണ്ട് ആടുകളെ വിട്ട് ഓടിപ്പോകുന്നു, ചെന്നായി അവയെ പിടിച്ച് ചിഹ്നിച്ചു കളയും. നോക്കി, ഇടയനും ആടുകളുടെ ഉടമസ്ഥനും കൂലിക്കാരൻ ചെന്നായി വരുന്നത് കണ്ട് ആടുകളെ വിട്ടേച്ച് ഓടിപ്പോകും. ഇതാണ് വിശ്വസ്തൻ. വിശ്വസ്തൻ എന്ന് പറഞ്ഞാൽ ഓടിപ്പോകത്തില്ല. ഒരു പ്രശ്നം വരുമ്പം എപ്പോഴും പറയണം, ഞാൻ വിളിക്കുന്ന എൻ്റെ ദൈവം. അബ്രഹാമിൻ്റെ ഒരു കോൺഫിഡൻസ് കണ്ടോ, ഞാൻ സേവിക്കുന്ന എൻ്റെ ദൈവം. ബലപ്പെടണം കേട്ടോ, ശക്തിപ്പെടണം. കർത്താവിനെ വിളിക്കുന്ന ആൾക്കാർക്കൊരു ഫുൾ കോൺഫിഡൻസ് വേണം, ഞാൻ വിളിക്കുന്ന എൻ്റെ കർത്താവ് എന്നെ കൈവിടത്തില്ല, എൻ്റെ ദൈവം വിശ്വസ്തനാണ്, ഓടിക്കളയുന്ന ദൈവമല്ല. ഒരു പ്രശ്നം വരുമ്പോൾ ഓടുന്ന ദൈവമല്ല എൻ്റെ ദൈവം. അത് കൂലിക്കാരനാണ്, ആടുകളുടെ ഉടമസ്ഥനല്ലാത്തവനാണ്, കള്ള ഇടയന്മാരാണ് ഓടിക്കളയുന്നതെങ്കിൽ അടുത്ത വാക്യത്തിൽ നിങ്ങൾ നോക്കിയേ, ഇവിടെ വചനത്തിൽ പറയുന്നത് പോലെ അവർ കൂലിക്കാരനും ആടുകളെക്കുറിച്ച് വിചാരമില്ലാത്തവനുമല്ല. നിങ്ങൾ ഈ വാക്യം നോക്കിയേ, ആടുകളെപ്പറ്റി വിചാരമില്ലാത്തവൻ. അപ്പം നിങ്ങൾക്ക് ഒരു കാര്യമുണ്ട്, നിങ്ങളെപ്പറ്റി വിചാരമുള്ളൊരു ദൈവമാണ് നമ്മുടെ ദൈവം. അതുകൊണ്ടാണ് കർത്താവ് ഓടാത്തത്. അപ്പോൾ നിങ്ങൾക്കൊരു സങ്കടം വരുമ്പം, നിങ്ങൾക്കൊരു വേദന വരുമ്പം, നിങ്ങൾക്കൊരു ബുദ്ധിമുട്ട് വരുമ്പം, നിങ്ങൾ ഏതെങ്കിലുമൊക്കെ ഒരു പ്രതിസന്ധി വന്നു കഴിഞ്ഞാൽ നിങ്ങളെപ്പറ്റി ദൈവത്തിനൊരു വിചാരമുണ്ട്. എൻ്റെ കൂടെ പറഞ്ഞാട്ടെ, എൻ്റെ ദൈവത്തിന് എന്നെപ്പറ്റി ഒരു വിചാരമുണ്ടെന്ന് പറ. എന്റെ ദൈവത്തിന് എന്നെ പറ്റി ഒരു വിചാരമുണ്ട്. ആമേൻ. അപ്പൊ നിങ്ങൾ എത്ര ഭാഗ്യവാന്മാരാണ്. ഞാനതുകൊണ്ട് ഈ കർത്താവിനെയാണ് നമ്മൾ സേവിക്കുന്നത്, ഈ കർത്താവിന് വേണ്ടിയാണ് നമ്മൾ ചെയ്യുന്നത്. സുവിശേഷ വേല ചെയ്യുവാണെങ്കിൽ ഇങ്ങനെ ചെയ്യണം. ഈ കർത്താവിന് വേണ്ടി, എനിക്ക് വേണ്ടി, എന്നെ വിചാരിക്കുന്ന, പലപ്പോഴും നമ്മുടെ വേദന ഭർത്താവിന് അറിയത്തില്ല, ഭാര്യയ്ക്ക് അറിയത്തില്ല, മക്കൾക്ക് അറിയത്തില്ല, അപ്പനും അമ്മയ്ക്ക് അറിയത്തില്ല. പക്ഷെ എൻ്റെ കർത്താവിന് എന്നെപ്പറ്റി ഒരു വിചാരമുണ്ട്. മനസ്സിലായോ? കർത്താവ് കൂലിക്കാരനല്ല, ഉടമസ്ഥനായതുകൊണ്ട് എൻ്റെ വേദനകൾ യേശുവിൻ്റെ വേദനകളാണ്.
പലപ്പോഴും നിങ്ങൾ പറയാറില്ല, എൻ്റെ ഭർത്താവ് പോലും എന്നെ മനസ്സിലാക്കുന്നില്ല, എൻ്റെ മക്കൾ പോലും എൻ്റെ വേദന അറിയുന്നില്ലെങ്കിൽ, എൻ്റെ പ്രിയരെ, നിങ്ങളെപ്പറ്റി വിചാരപ്പെടുന്ന ഒരു കർത്താവ് ഉണ്ടെന്ന് ബൈബിൾ പറയുന്നു. എന്നിട്ട് പറയാണ്, ഈ കർത്താവോ വിശ്വസ്തൻ, ഈ കർത്താവോ വിശ്വസ്തൻ. എന്നിട്ട് പറയുകയാണ്, തെസ്സലോനിക്ക ലേഖനത്തിലേക്ക് ആ വാക്യം നോക്കി, ഈ കർത്താവോ വിശ്വസ്തൻ, ഓടിക്കളയുന്ന ദൈവമല്ല, അവൻ നിങ്ങളെ ഉറപ്പിച്ചു. നോക്കി, അവൻ നിങ്ങളെ ഉറപ്പിച്ചു, ദുഷ്ടൻ്റെ കയ്യിൽ അകപ്പെടാതെ വണ്ണം കാത്തുകൊള്ളും. അപ്പം ദൈവം നിങ്ങളെ ഉറപ്പിക്കും. ഇനി എത്ര വലിയ കൊടിയ പിശാചുക്കൾ നിങ്ങളെ തകർക്കാൻ നോക്കിയാലും നിങ്ങൾ എപ്പോഴും പറയണം, ഞാൻ പറഞ്ഞ എങ്ങനെയാണ് ഈ വചനം പ്രവർത്തിക്കുന്നതെന്നറിയാവോ? വചനം പ്രവർത്തിക്കുന്നത് നിങ്ങൾ ഈ വചനം ഏറ്റുപറയണം. ഒരു പ്രതിസന്ധി വരുമ്പം നിങ്ങൾ പറയും, നമ്മൾ പാനിക്കാവും, നമുക്ക് ടെൻഷൻ വരും, നമുക്ക് ബുദ്ധിമുട്ട് വരും, പ്രയാസം വരും, മനസ്സ് നമ്മളെ നമുക്ക് കുറ്റം വിധിക്കും. നമ്മുടെ മനസ്സും മൈൻഡും ഒക്കെ നമ്മളെ കുറ്റം വിധിക്കും. നമ്മുടെ മൈൻഡ് പറയും, നിങ്ങൾക്ക് എന്തോ കുഴപ്പമുണ്ട്, എൻ്റെ പ്രാർത്ഥന കുറവാണ്, നീ പ്രാർത്ഥിക്കാത്തതിൻ്റെ കുഴപ്പമാണ്, ബൈബിൾ വായിക്കാത്തതിൻ്റെ കുഴപ്പമാണ്, അന്നേ പറഞ്ഞത് പാട്ട് പാടിയാൽ മതിയായിരുന്നു. ഇങ്ങനെ കുറേ ചിന്തകൾ വരുമ്പോൾ നിങ്ങൾ പറയും, എൻ്റെ ദൈവം വിശ്വസ്തനാണ്. നിങ്ങളെ പെട്ടെന്ന് ആട്ടിടയന്മാരുടെ ഇടയിലേക്ക് കൊണ്ടുപോകാം. അവിടെ ഇരിക്കുന്ന ആട് ചിരിച്ചു കാണിച്ചതുകൊണ്ടല്ല ഇടയൻ അവയെ പരിപാലിക്കുന്നത്. ആട് അനുസരിച്ചത് കൊണ്ടല്ല ആ ഇടയൻ എന്ത് ചെയ്യുന്നത്, അതിന് തീറ്റിപ്പോറ്റുന്നത്. ആടിനെ നിയന്ത്രിക്കുന്ന ഒരു ഇടയനുള്ളത് കൊണ്ടാണ്. ചിലപ്പോൾ ആടിനെ ഇങ്ങോട്ട് പോകാമെന്ന് പറഞ്ഞാൽ അങ്ങോട്ട് ഓടുമായിരിക്കും, ഇവിടെ നിൽക്കാൻ പറഞ്ഞാൽ ചിലപ്പോൾ ഒന്നുകൂടെ ചാടിച്ചാടി പോവായിരിക്കും. പക്ഷേ ഇടയൻ അതിനെ ഫോളോ ചെയ്ത്, യേശു പറഞ്ഞ വാക്കുകൊണ്ടോ, ഞാൻ കാണാതെ പോയതിനെ തേടി വന്നിരിക്കുക. അപ്പം കാണാതെ പോയത് എന്തോ അനുസരണ ഇല്ലാത്ത ആടാ. ഇങ്ങോട്ട് വാന്ന് പറഞ്ഞാൽ അങ്ങോട്ട് ഓടുന്ന അടുക്കള. എന്നാലും അതിനെ സ്നേഹിക്കുന്ന വിശ്വസ്തനായ ഇടയൻ അവയെ കൈവിടത്തില്ല. ഇവിടെ വചനം പറയുന്നു, ദൈവം നിങ്ങളെ ഉറപ്പിച്ചു. അപ്പം അതിൻ്റെ അർത്ഥം ഈ ദിവസങ്ങളിൽ എന്ത് പ്രശ്നങ്ങൾ വന്നാലും ഒരു കാര്യം ഞാൻ ഉറപ്പിച്ചു പറയാം, ദൈവം നിങ്ങളെ ഉറപ്പിക്കും. എൻ്റെ കൂടെ പറഞ്ഞാൽ, കർത്താവ് ഈ സകല വിഷയത്തിലും എന്നെ ഉറപ്പിച്ച് നിർത്തുമെന്ന് പറ. ആമേൻ. കർത്താവ് നിങ്ങളെ സകല വിഷയത്തിന്റെ മേലും ഉറപ്പിച്ചു നിർത്തും. അപ്പൊ ഇത് നിങ്ങൾ മറന്നുപോലെ, കർത്താവ് നിങ്ങളെ ഉറപ്പിക്കും. ദൈവത്തിൽ നിങ്ങളെ ഉറപ്പിച്ചേ പറ്റത്തുള്ളൂ. കാര്യം നിങ്ങൾ യേശുക്രിസ്തുവിന്റെ വാക്ക് കേട്ട് ഇറങ്ങി തിരിച്ചവരാ. ആമേൻ. ഇപ്പം ഞാൻ പലരോടും പറയാറില്ല, നമ്മൾ ഈ എറണാകുളത്ത് പ്രാർത്ഥന ക്രമീകരിച്ചിരിക്കുന്നു, കൊല്ലത്ത് വെച്ചിരിക്കുന്നു, കോട്ടയത്ത് ക്രമീകരിച്ചിരിക്കുന്നു. ഇവിടെ കർത്താവ് നമുക്ക് വേണ്ടി പ്രവർത്തിക്കും എന്ന് വിശ്വസിച്ചുകൊണ്ടാണ് ഇതെല്ലാം ചെയ്തിരിക്കുന്നത്, അല്ലേ? അല്ലാതെ നിങ്ങളവിടെ വന്നിട്ട് ബ്രദർ എന്നാ നോക്കി നിൽക്കുന്നുള്ളതല്ല. കർത്താവ്, എൻ്റെയും വിശ്വാസം, കർത്താവ് നിങ്ങൾക്ക് വേണ്ടി പ്രവർത്തിക്കും. ഞാൻ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്ന സമയത്താണെങ്കിൽ എൻ്റെ വിശ്വാസം കർത്താവ് പ്രവർത്തിക്കും. നമ്മളൊരു ആലോചന കേൾക്കുമ്പോൾ അത് ആമേൻ പറഞ്ഞ് സ്വീകരിക്കുമ്പോൾ നമ്മുടെ വിശ്വാസം കർത്താവ് പ്രവർത്തിക്കും. കാരണം ദൈവം വിശ്വസ്തനായതുകൊണ്ടാണ്. ഇപ്പം ഈവൻ നിങ്ങൾ പിശാചുമായിട്ടൊന്ന് ബന്ധപ്പെട്ട് നോക്കി. ലോകത്ത് നിങ്ങൾക്കറിയാവോ, പല ആൾക്കാരും ഈ സ്വന്തം സോളിനെ, സ്വന്തം ആത്മാവിനെ വിൽക്കുന്ന ആൾക്കാർ. നിങ്ങൾക്കറിയാം, ഒത്തിരി സെലിബ്രിറ്റികൾ, നിങ്ങൾ യൂട്യൂബിലൊക്കെ നോക്കിയാൽ വലിയ സെലിബ്രിറ്റികൾ വലിയ സാക്ഷ്യം പറയും. എൻ്റെ ആത്മാവിനെ ഞാൻ ലൂസിഫറിനെ ഏൽപ്പിച്ചു കൊടുത്തു, അവൻ എന്നെ വലിയ സെലിബ്രിറ്റി ആക്കിയെന്ന് പറയുന്ന ഒത്തിരി അവരുടെ തന്നെ അനുഭവങ്ങൾ യൂട്യൂബിൽ, വലിയ ലോക പ്രശസ്തരായ സെലിബ്രിറ്റികൾ നേരിട്ട് വന്ന് അവർ പറയുന്ന അനുഭവങ്ങൾ യൂട്യൂബിലുണ്ട്. അവർ പറയുന്നത്, ഞങ്ങളുടെ ആത്മാവ് പിശാചിന് കൊടുത്തു, പിശാച് ഞങ്ങൾക്ക് ഒത്തിരി എന്ത് ചെയ്തു. പക്ഷേ പിന്നീട് കാണാൻ പറ്റും, ഒരു 10-20 വർഷം കഴിയുമ്പോൾ അവരുടെ പേര് പോലും ഭൂമികത്ത് കാണത്തില്ല, അവരുടെ ജീവിതം പോലും തകർന്നു വരും. പിശാചിൻ്റെ ഒരു സ്വഭാവം ആ സമയത്ത് എന്തെങ്കിലും കൊടുക്കുകയും ചെയ്യും. കുറേ കഴിയുമ്പോൾ അവൻ്റെ സ്വഭാവം അതാണ്, പിന്നെ അവരെ മുടിപ്പിക്കുകയും അറക്കുകയും നശിപ്പിക്കുകയും ചെയ്യും. എന്നാൽ കർത്താവ് അങ്ങനെയല്ല. ദൈവമോ വിശ്വസ്തൻ, നിങ്ങളെ ഉറപ്പിച്ചും ദുഷ്ടൻ്റെ കയ്യിൽ അകപ്പെടാതെ വണ്ണം കാത്തുള്ളൂ. അപ്പം ഇത്രയും വലിയൊരു ഗ്യാരണ്ടി തരുന്ന ഒരു ദൈവം വേറെയുണ്ടോ? യേശുവേ എന്ന് വിളിച്ചു പോകുന്ന ആൾ സൂക്ഷിക്കേണ്ട കാര്യമില്ല കേട്ടോ. നിങ്ങൾ സൂക്ഷിക്കേണ്ട. ചില ആൾക്കാർ പറയണം, ഞാൻ വീട്ടിൽ നിന്ന് ഇറങ്ങുമ്പോൾ ബ്രദറെ പ്രാർത്ഥിച്ചിട്ട് മൊത്തം കവർ ചെയ്താൽ പോകുന്നത്. വേണ്ട ബ്രദറെ, ഞാൻ പോകുന്ന വഴിയെല്ലാം പ്രാർത്ഥിച്ച് മൊത്തം മൂടി പുതച്ചാൽ പോകേണ്ട. വേണ്ട. നിങ്ങളെ സൂക്ഷിക്കുന്നൊരു ദൈവം ഉണ്ടെന്ന് വിശ്വസിച്ചാൽ മതി. നിങ്ങൾ പ്രത്യേകിച്ച് അതിനു വേണ്ടി എന്ത് ചെയ്യണ്ട, മൂടാനും പോകണ്ട, അതിനെ പൊതിയാനും പോകണ്ട. നിങ്ങൾ എന്ത് ചെയ്താൽ മതി, ഈ വചനം വിശ്വസിച്ച്, എൻ്റെ കർത്താവ് വിശ്വസ്തന, അവൻ വഴി മധ്യേ എന്നെ സൂക്ഷിച്ചോളൂ. വീട് വിട്ട് പുറത്തിറങ്ങുമ്പോൾ എൻ്റെ ദൈവം എന്നെ സൂക്ഷിക്കും. എൻ്റെ കർത്താവ് എന്നെ ദുഷ്ടൻ്റെ കയ്യിൽ അകപ്പെടാതെ വണ്ണം കാത്തുകൊള്ളും. ഇത് തെസ്സലോനിക്ക സഭയോട് പൗലോസ് ലീഗ പറഞ്ഞു കൊടുക്കുകയാണ്. ദൈവം നിങ്ങളെ സൂക്ഷിക്കും. നോക്കിയേ, അടുത്ത വാക്യത്തിൽ പറയുന്നു, ഞാൻ നല്ല ഇടയൻ.
പിതാവ് എന്നെ അറിയുകയും ഞാൻ പിതാവിനെ അറിയുകയും ചെയ്തതുപോലെ ഞാൻ എനിക്കുള്ളവയെയും അറിയുന്നു, എനിക്കുള്ളവ എന്നെ അറിയുന്നു. ഇതാണ് കർത്താവിൻ്റെ ദൈവമക്കളുടെ ഏറ്റവും പ്രത്യേകത. കർത്താവിനെ നമുക്കറിയാം. അതാ പറഞ്ഞത്, എനിക്ക് നിങ്ങളുമായിട്ടല്ല ബന്ധം. ഞാൻ നമ്മുടെ ഈ പ്രാർത്ഥന ക്രമീകരിക്കാൻ വേണ്ടി ദൈവകൃപയാൽ ഈ യാത്ര ചെയ്ത് വരുന്ന സമയത്ത് എനിക്ക് കർത്താവിനുമായിട്ടുള്ള സന്തോഷത്തിൽ ഞാൻ വരുന്നത്. ദൈവത്തിന് വേണ്ടി അങ്ങയുടെ നാമത്തിൽ ചെയ്യുവാൻ വലിയ സന്തോഷം. അല്ലാതെ ഇത് ഒരിക്കലും ഭാരത്തിയെന്നോ എന്തേലും എനിക്ക് ചെയ്യുന്നതല്ല. കർത്താവിൻ്റെ നാമത്തിൽ ഒരാളോടെങ്കിലും യേശുവിനെ പറ്റി പറയുവാൻ എനിക്കൊരു അവസരം കിട്ടിയാൽ അത് ഭാഗ്യമെന്ന് വിശ്വസിക്കുന്ന ആളായിരിക്കണം നിങ്ങളും ഞാനും. കാര്യം കർത്താവ് പറയുന്നു, കർത്താവ് നിങ്ങളെ അറിയുന്നു. നോക്കിയേ, എനിക്കുള്ളവ എന്നെ അറിയുന്നു. അപ്പോൾ കർത്താവുമായിട്ടുള്ളൊരു ബന്ധമാണ് അവിടെ. ഈ ദൈവം വിശ്വസ്തനാണ്. ഞാൻ വീണ്ടും പറയുന്നു, എല്ലാ ദിവസവും നിങ്ങൾ പറയണം, എൻ്റെ ദൈവം വിശ്വസ്തനാണ്, എൻ്റെ ദൈവം വിശ്വസ്തനാണ്. അതുകൊണ്ട് ദൈവം നിങ്ങളെ ഉറപ്പിക്കും, ദൈവം നിങ്ങളെ സൂക്ഷിക്കും, ദൈവം നിങ്ങളെ സകല ദുഷ്ടൻ്റെ കയ്യിൽ നിന്നും കാത്തു പരിപാലിക്കും. ആമേൻ. അപ്പോൾ ദൈവം നമ്മുടെ കൂടെയുണ്ട്, കർത്താവ് നമ്മുടെ കൂടെയുണ്ട്. ആ ദൈവം നമ്മുടെ ഇടയനാണ്. അപ്പോൾ ഈ കർത്താവിൻ്റെ പ്രത്യേകത എന്തുവാ? അവൻ നിങ്ങളെ ദുഷ്ടൻ്റെ കയ്യിൽ അകപ്പെടാതെ വണ്ണം കാത്തുകൊള്ളും. അപ്പോൾ കാക്കുന്നൊരു ദൈവമാണ് നമ്മുടെ ദൈവം, നമ്മളെ സൂക്ഷിക്കുന്ന ഒരു ദൈവമാണ് നമ്മുടെ ദൈവം. നമ്മൾ ഈ ദിവസങ്ങളിൽ ഏത് വിഷയത്തിൽ നിങ്ങൾ ഭാരപ്പെട്ടിരിക്കുവാണോ, നിങ്ങൾ യേശുവിൻ്റെ നാമത്തിൽ ഞാൻ പറയുന്നു, കർത്താവ് നിങ്ങളെ നിർത്തും. എങ്ങനെ ബ്രദർ, ഈ വിഷയത്തിൻ്റെ അകത്ത് ഞാൻ നിങ്ങൾ നിൽക്കേണ്ട, പറയണം, എൻ്റെ ദൈവം എന്നെ നിർത്തും. എൻ്റെ കൂടെ പിന്നെയും പറഞ്ഞ്, ഈ പ്രതികൂല സാഹചര്യത്തിൻ്റെ അകത്ത് ഞാൻ നന്നായിട്ട് എൻ്റെ ദൈവം നിർത്തുമെന്ന് പറ. ഈ പ്രതികൂല സാഹചര്യത്തിൽ ആമേൻ. കർത്താവ് നിങ്ങളെ നിർത്തും. ദൈവമോ വിശ്വസ്തൻ, അവൻ നിങ്ങളെ ദുഷ്ടൻ്റെ കയ്യിൽ അകപ്പെടാതെ വണ്ണം കാത്തുകൊള്ളും. അപ്പോൾ ഇത് മറന്നുപോയില്ല. നമുക്ക് ഒരുമിച്ച് കർത്താവിൻ്റെ തിരുസന്നിധിയിൽ നിന്ന് പ്രാർത്ഥിക്കാം. വൻ കാര്യങ്ങളെ കർത്താവ് ചെയ്യും. നാളെ നമ്മുടെ പ്രാർത്ഥന സൂമിലല്ല, യൂട്യൂബിലാണ്. അത് നിങ്ങൾ പങ്കുചേരുക. കർത്താവ് അനുഗ്രഹിക്കണം. എൻ്റെ കൂടെ എന്ന് പ്രാർത്ഥിച്ച് ഈ സമയത്ത് രോഗികളായി ഭാരപ്പെടുന്നവർ രോഗമുള്ള ഭാഗത്തോട്ട് കൈയെടുത്ത് വെച്ച് എന്നിട്ട് യേശുക്രിസ്തുവിൻ്റെ നാമത്തിലൊന്ന് പറഞ്ഞ് കർത്താവിൻ്റെ രോഗത്തെ വഹിച്ചത്. ദൈവം വിശ്വസ്തന. ഈ രോഗം എന്നെ കൊല്ലാതെ വണ്ണം, നശിപ്പിക്കാതെ വണ്ണം എൻ്റെ ദൈവം എന്നെ കാക്കും, എൻ്റെ ദൈവം എന്നെ സൂക്ഷിക്കും, എൻ്റെ കർത്താവ് എന്നെ പരിപാലിക്കും. എൻ്റെ കൂടെ ഇന്ന് എല്ലാവരും യേശുവേ നന്ദി കർത്താവേ, പരിശുദ്ധാത്മാവേ, അങ്ങയുടെ വലിയ മഹത്വം ഇന്ന് വെളിപ്പെടുന്നല്ലോ, വലിയ പ്രവൃത്തികളാൽ കർത്താവ് നിറയ്ക്കുന്നല്ലോ. എല്ലാവരും ഒന്ന് പ്രാർത്ഥിച്ച് യേശുവിൻ്റെ നാമത്തിൽ വിശ്വസിച്ച്, എൻ്റെ ദൈവം എന്നെ വഴിയിൽ കളയത്തില്ല, എൻ്റെ ദൈവം എന്നെ വഴിയിൽ തള്ളിക്കളയത്തില്ല, എൻ്റെ ദൈവം എന്നെ വഴിയിൽ നശിപ്പിക്കുവാൻ സമ്മതിക്കത്തില്ല. യേശുവിൻ്റെ അധികാരമുള്ള നാമത്തിൽ നിന്ന് പ്രാർത്ഥിക്കുന്നു. പരിശുദ്ധാത്മാവേ, ഇന്ന് നന്മയുണ്ടാകട്ടെ, അനുഗ്രഹമുണ്ടാകട്ടെ. ഞങ്ങൾ യേശുവിൻ്റെ നാമത്തിൽ നിന്ന് പ്രാർത്ഥിക്കുന്നപ്പോൾ കർത്താവിൻ്റെ വലിയ മഹത്വം ഇന്ന് വെളിപ്പെടുന്നല്ലോ. ഇൻ ദ നെയിം ഓഫ് ജീസസ് ക്രൈസ്റ്റ്, ഇൻ ദ നെയിം ഓഫ് ജീസസ് ക്രൈസ്റ്റ്, യേശുവിൻ്റെ അധികാരമുള്ള നാമത്തിൽ ഞങ്ങളിത് പ്രാർത്ഥിക്കുന്നു. പരിശുദ്ധാത്മാവ് എൻ്റെ കൂടെ ഇന്നെല്ലാവരും, കർത്താവ് വിശ്വസ്തന, ദൈവം വിശ്വസ്തന, ദൈവം വാക്കുമാറാത്തവന, ദൈവത്തിൻ്റെ പ്രവൃത്തി എന്ന് വെളിപ്പെടും. ഞാനൊരു ഭവനത്തെ കർത്താവ് എന്നെ കാണിക്കും. ഒരു വീടിൻ്റെ അകത്തോട്ട് കയറി കഴിഞ്ഞാൽ ലെഫ്റ്റ് സൈഡിലായിട്ട് തന്നെ ഹോളിൽ TV-യുടെ മുകളിൽ ഒരു മോൻ്റെ ഫോട്ടോ, TV-യുടെ തൊട്ട് മുകളിൽ തന്നെ വെച്ചിരിക്കുന്ന ഒരു മോൻ്റെ ഫോട്ടോ മാത്രമാണ് എൻ്റെ അടുത്ത്, വേറൊന്നുമില്ല. TV-യുടെ തൊട്ട് മുകളിൽ കയറി വരുമ്പോൾ തന്നെ ലെഫ്റ്റ് സൈഡിലിരിക്കുന്ന ഒരു ഭവനത്തിൽ, TV-യുടെ മുകളിൽ തന്നെ ഇരിക്കുന്ന ഒരു ഭവനത്തെ കർത്താവ് എന്നെ കാണിക്കുന്നു. ഇന്ന് യേശുവിൻ്റെ നാമത്തിൽ ഇന്ന് പ്രാർത്ഥിക്കുന്നു. പരിശുദ്ധാത്മാവ് ആ ഒരു മകന് വേണ്ടി പ്രാർത്ഥിക്കുമ്പോൾ തന്നെ ജിതിൻ എന്നു പേരുള്ള ഒരു വ്യക്തിയുമായിട്ട് കണക്റ്റഡ് ആകുന്നതുകൊണ്ട് കർത്താവ് എന്നെ കാണിക്കുന്നു. യേശുവിൻ്റെ നാമത്തിൽ ഇന്ന് ആ ഭവനത്തെ ഞാൻ അനുഗ്രഹിച്ചു പ്രാർത്ഥിക്കുന്നു. പരിശുദ്ധാത്മാവിൻ്റെ വലിയ പ്രവൃത്തി ഇന്ന് കുടുംബത്തിൻ്റെ മേൽ വെളിപ്പെടുന്നു. ഇൻ ദ നെയിം, പറഞ്ഞു. എന്റെ മോനാണ് ജിതിൻ. സിസ്റ്ററുടെ മോനാണ് ജിതിൻ. പടം വെച്ചിട്ടുണ്ട്. അവൻ്റെ പടം വെച്ചിട്ടുണ്ടോ? വെച്ചിട്ടുണ്ട്. ഇത് വല്ലതും ഞങ്ങളോട് പറഞ്ഞിട്ടുണ്ടോ സിസ്റ്ററെ? ഇന്ന് അവനെ കർത്താവ് തൊടുക കേട്ടോ, യേശുവിൻ്റെ നാമത്തിൽ. ഇന്ന് കുടുംബത്തെ കർത്താവ് തൊടുവാണ്. ഇൻ ദ നെയിം ഓഫ് ജീസസ്, യേശുവിൻ്റെ നാമത്തിൽ എല്ലാവരും ഒന്ന് പ്രാർത്ഥിച്ചു. ഞാൻ പറഞ്ഞില്ല, കർത്താവ് ഇത് വെളിപ്പെടുത്തുന്ന ദൈവമാണ്. പരിശുദ്ധാത്മാവ് ഇന്ന് ജിതിനെ കർത്താവ് തൊടുക. എന്നോട് കർത്താവ് പറഞ്ഞ വാക്കാണ്, നിങ്ങൾ എത്ര പേര് കേട്ടെന്ന് എനിക്കറിയത്തില്ല. ഇന്ന് ആ വീടിൻ്റെ അകത്തിരിക്കുന്ന ആ മുറിയും ആ TV-യും അവൻ്റെ ഫോട്ടോയും അവൻ്റെ പേരും വെളിപ്പെടുത്താൻ കർത്താവിന് കഴിയുമെങ്കിൽ നിങ്ങളുടെ ഭവനത്തെ തൊടുവാൻ യേശുവിന് കഴിയും. ഇൻ ദ നെയിം ഓഫ് ജീസസ് എല്ലാവരും പ്രാർത്ഥിച്ച്, പരിശുദ്ധാത്മാവ് ഇന്ന് കേട്ടതുപോലെ ദൈവം ഉറപ്പിക്കും, ദൈവം വിശ്വസ്തന,
ദൈവം വാക്ക് മാറാത്തവൻ, ദുഷ്ടൻ്റെ കയ്യിൽ അകപ്പെടാതെ വണ്ണം ദൈവം നിങ്ങളെ കാക്കും. ഇൻ ദ നെയിം ഓഫ് ജീസസ്. ആ പ്രതികൂലത്തോട് ഒന്ന് ഗുഡ് ബൈ പറ. ഏത് വിഷയമായിക്കോട്ടെ, എൻ്റെ കർത്താവ് എന്നെ നിർത്തും. കുറച്ചു നേരം പറഞ്ഞ് എൻ്റെ കർത്താവ് എന്നെ നിർത്തും. യേശുവിൻ്റെ നാമത്തിൽ നിന്ന് പ്രാർത്ഥിക്കുന്ന പരിശുദ്ധാത്മാവേ, ഇൻ ദ നെയിം ഓഫ് ജീസസ് ക്രൈസ്റ്റ്, യേശുവിൻ്റെ അധികാരമുള്ള നാമത്തിൽ നിന്ന് പ്രാർത്ഥിക്കുന്നപ്പ, ഇൻ ദ നെയിം ഓഫ് ജീസസ് ക്രൈസ്റ്റ്, യേശുവിൻ്റെ അധികാരമുള്ള നാമത്തിൽ നിന്ന് പ്രാർത്ഥിക്കുന്ന പരിശുദ്ധാത്മാവേ, ഞാൻ അതോടൊപ്പം തന്നെ ഈ നമ്മൾ വയറിങ് ചെയ്യാൻ വേണ്ടി ഉപയോഗിക്കുന്ന കുറേ പൈപ്പുകൾ ഒരു ഭിത്തിയിലോട്ട് ചാരി വെച്ചിരിക്കുന്ന ഒരു ഭവനത്തെ കർത്താവ് എന്നെ കാണിക്കുന്നു. കുറച്ച് നാളുകളായിട്ട് അതങ്ങനെ വെച്ചിരിക്കുകയാണ്. ഒരു വീടിൻ്റെ അകത്ത് ഞാൻ കാണുകയാണ് ഈ പൈപ്പ്, നമ്മൾ വയർ ചെയ്യുന്ന പൈപ്പുകൾ ഇങ്ങനെ ഒരു ഭിത്തിയിലോട്ട് ചാരി വെച്ചിരിക്കുന്ന ഒരു ഭവനത്തെ കർത്താവ് എന്നെ കാണിക്കുന്നു. ആ ഒരു ഭവനവുമായിട്ട്, ഭവനത്തിന് വേണ്ടി പ്രാർത്ഥിക്കുന്ന സമയത്തെല്ലാം എന്നോട് കർത്താവ് ഇങ്ങനെ ചില വ്യക്തികളെ ആ കർത്താവ് കുടുംബവുമായിട്ട് കണക്ട് ചെയ്യാൻ വേണ്ടി പോവാണ്. എന്നോട് കർത്താവ് പ്രാർത്ഥിക്കുന്ന സമയത്ത് ഈ അടയാളം വെച്ചിരിക്കുന്ന ഭവനവുമായിട്ട് ബന്ധപ്പെട്ട് ബിന്ദു എന്നു പേരുള്ള ഒരു സഹോദരി ആ ഭവനത്തിലോട്ട് കയറി വരുന്നതും ആ വ്യക്തിയുമായിട്ട് സംസാരിക്കുന്നതുമായിട്ടുള്ള കാഴ്ചകളെ കർത്താവ് എന്നെ കാണിച്ചുകൊണ്ടിരിക്കുകയാണ്. വലിയൊരു ദൈവപ്രവൃത്തി എന്ന കുടുംബത്തിൻ്റെ മേൽ ഒരു അടയാളത്തെ കർത്താവ് എന്നെ കാണിക്കുകയാണ്. ഇന്ന് ആ കുടുംബത്തിൻ്റെ മേൽ ദൈവത്തിൻ്റെ വലിയ പ്രവൃത്തിയെ കർത്താവ് ഇന്ന് ചെയ്യുകയാണ്. യേശുവിൻ്റെ നാമത്തിൽ. പറയാനുള്ളവരാണെങ്കിൽ മാത്രം നിങ്ങൾ മ്യൂട്ട് ചെയ്യുക, അല്ലാത്തവരൊക്കെ മൈക്ക് മ്യൂട്ട് ചെയ്യുക. മ്യൂട്ട് മാറ്റിയാൽ മതി. പറഞ്ഞോ. എന്റെ ഹസ്ബൻഡിന്റെ വീടാണ്. എന്റെ ഹസ്ബൻഡ് ഇലക്ട്രീഷ്യൻ. അപ്പം കയറി ചെല്ലുന്ന ഹാളിൽ തന്നെ പുള്ളിയുടെ ഈ വയറിങ്ങിന്റെയും കാര്യങ്ങളെല്ലാം ഇങ്ങനെ ഒരുപാട് പൂട്ടിയിട്ടേക്കുവാ ഹാളിൽ തന്നെ. സിസ്റ്റർ ഈ കാര്യം വല്ലതും ഞങ്ങളോട് പറഞ്ഞിട്ടുണ്ടോ? ഇല്ല ബ്രദറെ, ഒന്നും പറഞ്ഞിട്ടില്ല. സിസ്റ്ററുടെ പേരല്ലേ ബിന്ദു എന്ന് എഴുതിയേക്കുന്നല്ലേ? അതെ ബ്രദർ, എന്റെ പേര് ബിന്ദു. ഇന്ന് കർത്താവ് ആ ഭവനത്തിലോട്ട് കയറി വരുന്നത് കാണിക്കുന്ന ഒരു കാഴ്ച, ആ വ്യക്തി ആ കുടുംബത്തിലുള്ള വ്യക്തിയുമായിട്ട് സംസാരിക്കുന്നതും വലിയൊരു നന്മ ആ കുടുംബത്തിൻ്റെ അകത്ത് തന്നെ നിങ്ങൾക്ക് വേണ്ടി ചെയ്യാൻ വേണ്ടി പോവാണ്. എൻ്റെ കർത്താവ് ഒരു വാക്ക് പറയുകയാണ്, നിന്ദകളെ ദൈവം മാറ്റാൻ വേണ്ടി പോവാണ്. നിന്ദകളെ എടുത്തു മാറ്റി ദൈവം സന്തോഷത്തിൻ്റെ ദിവസങ്ങളെ തരാൻ വേണ്ടി പോവാണ്. യേശുവിൻ്റെ നാമത്തിൽ ഏറ്റെടുത്ത്. ഞാൻ പറഞ്ഞില്ല, കർത്താവ് നമ്മുടെ ഇടയിലുണ്ട്, യേശു നമ്മുടെ ഇടയിലുണ്ട്, പരിശുദ്ധാത്മാവ് നമ്മുടെ കൂടെയുണ്ട്. ഇന്ന് തിരുവചനത്തിൽ പറയുന്നത് പോലെ എല്ലാവരും എൻ്റെ കൂടെ പ്രാർത്ഥിച്ചു. നിങ്ങൾക്ക് ഞാൻ ഓരോ ദൈവിക ആലോചന കേൾക്കുമ്പോൾ, അതുകൊണ്ടാണ് നിങ്ങളെ ഞാൻ ഈ എല്ലാ പ്രാർത്ഥനകളിലും വരാൻ ഈ പ്രോത്സാഹനം. നമുക്ക് പലപ്പോഴും ഇവിടെ ഇരുന്നുകൊണ്ട് പ്രാർത്ഥിക്കുന്നതിന് പരിമിതിയുണ്ട്, ഈ ആലോചനയുടെ പ്രതികരിക്കുന്നതിന് പരിമിതിയുണ്ട്. ഈ ഹോളുകളിലേക്ക് വരുമ്പോൾ നമുക്ക് എല്ലാവർക്കും ഒരുമിച്ച് കാണാനും പ്രാർത്ഥിക്കാനും ഉള്ളൊരു സാവകാശം ഉള്ളതുകൊണ്ടാണ് ഞാൻ എല്ലാവരെയും ഞാൻ ക്ഷണിക്കുന്നത്. പക്ഷേ എങ്കിലും നിങ്ങളുടെ മനസ്സിൽ ഒറ്റയ്ക്ക് വരാൻ ബുദ്ധിമുട്ടുള്ളവർ വരണ്ട, ഞാൻ നിർബന്ധമൊന്നുമില്ല. നിങ്ങൾക്ക് പ്രാർത്ഥിച്ചാൽ മതി. ജീവിതത്തിൽ എപ്പോഴും നമുക്ക് ഒരുമിച്ച് കാണാം. കർത്താവ് നിങ്ങളെ അനുഗ്രഹിക്കും. അതുകൊണ്ടാണ് ഞാൻ എപ്പോഴും പറഞ്ഞ പ്രാർത്ഥനയോടെ തന്നെ ഇരിക്കുക. പ്രാർത്ഥിച്ച് എല്ലാവരും പ്രാർത്ഥിച്ച് യേശുവിൻ്റെ നാമത്തിൽ. പരിശുദ്ധാത്മാവേ, അങ്ങയുടെ കൃപ ഇന്ന് അങ്ങ് ചൊരിയുന്നല്ല. ഇൻ ദ നെയിം ഓഫ് ജീസസ് ക്രൈസ്റ്റ്. അതോടൊപ്പം തന്നെ ഞാൻ മറ്റൊരു ഭവനത്തെ കർത്താവ് എന്നെ കാണിക്കുന്നു. നമ്മൾ ഈ കുറേ ചാക്കിൻ്റെ അകത്ത്, അതായത് അരി മേടിക്കുന്നത് പോലെയുള്ള ചാക്കിൻ്റെ അകത്ത് അങ്ങനെ കുറേ സാധനങ്ങൾ മേടിച്ചു കൊണ്ടുവന്ന് നേരെ കൊണ്ടുവന്ന് ഹോളിൻ്റെ ഒരു മൂലയ്ക്ക് വെച്ചിട്ടുണ്ട്. അത് അവിടെ നിന്ന് ഇങ്ങോട്ട് മാറ്റിയിട്ടില്ല. അത് അവിടെ തന്നെ വെച്ചിരിക്കുന്ന ഒരു ഭവനത്തെ കർത്താവ് എന്നെ കാണിക്കുന്നത്. ഹോളിൽ തന്നെയാണ് ആ ചാക്കിൻ്റെ അകത്തുള്ള സാധനങ്ങളെല്ലാം. ചാക്കെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ചാക്കല്ല, ഈ ബിഗ് ഷോപ്പർ എന്നൊക്കെ പറയത്തില്ലേ, ബിഗ് ഷോപ്പറിൽ അതുപോലത്തെ ബിഗ് ഷോപ്പർ പോലത്തെ കുറേ കവറുകൾക്കകത്ത് നിറച്ചും സാധനങ്ങൾ മേടിച്ച് ഇപ്പോൾ അത് കൊണ്ടുവന്ന് ഹോളിൻ്റെ അകത്ത് വെച്ചിരിക്കുകയാണ്. അവിടെ നിന്ന് മാറ്റിയിട്ടില്ല. അങ്ങനെ ഒരു ഭവനത്തെ കർത്താവ് എന്നെ കാണിച്ചുകൊണ്ടിരിക്കുന്നു. ആ ഭവനത്തിന് വേണ്ടി പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് തന്നെ എന്നോട് കർത്താവ് പറയുന്നു, യേശു ആ ഭവനവുമായിട്ട് ബന്ധപ്പെട്ട് ആ ഭവനവുമായിട്ട് ബന്ധപ്പെട്ട് പ്രിൻസി എന്ന് പറയുന്ന ഒരാളെ വിളിക്കുന്നതായിട്ട്, ഫോണിൽ വിളിക്കുന്നതായിട്ട് കർത്താവ് എന്നെ കാണിക്കുന്നു. ഈ ഒരു കാണുന്ന അടയാളമുള്ള ഭവനം പ്രിൻസി എന്ന് പറയുന്ന ഒരു വ്യക്തിയെ വിളിക്കുന്നതായിട്ട് കർത്താവ് എന്നെ കാണിക്കുന്നു. യേശുവിൻ്റെ നാമത്തിൽ അത് കർത്താവിൻ്റെ നാമത്തിൽ ഏറ്റെടുത്താണ് ആ ഭവനത്തിൻ്റെ മേൽ ഇപ്പോൾ. പറഞ്ഞു. അത് ഞാനാണ് ഇപ്പൊ വീട്ടിൽ കൊണ്ടുവരുന്ന സാധനങ്ങൾ. ഇപ്പോഴല്ല, ഇതിപ്പോ ബ്രദറിന്റെ വീട്ടിലാണ് ഇതെല്ലാം ഇരിക്കുന്നത്. ഇതിപ്പോ അവിടെ തന്നെയാണ് ഇരിക്കുന്നത്. കട്ടായിപ്പോയോ? ഇതിലുണ്ട്. ഇതവിടെ തന്നെയാണ് ഇരിക്കുന്നത്. സാധനങ്ങൾ വെച്ചിട്ടുള്ളത്. ഏതാ? 2-3 ബിഗ് ഷോപ്പറുകളിലായിട്ടാണ് ഇത് വെച്ചേക്കുന്നത്. പ്രയർ തുടങ്ങുന്നതിന് ജസ്റ്റ് മുന്നേ കൊണ്ട് വെച്ചുള്ളൂ. പ്രയർ തുടങ്ങുന്നതിന് മുമ്പ് വെച്ചതാ അല്ലേ? അത് ബ്രദറെ ഏറ്റെടുത്തോട്ടെ കർത്താവ് ഇന്ന് കണ്ട്. ഇത് വല്ലോ ഞങ്ങളോട് പറഞ്ഞിട്ടുള്ളതാണോ?
ഒരു മിനിറ്റ്, എല്ലാവരും മൈക്ക് ഇതുകൊണ്ടാണ് ഞാൻ എല്ലാവരുടെയും മൈക്ക് ഇവിടുന്ന് മ്യൂട്ട് ചെയ്യുന്നതിൻ്റെ കാരണം. അപ്പോൾ എനിക്ക് ബ്രദർ പറഞ്ഞത് ക്ലിയർ ആകുന്നില്ല. എല്ലാവരും ബാക്കി എല്ലാവരും, ബ്രദറിൻ്റെ പേരെങ്ങനെ ഇട്ടേക്കുന്നത്? ഏത് ബ്രദറാണ് സംസാരിക്കുന്നത്? ജോഷി എന്നുള്ള ബ്രദർ ഒഴികെ ബാക്കി എല്ലാവരും ഒന്ന് മൈക്ക് മ്യൂട്ട് ചെയ്തേ. ബാക്കി എല്ലാവരും മൈക്ക് മ്യൂട്ട് ചെയ്തേ. ഓക്കെ ബ്രദറെ, ബ്രദർ ഇത് എപ്പോഴാണ് കൊണ്ടുവച്ചത്? ഇത് 9 മണി 9 മണിക്ക് കൊണ്ട് വെച്ചത്. കർത്താവിന് തോട് പോട്ടെ. എനിക്കറിയത്തില്ല, പ്രിൻസി എന്ന് പറഞ്ഞ ഒരാളെ കോൾ ചെയ്യുന്നത് പോലെ ഇങ്ങനെ ഞാൻ കണ്ടുകൊണ്ടിരിക്കുമായിരുന്നു. ഇന്ന് എനിക്കറിയത്തില്ല, ആ വ്യക്തിക്ക് വേണ്ടി ഒന്ന് പ്രാർത്ഥിച്ചോണം. പരിശുദ്ധാത്മാവ് ഒരു വ്യക്തിയുമായിട്ട് കണക്ട് ചെയ്യാൻ വേണ്ടി പോവാണ്. ചില നന്മയുടെ വാർത്തകളെ കർത്താവ് കേൾപ്പിക്കാൻ വേണ്ടി പോവാണ്. ബാക്കി എല്ലാവരും മൈക്ക് മ്യൂട്ട് ചെയ്തേ. ഒരു സെക്കൻഡ്, എല്ലാവരും മൈക്ക് മ്യൂട്ട് ചെയ്തേ. ഇതാണ് ഞാൻ പറഞ്ഞത്. നിങ്ങളെല്ലാവരും ഒരേപോലെ മൈക്ക് നമ്മൾ മ്യൂട്ട് മാറ്റിയാൽ പറയുന്ന ആൾക്കാരോട് കേൾക്കാൻ പറ്റാതെ വരും. അതുകൊണ്ടാണ് ഞാൻ പറയുന്നത്. അപ്പോൾ ഇനി നമുക്ക് പിന്നെയും പ്രാർത്ഥിക്കുക. ബ്രദർ ഏറ്റെടുത്തോണം. കർത്താവ് അത് സാക്ഷ്യമാക്കി മാറ്റാൻ വേണ്ടി പോവാണ്. ആ ഭവനത്തിൻ്റെ മേൽ ദൈവത്തിൻ്റെ വലിയ പ്രവർത്തികളെ ഇന്ന് ചെയ്യുവാൻ വേണ്ടി പോവാണ്. യേശുവിൻ്റെ നാമത്തിൽ ഞങ്ങൾ പിന്നെയും പ്രാർത്ഥിക്കുന്നു. ഈ സമയത്ത് രോഗികളായി ഭാരപ്പെടുന്നവരും എൻ്റെ കൂടെ ഇന്ന് പ്രാർത്ഥിച്ച്, കർത്താവെ അങ്ങയുടെ വലിയ പ്രവൃത്തികളെ ഇന്ന് കാണാനും വലിയ പ്രവൃത്തികളെ അനുഭവിക്കുവാനും പരിശുദ്ധാത്മാവെ അങ്ങ് ഇടയാക്കുന്നല്ലോ. എല്ലാവരും പ്രാർത്ഥിച്ച് വൻ കാര്യങ്ങളെ കർത്താവ് ചെയ്യുവാൻ വേണ്ടി പോവാണ്. യേശുവിൻ്റെ നാമത്തിൽ കർത്താവ് എന്നെ കാണിക്കുന്നു. ഈ ഒരു 6 ദിവസങ്ങൾക്ക് മുമ്പ് ഒരു അലമാരിക്കകത്തുനിന്നും ഒരാധാരം എടുത്ത് അതിൻ്റെ ഡോക്യുമെൻസുകൾ എടുത്ത് ഒരു ഓഫീസിൽ ചെന്നതിന് ശേഷം അവിടെ എന്തൊക്കെയോ കാണിച്ചതിന് ശേഷം തിരിച്ച് ഭവനത്തിലേക്ക് വന്ന ഒരു വ്യക്തിയെ കർത്താവ് എന്നെ കാണിക്കുന്നു. ഈ 6 ദിവസം ഗ്യാപ്പിനിടയിൽ സംഭവിച്ചൊരു കാര്യമാണ്. യേശുവിൻ്റെ നാമത്തിൽ ആ ഒരു പ്രശ്നം കർത്താവിന് ചില വസ്തു സംബന്ധമായിട്ടുള്ള കാര്യങ്ങളെ കർത്താവ് ആ ഭവനത്തിൻ്റെ മേൽ തുറക്കാൻ വേണ്ടി പോവാണ്. പ്രത്യേകിച്ച് ഈ പറയാൻ വേണ്ടിയാണോ മ്യൂട്ട് മാറ്റിയത്? ആധാരം ഞാൻ എന്റെ മോളുടെ കയ്യിലായിരുന്നു. മോളുടെ കയ്യിൽ ഞാൻ വാങ്ങിച്ച് കൊണ്ടുവന്നതേ ഉള്ളൂ. നിലവായിരുന്നു, അത് പുരയിടമാക്കാൻ വേണ്ടിയിട്ടുള്ള ഇതിലാണ്. 2-3 ദിവസമൊക്കെ ഞാൻ അതിന് നടക്കേണ്ടി വന്നു. ഈ പറഞ്ഞ 6 ദിവസത്തിനകത്താണ് സംഭവിച്ചേക്കുന്നത്. ദൈവം വലിയൊരു കൃപ ചെയ്യൂടെ. അതിൻ്റെ മേലൊരു തടസ്സം നിപ്പുണ്ടായിരുന്നു. ഇന്ന് അത് മാറ്റാൻ വേണ്ടി പോകണം. സിസ്റ്ററെ, ഈ കാര്യം വല്ലതും ഞങ്ങളോട് പറഞ്ഞിട്ടുണ്ടോ? ഇന്ന് അതിൻ്റെ മേലെ അത്ഭുതമാണ് കേട്ടോ. യേശുവിൻ്റെ നാമത്തിൽ അത്ഭുതമാണ്. ഇൻ ദ നെയിം ഓഫ് ജീസസ്, യേശു നാമത്തിൽ നിന്ന് പ്രാർത്ഥിക്കുന്നപ്പ കർത്താവേ അങ്ങയുടെ വലിയ മഹത്വം ഇന്ന് വെളിപ്പെടുന്നല്ലോ അപ്പ. ഇൻ ദ നെയിം ഓഫ് ജീസസ് ക്രൈസ്റ്റ്, യേശുവിൻ്റെ നാമത്തിൽ ഇന്ന് എല്ലാവരും ഒന്ന് പ്രാർത്ഥിച്ചു. പരിശുദ്ധാത്മാവേ അങ്ങയുടെ കൃപ വ്യാപരിക്കുന്നല്ലോ. ഇന്ന് ദൈവത്തിൻ്റെ ആത്മാവ് നിങ്ങളുടെ വിഷയത്തിൻ്റെ മേൽ പ്രവർത്തിക്കുകയാണ്. യേശുവിൻ്റെ അധികാരമുള്ള നാമത്തിൽ ഞങ്ങളിന്ന് പ്രാർത്ഥിക്കുന്നപ്പോൾ വൻ കാര്യങ്ങളെ ചെയ്യുന്ന കർത്താവേ, വലിയ പ്രവൃത്തികളെ ചെയ്യുന്ന കർത്താവേ, അങ്ങ് ഞങ്ങൾക്ക് വേണ്ടി ഇന്ന് പ്രവർത്തിക്കുന്നല്ലോ. അങ്ങ് ഞങ്ങൾക്ക് വേണ്ടി വീര്യപ്രവൃത്തി ചെയ്യുന്നല്ലോ. അപ്പോൾ യേശുവിൻ്റെ നാമത്തിൽ ഈ സമയത്ത് രോഗങ്ങൾ സൗഖ്യമായിക്കൊണ്ടിരിക്കുക. ഞാൻ കാണുന്നത് ഈ ബാക്ക് പെയിനാൽ ബുദ്ധിമുട്ട് അനുഭവിക്കുന്ന ഒരു വ്യക്തിയെ കർത്താവ് ഇന്ന് തൊടുകയാണ്. യേശുവിൻ്റെ നാമത്തിൽ ആ വ്യക്തിക്ക് വേണ്ടി പ്രാർത്ഥിക്കുമ്പോൾ 1962 ജനിച്ച വ്യക്തിയാണ്. ആ വ്യക്തിയുടെ ജനനം സമയം മുതൽ ഈ ഒരു സമയം വരെയും അതിനുശേഷം വിവാഹ ജീവിതത്തിലെ കാലഘട്ടത്തിലും ഞാൻ കാണുന്നൊരു കാഴ്ച, ഒത്തിരി അലഞ്ഞൊരു വ്യക്തിയാണ്. ഞാൻ കാണുന്ന കാഴ്ച എന്ന് പറഞ്ഞാൽ ഒത്തിരി കണ്ണുനീര് കുടിച്ചു എന്ന് പലപ്പോഴും ഒത്തിരി കണ്ണുനീര് കുടിച്ചതാണെന്ന് പറയുന്ന ഒരു വ്യക്തിയാണ്. ഒത്തിരി വേദനയിലൂടെ കടന്നുപോയൊരു വ്യക്തിയാണ്. ഇന്ന് ശരീരത്തിൻ്റെ മേലേക്ക് ദൈവത്തിൻ്റെ അത്ഭുത സൗഖ്യം വെളിപ്പെടുകയാണ്. കൈയെടുത്ത് അങ്ങോട്ട് വെച്ച് ഇപ്പോൾ തന്നെ വേദന അപ്രതീക്ഷമാകുകയാണ്. ഇൻ ദ നെയിം ഓഫ് ജീസസ്, യേശുവിൻ്റെ തിരുമുറിവിനാൽ ഇപ്പോൾ തന്നെ അത്ഭുത സൗഖ്യം ആ വ്യക്തിയുടെ മേലേക്ക് വെളിപ്പെടും. ഇൻ ദ നെയിം ഓഫ് ജീസസ്. കർത്താവേ, ഈ രോഗത്തിന് പൂർണ്ണ വിടുതൽ തന്നു. കർത്താവിൻ്റെ അത്ഭുത സൗഖ്യത്തിന് നന്ദി പറയുന്നപ്പോൾ, യേശുവിൻ്റെ നാമത്തിൽ കർത്താവ് ഇങ്ങനെ തൊടുന്നതിന് നന്ദി പറയുന്നപ്പോൾ ഇപ്പോൾ തന്നെ വേദന വിട്ടുമാറുകയാണ്. ഇതേ രോഗമുള്ള ഇതേ വേദനയുള്ള ആളുകളുണ്ടെങ്കിൽ കൂടെ കൈവച്ചോ. നിങ്ങളുടെ അത്ഭുതത്തിൻ്റെ സമയമാണ്. യേശുവിൻ്റെ അധികാരമുള്ള നാമത്തിൽ ഇന്ന് പ്രാർത്ഥിക്കുന്നപ്പോൾ പരിശുദ്ധാത്മാവേ അങ്ങയുടെ അത്ഭുതത്തെ ഇന്ന് കർത്താവ് ചെയ്യുന്നതിന് നന്ദി പറയുന്നപ്പോൾ ഇൻ ദ നെയിം ഓഫ് ജീസസ്. ഞാനതോടൊപ്പം തന്നെ കർത്താവ് എന്നെ ഒരു മൗക്ക് വേണ്ടി പ്രാർത്ഥിക്കുവാൻ, അത് ഒഫീഷ്യൽ നെയിമാണ്, എനിക്കറിയത്തില്ല, കാർത്തിക എന്ന് പറയുന്ന ഒരു മോൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുവാൻ കർത്താവ് എന്നെ കാണിച്ചുകൊണ്ടിരിക്കുകയാണ്. ആ കാർത്തികയുടെ ശരീരത്തെ കർത്താവ് സ്പർശിക്കുകയാണ്. അവളുടെ ഭാവിയെ ഈ കുഞ്ഞുനാൾ മുതലേ
തടയുവാൻ നോക്കിയ ആ പിശാചിൻ്റെ സകല പദ്ധതികളും ഇപ്പോൾ ആ കുടുംബം വിട്ട് മാറുകയാണ്. കാർത്തികയുടെ മേൽ ദൈവത്തിൻ്റെ വലിയ പ്രവൃത്തിയെ കർത്താവ് എന്നെ യേശുവിൻ്റെ നാമത്തിൽ ഇപ്പോൾ തന്നെ വെളിപ്പെടുന്നു. ഇൻ ദ നെയിം ഓഫ് ജീസസ്. ആ മോളുടെ ബന്ധപ്പെട്ടത് ആരാണോ യേശുവിൻ്റെ നാമത്തിൽ ചാടിപ്പിടിച്ചോണം. കർത്താവ് ഇന്ന് അവളെ അത്ഭുതമാക്കാൻ വേണ്ടി പോകുന്നു, അത്ഭുത സാക്ഷ്യമാക്കാൻ വേണ്ടി പോകുന്നു. ഞാൻ ആ വ്യക്തിക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്ന സമയത്ത് തന്നെ ആ ഭവനത്തിൻ്റെ അകത്ത് ആ കുടുംബക്കാരുടെ അല്ലാത്തതായിട്ടുള്ള ഒരു ചിത്രം ഞാൻ ആ ഭവനത്തിൽ കാണുന്നുണ്ട്. കുടുംബക്കാരുടെ അല്ലാത്തൊരു ചിത്രം, അതായത് നമ്മൾ കുടുംബത്തിലുള്ളവരുടെ ചിത്രമല്ല, എന്തോ ഒരു പ്രത്യേക ഒരു ഫോട്ടോയാണ് ഞാൻ കാണുന്നത്. ആ ഒരു ഫോട്ടോ ആ കുടുംബത്തിൽ വെച്ചിട്ടുണ്ട്. യേശുവിൻ്റെ നാമത്തിൽ ഇന്ന് പ്രാർത്ഥിക്കുന്നു. പരിശുദ്ധാത്മാവിൻ്റെ വലിയ പ്രവൃത്തി ഇന്ന് മകളുടെ ജീവിതത്തിലും കുടുംബത്തിലും കർത്താവ് ചെയ്യുന്നു. ഇൻ ദ നെയിം ഓഫ് ജീസസ് ക്രൈസ്റ്റ്, യേശുവിൻ്റെ അധികാരമുള്ള നാമത്തിൽ ഇന്ന് പ്രാർത്ഥിക്കുന്നു. അപ്പോൾ അത്ഭുതകരമായ വിടുതൽ സൂമിലായിക്കോട്ടെ ലൈവിലായിക്കോട്ടെ ആ കുടുംബം യേശുവിൻ്റെ നാമത്തിൽ ഏറ്റെടുത്തോണം. കർത്താവിൻ്റെ സാക്ഷിയാകാൻ വേണ്ടി പോവാണ്. ദൈവത്തിൻ്റെ പ്രവൃത്തിയെ കർത്താവ് അയക്കുവാൻ വേണ്ടി പോവാണ്. ഇൻ ദ നെയിം ഓഫ് ജീസസ്. അതോടൊപ്പം തന്നെ കർത്താവ് എന്നെ മറ്റൊരു ഭവനം കർത്താവ് എന്നെ കാണിക്കുന്നു. അതായത് വീടിൻ്റെ മുൻവശത്ത് തന്നെ നെൽപ്പാടമുള്ള ഒരു ഭവനം കർത്താവ് എന്നെ കാണിക്കുന്നു. ആ ഭവനത്തിന് വേണ്ടി പ്രാർത്ഥിക്കുമ്പോൾ തന്നെ അനീഷ് എന്ന് പറയുന്ന ഒരു വ്യക്തിയെ കർത്താവ് ആ ഭവനവുമായിട്ട് ബന്ധപ്പെട്ട് സ്പർശിക്കുന്നതായിട്ട് പറയുന്നു. യേശുവിൻ്റെ നാമത്തിൽ അവരുടെ സ്ഥലവുമായിട്ട് ബന്ധപ്പെട്ട് ഞാൻ കാണുന്നത് കുറേ നാളുകളായിട്ടുണ്ടായിരുന്ന ഒരു കുരുക്ക് ഇപ്പോൾ യേശുവിൻ്റെ നാമത്തിൽ ആ കുടുംബത്തിൽ നിന്ന് വിട്ടുമാറുകയാണ്. ആ കുടുംബം യേശുവിൻ്റെ നാമത്തിൽ ഇന്ന് സൂമിലോ ലൈവിലോ എന്നെ കേൾക്കുന്നുവെങ്കിൽ ആ വീടിൻ്റെ അകത്ത് നിന്നുകൊണ്ട് പറഞ്ഞോണം, ഞാൻ യേശുവിൽ വിശ്വസിക്കുന്നു, കർത്താവ് എന്നെ ഉറപ്പിക്കും, ദുഷ്ടൻ്റെ കയ്യിൽ അകപ്പെടാതെ വണ്ണം കർത്താവ് എന്നെ സൂക്ഷിക്കുമെന്ന് വിളിച്ചു പറഞ്ഞോണം. സൂമിലോ ലൈവിലോ ആയിക്കോട്ടെ, യേശുവിൻ്റെ നാമത്തിൽ വലിയൊരു സാക്ഷ്യത്തെ കർത്താവ് അവിടെ ഉളവാക്കാൻ വേണ്ടി പോകുന്നു. ഇൻ ദ നെയിം ഓഫ് ജീസസ്, ഇൻ ദ നെയിം ഓഫ് ജീസസ്. യേശുവിൻ്റെ നിങ്ങൾ പറയാൻ വേണ്ടി പറഞ്ഞു. ഇന്നലെ ഒരു ആലോചന ബ്രദർ പറഞ്ഞായിരുന്നു, ഒരു അജീഷിന്റെ കാര്യം പറഞ്ഞായിരുന്നു. പക്ഷെ അജീഷ് എന്നെ വിട്ടു പോയിട്ട് അവൻ തിരുവനന്തപുരത്ത് മാറി താമസിക്കാൻ എന്നെ വിളിച്ചാൽ മിണ്ടുവെന്നുണ്ട്. പക്ഷെ ഇന്നലെ എനിക്ക് ആലോചന കേട്ടപ്പോൾ ഒത്തിരിയായിട്ട് അവന് വേണ്ടി ഞാൻ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇന്നലെ ആലോചന ഞാൻ ആലോചന ഞാൻ ഏറ്റെടുക്കും. 13 വർഷമായിട്ട് വിളിച്ചാൽ മിണ്ടു എടുക്കും, ഒന്നും ചെയ്യില്ലാത്ത ഒരു മോനായിരുന്നു. വിളിച്ചോ? ഇല്ല, വിളിച്ചിട്ടില്ല. പക്ഷെ ഇന്നലെ ആലോചന കേട്ടപ്പോൾ ഞാൻ എൻ്റെ മോന് വേണ്ടിയിട്ടാണ് ദൈവാലോചന തന്നെന്ന് ഞാൻ എൻ്റെ മനസ്സിലൂടെ ഞാൻ കൊതി കൊണ്ട് ഞാൻ ആലോചിച്ചു. തീർച്ചയായിട്ടും സിസ്റ്റർ പറഞ്ഞ തന്നെ ഇന്നലെ ഇടപെട്ടൊരു കാര്യമാണ്. കർത്താവ് അത് സാക്ഷ്യമാക്കി മാറ്റും. ആ മകൻ്റെ പേര് വെളിപ്പെട്ടത് പറഞ്ഞ തന്നെ 3 വർഷമായിട്ട് അവൻ മാറി താമസിക്കുകയാണ്. ഇങ്ങനെയുള്ള ആൾക്കാർ നമ്മുടെ ഇടയിലുണ്ട്. കർത്താവ് അവരെയും തൊട്ടുകൊണ്ടിരിക്കുകയാണ്. യേശുവിൻ്റെ നാമത്തിൽ ആ തലമുറ അനുഗ്രഹിക്കപ്പെടട്ടെ. ഇൻ ദ നെയിം ഓഫ് ജീസസ്. യേശുവിൻ്റെ അധികാരമുള്ള നാമത്തിൽ ഇന്ന് പ്രാർത്ഥിക്കുന്ന പരിശുദ്ധാത്മാവേ, അങ്ങയുടെ കൃപ ഇന്ന് അവിടെ ചൊരിയുന്നല്ലോ. യേശുവിൻ്റെ നാമത്തിൽ ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. അപ്പം ഞങ്ങളുടെ പരിമിതികളെ കവർ ചെയ്യുന്ന പരിശുദ്ധാത്മാവേ, അങ്ങയുടെ വലിയ പ്രവൃത്തിക്കായി സ്തുതിക്കുന്നു. യേശുവേ നന്ദി കർത്താവേ. ഇന്ന് പരിശുദ്ധാത്മാവ് തൊടുന്നല്ലോ. ഇൻ ദ നെയിം ഓഫ് ജീസസ് ക്രൈസ്റ്റ്, യേശുവിൻ്റെ നാമത്തിൽ. അതോടൊപ്പം തന്നെ കർത്താവ് എന്നെ ഒരു ഭവനത്തെ കർത്താവ് എന്നെ കാണിച്ചുകൊണ്ടിരിക്കുകയാണ്. ആ ഭവനത്തിൻ്റെ സൈഡ്, അതായത് വീടിൻ്റെ അകത്തോട്ട് കയറുമ്പം നമ്മൾ ആ സ്റ്റെപ്പിൽ നിന്നാൽ ലെഫ്റ്റ് സൈഡിലായിട്ട് ആ വശത്തായിട്ട് ഒരു തേനീച്ചയുടെ പോലത്തെ ഒരു കൂട് ഇരിക്കുന്ന ഒരു ഭവനം കർത്താവ് എന്നെ കാണിക്കുന്നു. ഞാൻ ആ ഭവനത്തിൻ്റെ അകത്ത് നിൽക്കും പ്രാർത്ഥിക്കുമ്പോൾ എല്ലാം ഏകദേശം ഒരു 50 വയസ്സിൽ താഴെ പ്രായമുള്ള ഒരു മനുഷ്യനെ കർത്താവ് എന്നെ കാണിക്കണം. അദ്ദേഹം ഇങ്ങനെ ഒരു ഷർട്ട് ഇടാതെ അതിലിങ്ങനെ നടക്കുന്നതായിട്ടൊരു കാഴ്ച കർത്താവ് എന്നെ കാണിച്ചുകൊണ്ടിരിക്കുകയാണ്. ഞാൻ ആ ഭവനത്തിന് വേണ്ടി പ്രാർത്ഥിക്കുമ്പോൾ ആത്മീയമായൊരു ദർശനം കാണുകയാണ്. ഒരു ചെങ്ങല വലിച്ചുകൊണ്ട് പോകുന്നത് പോലെ കുറേ നാളുകളായിട്ട് ഒരു പരിധിക്കപ്പുറം കയറി പോകാൻ കഴിയാതെ കൊണ്ട് ഒരു ചെങ്ങല ഇട്ടിരിക്കുന്നത് പോലൊരു അവസ്ഥയാണ് ആ ഭവനം. യേശുവിൻ്റെ നാമത്തിൽ ഇന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. സകല ജങ്ങലകളെയും കാൽവരി ക്രൂശിൽ കർത്താവ് തകർത്തതാണ്. ദുഷ്ടൻ്റെ ആശ നശിച്ചു പോകും, അവൻ പല്ല് കടിച്ചുരുകി പോകുമെന്ന വചനത്താൽ ഇപ്പോൾ തന്നെ പ്രാർത്ഥിക്കുന്നു. ഈ നിമിഷം തന്നെ സൂമിലോ ലൈവിലോ ആയിക്കോട്ടെ, ആ ഭവനം യേശുവിൻ്റെ നാമത്തിൽ ഏറ്റെടുത്തോണം. ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് ഇന്ന് ഭവനത്തിൻ്റെ മേൽ സ്പർശിക്കാൻ വേണ്ടി പോകുന്നു. സകല തടസ്സത്തെയും ഇപ്പോൾ തന്നെ ബ്രേക്ക് ചെയ്യുന്നപ്പോൾ ഇൻ ദ നെയിം ഓഫ് ജീസസ് അത്ഭുതകരമായ ദൈവപ്രവർത്തികൾ അവിടെ ഉണ്ടാകുന്നല്ലോ. ഇൻ ദ നെയിം ഓഫ് ജീസസ്, യേശുവിൻ്റെ നാമത്തിൽ ഞങ്ങളത് റിലീസ് ചെയ്യുന്നു. കർത്താവെ, അങ്ങ് തൊട്ട കൃപയ്ക്ക് നന്ദി. ആ ഭവനത്തിൻ്റെ മേൽ അങ്ങ് അത്ഭുതം ചെയ്യുന്ന കൃപയ്ക്ക് നന്ദി പറയുന്നപ്പോൾ യേശുവിൻ്റെ സാക്ഷിയായിട്ട് ആ ഭവനം തീരട്ടെ, അത്ഭുത സാക്ഷ്യമായിട്ട് ആ ഭവനം തീരട്ടെ. ഞങ്ങൾ യേശുവിൻ്റെ നാമത്തിൽ പ്രാർത്ഥിക്കുന്നപ്പോൾ ഈ സമയത്ത് രോഗത്താൽ ഭാരപ്പെടുന്നവർ രോഗമുള്ള ഭാഗത്ത് കൈവച്ച്
എന്നിട്ട് എൻ്റെ കൂടെ പറ, യേശു എൻ്റെ രോഗത്തെ അനുഭവിച്ചതാ, എൻ്റെ കർത്താവ് എൻ്റെ വേദന അനുഭവിച്ചതാ. ഞാൻ രോഗിയാകാനല്ല യേശു വില കൊടുത്തത്, ഞാൻ രോഗസൗഖ്യമാകാൻ വേണ്ടിയാണ്. എനിക്ക് അത്ഭുതം ഉണ്ടാകാൻ വേണ്ടിയാണ് യേശു എൻ്റെ വേദനകളെ വഹിച്ചത്. ദൈവം അനുഭവിച്ച കർത്താവെ, ഞങ്ങളുടെ നാമത്തിൽ എന്ന് പ്രാർത്ഥിക്കുന്ന പരിശുദ്ധാത്മാവെ, അങ്ങയുടെ അത്ഭുതകരമായ പ്രവൃത്തികൾ ഇപ്പോൾ തന്നെ സംഭവിക്കട്ടെ. ഇൻ ദ നെയിം ഓഫ് ജീസസ്, യേശുവിൻ്റെ നാമത്തിൽ എന്ന് പ്രാർത്ഥിക്കുന്നു. അത്ഭുത സൗഖ്യം ഞാൻ യേശുവിൻ്റെ നാമത്തിൽ. ഇനി മൂക്കിൻ്റെ അവിടെ തടസ്സമായിട്ട് നിൽക്കുന്ന, അത് ഓപ്പറേഷൻ ചെയ്യണമെന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഭയപ്പെട്ടിരിക്കുന്ന, ഭാരപ്പെട്ടിരിക്കുന്ന വ്യക്തിയോട് കർത്താവ് സമ്മതി കൈയെടുത്ത് അവിടെ വെച്ച്, യേശുവിൻ്റെ നാമത്തിൽ കൈയെടുത്ത് വെച്ച് അവിടെ വലിയൊരു സൗഖ്യം നടക്കുക, ആ ഭയം വിട്ടുമാറുക. ഇപ്പോൾ തന്നെ അതിൻ്റെ എന്താണ് ബുദ്ധിമുട്ട്, അതിൻ്റെ പിന്നിൽ ഇപ്പോൾ യേശുവിൻ്റെ തിരുമുറിവിനാൽ സൗഖ്യം വന്നിരിക്കുന്നുള്ള വചനത്താൽ പ്രാർത്ഥിക്കുന്നു. അത്ഭുതകരമായ സൗഖ്യത്തെ കർത്താവ് അങ്ങ് ചെയ്യുന്നതിന് നന്ദി പറയുന്നപ്പോൾ, അത്ഭുതകരമായ വിടുതലിനെ കർത്താവ് ചെയ്യുന്നത്. അത്ഭുത രോഗസൗഖ്യം, ക്യാൻസർ ആയിക്കോട്ടെ, ട്യൂമർ ആയിക്കോട്ടെ, ബൈബിൾ പറഞ്ഞ ചെകിടൻ കേൾക്കും, മൂമൻ സംസാരിക്കും, മരിച്ചവൻ ഉയർക്കും, ദൈവരാജ്യം ശക്തിയുടേതാണ്. ഇപ്പോൾ ആ ശക്തി നിങ്ങളുടെ ശരീരത്തിൻ്റെ മേൽ വെളിപ്പെടുന്നല്ലോ. ദാരിദ്ര്യം നീങ്ങട്ടെ, ഞെരുക്കം മാറട്ടെ, പ്രതിസന്ധികൾ മാറട്ടെ, പ്രതികൂലങ്ങൾ മാറട്ടെ, കുടുംബത്തിൽ സമാധാനം വാഴട്ടെ. ഈ ദിവസങ്ങളിൽ ഏത് വിഷയത്തിൽ ഭാരപ്പെടുന്നു അവരുടെ മേൽ അത്ഭുത സാക്ഷ്യം ഉളവായി വരട്ടെ. പ്രാർത്ഥിച്ചെന്ന് അനുഗ്രഹിക്കുന്നു യേശു ക്രിസ്തുവിൻ്റെ അധികാരമുള്ള നാമത്തിൽ തന്നെ. ആമേൻ. കർത്താവ് നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. അത്ഭുത സാക്ഷ്യത്തിനായി നന്ദി പറയുന്നു. ഈ സമയം ആർക്കെങ്കിലും ഒരു സാക്ഷ്യം പറയാനുള്ളവരുണ്ടെങ്കിൽ ചുരുക്കം വാക്കുകളിൽ പറയണം. ഒരാൾ സാക്ഷ്യം പറയുമ്പോൾ മറ്റേ ആൾ മ്യൂട്ട് ചെയ്യണം. ഞാൻ അതുകൊണ്ടാണ് പലപ്പോഴും നമുക്ക് ഈ ഒരു ഇങ്ങനെ ഉണ്ടാകുന്നത്. ഉള്ളവർക്ക് പറയാം. അതിനു മുമ്പായിട്ട് ഞാൻ കർത്താവിൻ്റെ വേലയിൽ വിതച്ചവർക്ക് വേണ്ടി ഇന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. ഞാൻ പിന്നെയും പറയുന്നത് പോലെ ഇത് പിരിവല്ല, പിടിച്ചു പറിക്കുകയല്ല, ആർക്കെങ്കിലും വേണ്ടി കൊടുക്കുകയല്ല, ബ്രദറിന് കൊടുക്കുകയല്ല. ഇതിൻ്റെ എല്ലാം കണക്ക് എൻ്റെ കയ്യിലില്ല, കർത്താവിൻ്റെ കയ്യിലുണ്ട്. ബൈബിൾ പറയുന്നത് പോലെ വിതയ്ക്കുന്നവൻ കൊയ്യും. കർത്താവിൻ്റെ നാമത്തിൽ ഇന്ന് ഞെരുക്കത്തിൻ്റെ അകത്തായിക്കോട്ടെ, ഏത് അവസ്ഥയിലായിക്കോട്ടെ, നിങ്ങൾ വിതയ്ക്കുന്നവർക്ക് വിശാല തരുന്നൊരു ദൈവമുണ്ട്. ബൈബിൾ പറയുന്നത് പോലെ എൻ്റെ അധ്വാനം ഞാൻ തന്നെ ഭക്ഷിക്കും, ഞാൻ ഭാഗ്യവാൻ, എനിക്ക് നന്മ വരും. ദൈവമക്കളുടെ നന്മ ഒരാൾക്കും അപഹരിക്കാൻ പറ്റത്തില്ല, ആർക്കും പറ്റിച്ചുകൊണ്ട് പോകാൻ പറ്റത്തില്ല. ബൈബിൾ പറയുന്നു, നിങ്ങളുടെ ജോലിയിലായിക്കോട്ടെ, ബിസിനസ്സിലായിക്കോട്ടെ, കർത്താവിൻ്റെ വചനം പറയുന്ന പോലെ നിൻ്റെ അധ്വാനം നീ തന്നെ ഭക്ഷിക്കും, നിന് ഭാഗ്യവാൻ, നിനക്ക് നന്മ വരും എന്ന വചനത്താൽ ബ്ലസ് ചെയ്യുന്നു. ഉയർച്ച ഉണ്ടാകട്ടെ, ഐശ്വര്യവും സമ്പത്തും നീതിമാൻ്റെ ഭവനത്തിൽ ഉണ്ടാകും. വാരി വിതറി വായ്പ കൊടുക്കും, വായ്പ മേടിക്കത്തില്ല എന്ന് വചനം പറയുന്ന വചനങ്ങളാൽ ഞാൻ ബ്ലസ് ചെയ്യുന്നു. കർത്താവ് വിതച്ചവരായിക്കോട്ടെ, ദശാംശമായിക്കോട്ടെ, എല്ലാം അനുഗ്രഹമായി തീരട്ടെ. ബ്ലസ് ചെയ്യുന്നു യേശുവിൻ്റെ നാമത്തിൽ തന്നെ. ആമേൻ. ഈ സമയത്ത് ആർക്കെങ്കിലും സാക്ഷ്യമുള്ളവർ, ആലോചന ഇടപെട്ടവർ, ഞാൻ എപ്പോഴും പറഞ്ഞ പോലെ ഒരേ ആലോചന ഒരേപോലെ വരുമ്പോൾ ഒരാൾ പറയുമ്പോൾ എടുത്ത് പറയണ്ട. നമുക്ക് ആ സമയം കൂടെ മറ്റൊരാൾക്ക് വേണ്ടി കൊടുക്കുക. നിങ്ങളത് ഏറ്റെടുത്താൽ മതി, പറയണ്ട. അവിടെ ഇരുന്നുകൊണ്ട് തന്നെ നിങ്ങൾ വിശ്വസിച്ചാൽ മതി, എടുത്ത് പറയേണ്ട കാര്യമില്ല. ഉള്ളവരാരെങ്കിലും ഉണ്ടെങ്കിൽ ഈ നിമിഷം പറഞ്ഞാട്ടെ. കർത്താവ് അനുഗ്രഹിക്കട്ടെ. മ്യൂട്ട് മാറ്റിയിട്ടുണ്ട്, ഉള്ളവർക്ക് പറയാം. പ്രൈസ് ദി ലോർഡ് ബ്രദറെ. പറഞ്ഞോ. മൂക്കിന്റെ പ്രശ്നം പറഞ്ഞത് ഞാൻ ഏറ്റെടുക്കുന്നു. എനിക്ക് വർഷങ്ങളായിട്ട് മണം അറിയത്തില്ല. മൂക്കിന്റെ പാലം വളഞ്ഞിരിക്കുകയെന്ന ഡോക്ടർ പറഞ്ഞു. അന്ന് ഓപ്പറേഷൻ ചെയ്യണമെന്ന് പറഞ്ഞു. ഞാൻ അങ്ങനെ വിട്ടിരിക്കുക. അത് കൈവച്ചോ. ഇപ്പൊ തന്നെ അതിന്റെ സ്മെല്ല് വന്നിട്ടുണ്ട്, എല്ലാ ബുദ്ധിമുട്ടും മാറിയിട്ടുണ്ട്. ടെസ്റ്റ് ചെയ്തു, പൂർണ്ണ സൗഖ്യം ഇവിടെ തന്നിരിക്കുന്നു കേട്ടോ. സ്തോത്രം. ഞാൻ ഏറ്റെടുക്കുന്നു കർത്താവിന്റെ നാമത്തിൽ. ആമേൻ. ഗോഡ് ബ്ലസ് യു. കർത്താവ് അനുഗ്രഹിക്കട്ടെ. മറ്റാരെങ്കിലും ഉണ്ടോ? ബ്രദർ, ഹലോ ബ്രദർ. പറഞ്ഞു. നമ്മൾ പ്രാർത്ഥിക്കുമ്പോഴേ ബ്രദർ, നമ്മൾ വചനം ചൊല്ലി പറഞ്ഞ് പ്രാർത്ഥിക്കുന്നത് ദോഷമുണ്ടാ ബ്രദർ? വചനം ചൊല്ലി തന്നെ പ്രാർത്ഥിക്കണം സിസ്റ്ററെ, അങ്ങനെ തന്നെ പ്രാർത്ഥിക്കാവുള്ളൂ കേട്ടോ. വചനം ഏറ്റു പറഞ്ഞുകൊണ്ട് തന്നെ നമ്മൾ പ്രാർത്ഥിക്കണം. അങ്ങനെയാണ് വേണ്ടത്. മറ്റാരെങ്കിലും ഉണ്ടോ? ഹലോ പറഞ്ഞു. ബ്രദർ, ഇന്നിപ്പോ ബ്രദർ പറഞ്ഞത് പോലെ തന്നെ ഒരു സാക്ഷ്യം പറയാന്ന് വിചാരിച്ചാ. ബ്രദർ പറഞ്ഞല്ലോ, പിന്നെ നമ്മളാരും പുതച്ച് അല്ലെങ്കിൽ കവർ ചെയ്ത് പോകണ്ട, ദൈവം നമ്മളെ സൂക്ഷിച്ചോളും എന്ന് പറയുന്നത്. അതുമായിട്ട് ബന്ധപ്പെട്ട ഒരു സാക്ഷിയാണ്. അതായത് ഞാൻ രാത്രി, ഇന്നലെയല്ല, വെള്ളിയാഴ്ച എന്ന് പറഞ്ഞ വെള്ളിയാഴ്ച രാത്രി വെളുപ്പിന് ഞാൻ റബ്ബർ വെട്ടുന്നതാണ്. ഈ റബ്ബർ വെട്ടിക്കൊണ്ടിരിക്കുമ്പോ ഒരു വലിയൊരു വെള്ളച്ചാട്ടവും ഒക്കെ ഉള്ള സ്ഥലത്താണ്. ഒരു തെങ്ങിനേക്കാളും ഉയരത്തിൽ നിന്നും വെള്ളം വീഴുന്ന ഭാഗം, കുറെ പാറയൊക്കെ ഉള്ള ഭാഗത്ത് വെട്ടിക്കൊണ്ടിരിക്കുന്ന സമയത്ത് പെട്ടെന്നൊരു ചുടുന്നൊരു ചെറിയ കാറ്റ് വരുന്നു, ഒരു സ്മെല്ല് വരുന്നു. അപ്പൊ ഞാൻ അത്ര നേരവും
ബ്രദർ തലേ ദിവസത്തെ മീറ്റിങ്ങിന്റെ ഇത് കണക്കത് സൂം മീറ്റിങ്ങിന്റെ ഞാനിത് കേട്ടോണ്ടിരിക്കുകയായിരുന്നു. അവിടെ വരുന്നതിന് തൊട്ട് മുമ്പ് അതങ്ങ് തീർന്നു. അപ്പൊ പിന്നെ വേറെ എടുക്കാൻ വേണ്ടി ഞാൻ ശ്രമിച്ചില്ല. പിന്നെ ഞാൻ പോയിക്കൊണ്ടിരിക്കുന്നു. അടുത്ത മരത്തിൽ വെട്ടിക്കൊണ്ടിരിക്കുന്ന സമയത്ത് ഈ ചൂട് കാറ്റും ഒരു സ്മെല്ലും വരുന്നു. അപ്പൊ എനിക്ക് തോന്നിയത് എന്തോ ബുദ്ധിമുട്ടാണ്. ഞാൻ എന്നിട്ട് അന്നേരം തന്നെ അന്യഭാഷ പ്രാർത്ഥിച്ചു. രണ്ടാമത്തെ അടുത്ത മരം വെട്ടിയപ്പോഴത്തേക്കും ആ സ്മെല്ലും ഇതങ്ങ് പോവുകയും ചെയ്തു. അങ്ങനെ ഒരു അനുഭവം ഉണ്ടായി. അതുപോലെ തന്നെ ചില ദിവസങ്ങളിൽ ഞാൻ ഇത് എനിക്ക് വെട്ടുന്ന സമയത്ത് വേറെ ആരും എന്നിങ്ങനെ ഏത് സൈഡിൽ ഇങ്ങനെ നോക്കുന്ന കണക്ക് എന്റെ ഹെഡ്ലൈറ്റ് വെച്ച് വെട്ടുന്നതുകൊണ്ട് ഈ വെട്ടം റിഫ്ലക്ട് ചെയ്യുന്ന കണക്ക് വേറെ സൈഡിൽ നിന്നൊക്കെ ലൈറ്റും കൂടെ അടിക്കുന്ന കണക്ക് തോന്നുന്നു. അങ്ങനെ രണ്ട് കാര്യങ്ങൾ. അതൊന്ന് ഇത് ഞാൻ കണ്ടത്, ഇത് ഞാൻ കണ്ടില്ല. ഞാൻ ഈ പറഞ്ഞ നമുക്ക് ഈ സ്മെല്ല് വന്നത് എനിക്ക് എന്തോ ഒരു ശരിയല്ലാത്ത എന്തോ സംഭവം ഉള്ളതുപോലെ എനിക്ക് തോന്നി. പക്ഷെ ഞാൻ ഈ അന്യഭാഷയിൽ ഞാൻ അന്നേരം പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നത് കൊണ്ട് പെട്ടെന്ന് തന്നെ ആ സഡൻലി അപ്പൊ തന്നെ അതങ്ങ് മാറിപ്പോവുകയും ചെയ്തു. ബ്രദർ പറഞ്ഞ പോലെ തന്നെ ഞാൻ പറഞ്ഞ പലപ്പോഴും നമ്മുടെ മുമ്പിൽ പലപ്പോഴും നമ്മൾ സെൻസ് ചെയ്യാൻ പറ്റുന്ന പിശാചിൻ്റെ ചില ചലനങ്ങളെ നമുക്ക് സെൻസ് ചെയ്യാൻ പറ്റുന്ന സ്മെല്ലുകളായിട്ട് ഞാൻ പലപ്പോഴും പറയുന്നത്. നമുക്ക് നല്ല സുഗന്ധമുള്ളിടത്ത് വല്ലാത്തൊരു സുഗന്ധങ്ങൾ വരുന്നുണ്ടെങ്കിൽ ചില പിശാചിൻ്റെ ചില പ്രസൻസുകളാണ്. ബ്രദർ പറഞ്ഞ പോലെ തന്നെ ജോലിയിൽ ഇടയിൽ വന്ന്, പക്ഷേ അതാണ് ഞാൻ പറഞ്ഞത്, ദൈവം നമ്മളെ സൂക്ഷിക്കും. ദുഷ്ടൻ എത്ര വലിയ മതിൽ കെട്ടിയാലും ബൈബിളിൽ നിന്ന് ബ്രദർ പറഞ്ഞ പോലെ തന്നെ അവിടെ എത്ര ആക്രമിക്കാൻ വന്നാലും നമ്മളെ വീഴാതെ വണ്ണം സൂക്ഷിക്കുന്നൊരു ദൈവമുണ്ട്. ദുഷ്ടൻ്റെ കയ്യിൽ അകപ്പെടാതെ വണ്ണം പൊതിയുന്നൊരു ദൈവമുണ്ട്. കർത്താവ് സൂക്ഷിച്ചു. ദൈവം ആ സമയത്ത് പ്രാർത്ഥിക്കുവാനും വചനം കേൾക്കുവാനും കൃപ കൊടുത്തു. ദൈവം അങ്ങനെ ചെയ്തതിന് നന്ദി. ഗോഡ് ബ്ലെസ് യു ബ്രദർ. ഇനി അങ്ങനെ വരുമ്പോൾ നമ്മുടെ വചനം അങ്ങ് എടുത്ത് വാള് എടുത്ത് പറഞ്ഞോണം. പാമ്പുകളെയും തേളുകളെയും അത് ഉടനെ പറഞ്ഞോണം. ആ ഒരു പിശാചും നമ്മളെ തൊടത്തില്ല കേട്ടോ. ഗോഡ് ബ്ലെസ് യു. കർത്താവ് അനുഗ്രഹിക്കട്ടെ. ഈ ഒരു കേസില് എനിക്കൊരു ചെറിയ അനുഭവം പറയാനുണ്ട്. അനുഭവം വെച്ചാൽ എനിക്ക് അനുഭവം എൻ്റെ അല്ല, എൻ്റെ കസിൻ, എൻ്റെ അമ്മാവൻ്റെ മകൻ, ബ്രദറിനറിയാം. കക്ഷി ഇപ്പോൾ UK ഉള്ളത്. അദ്ദേഹം ദുബായിൽ ജോലി ചെയ്യുന്ന സമയത്ത് വലിയ പ്രാർത്ഥനയിലൊക്കെ ആയിരുന്നു. അപ്പോൾ പുള്ളി എന്നോട് പറഞ്ഞതാ, ഒരു ദിവസം പറഞ്ഞു, എനിക്ക് ഈ നരകത്തിൻ്റെ അനുഭവം ഒന്ന് കാണിച്ചു തരണേ ദൈവമേ എന്ന് പറഞ്ഞു. ചുമ്മാ പ്രാർത്ഥിച്ചെന്ന് പറഞ്ഞു. വെരി നെക്സ്റ്റ് സെക്കൻഡ് ചീഞ്ഞ് നാറുന്ന മണം മുഴുവൻ മുറിയിലോട്ട് കയറി വന്നെന്ന് പറഞ്ഞു. ചീഞ്ഞ് നാറുന്നത്. ഇപ്പൊ ഈ ബ്രദർ ഇപ്പോൾ മറ്റേ നമ്മുടെ ഇപ്പോൾ സാക്ഷ്യം പറഞ്ഞ ബ്രദർ പറഞ്ഞപ്പോൾ ആ കാര്യം എൻ്റെ മനസ്സിലേക്ക് ഓർമ്മ വന്നത്. തീർച്ചയായിട്ടും കർത്താവായ യേശുക്രിസ്തു കാത്ത് രക്ഷിക്കുന്നതിനോട് നന്ദി പറഞ്ഞു. ആമേ. നമുക്ക് ചുറ്റും ബൈബിളൊരു വാക്യമുണ്ട്, അതിൻ്റെ കല്ല് തട്ടി പോകാതിരിക്കേണ്ടതിന് ദൈവം നമ്മുടെ ദൂതന്മാരോട് കൽപ്പിച്ചിട്ടുണ്ട്. അപ്പോൾ നമ്മളെ തട്ടി വീഴ്ത്താൻ നോക്കുന്ന പല സാഹചര്യങ്ങളും ഉണ്ട്. പക്ഷെ നമ്മൾ പോലും അറിയാതെ കർത്താവ് നമ്മുടെ ഉള്ളം കരത്തിൽ നമ്മുടെ കാലിനെ വീഴ്ചയിൽ നിന്നും കണ്ണിനെ കണ്ണുനീരിൽ നിന്നും നമ്മുടെ പ്രാണനെ മരണത്തിൽ നിന്നും വിടുവിക്കുന്ന ദൈവമുണ്ട്. അപ്പോൾ ഇതെല്ലാം നമ്മുടെ ചുറ്റിലും നടക്കുന്നുണ്ടെങ്കിലും നമ്മൾ പോലും അറിയാതെ നമ്മൾ കാണുന്ന പലതുകൊണ്ട് അനർത്ഥങ്ങൾ മാറിപ്പോകുന്നു. പക്ഷെ നമ്മൾ കാണാത്ത ഒത്തിരി ദൈവം നമ്മളെ സൂക്ഷിക്കുന്നതുകൊണ്ട് കർത്താവ് അനുഗ്രഹിക്കട്ടെ. ഗോഡ് ബ്ലെസ് യു. അപ്പോൾ നിങ്ങൾക്ക് ഇതുപോലെ സെൻസ് ചെയ്യാനുള്ള കൃപ ദൈവം തരുന്നുണ്ടല്ലോ, അത് ഇനിയും വർദ്ധിക്കട്ടെ യേശുവിൻ്റെ നാമത്തിൽ തന്നെ. ആമേൻ. മറ്റാരെങ്കിലും ഉണ്ടെങ്കിൽ വേഗത്തിൽ പറഞ്ഞാട്ടെ. ആലോചന ബ്രദറെ പറയാതിരിക്കാൻ പറ്റത്തില്ല. ഞാനൊരു ആലോചന ഏറ്റെടുത്തത് പറഞ്ഞോളട്ടെ. ഇപ്പം ബ്രദർ പറഞ്ഞായിരുന്നല്ലോ, ഒരു പ്രമാണം കൊണ്ട് ഒരു മോൻ ഒരാള് പലയിടത്ത് പോയത്. അത് എൻ്റെ മരുമകന് ഒരു വിഷയം വന്നപ്പം ഒരു 25 രൂപ അടയ്ക്കാൻ വേണ്ടി കടയുടെ പ്രമാണം ഇൻകം ടാക്സ് ഓഫീസിൽ പോയപ്പം 2 ലക്ഷം രൂപയുടെ അറ്റാച്ച്മെന്റ് ഉണ്ട്. അത് അടച്ചു തീർക്കാൻ വേണ്ടി ഈ 2 ദിവസം കൂടി നടക്കുകയാണ് ബ്രദറെ. അപ്പൊ ഞാൻ ആലോചന ഏറ്റെടുക്കുന്നു. അത് പറയാതിരിക്കാൻ പറ്റത്തില്ല. ഞാൻ ഈ വിഷയം പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുവായിരുന്നു എപ്പോഴും. അപ്പം ആലോചന ഞാനും ഏറ്റെടുക്കുന്നു. തീർച്ചയായിട്ടും സിസ്റ്റർ, കർത്താവ് അത് സാക്ഷ്യമാക്കി മാറ്റും കേട്ടോ. ധൈര്യമായിട്ടിരിക്കുക. നമ്മുടെ പ്രശ്നങ്ങളെക്കാൾ യേശു വലിയവനായതുകൊണ്ട് കർത്താവ് അത് സാക്ഷ്യമാക്കും. ഗോഡ് ബ്ലെസ് യു. മറ്റേ പറഞ്ഞു പറഞ്ഞു ഞാനൊരു സംശയം ചോദിച്ചോട്ടെ. നമ്മള് പ്രാർത്ഥിക്കുമ്പോ നമ്മള് ഭാര്യയും ഭർത്താവും തമ്മിൽ പ്രാർത്ഥിക്കുന്നു. അപ്പൊ നമ്മള് ഭർത്താവിന്റെ തലയിൽ ഭാര്യ കൈവച്ച് പ്രാർത്ഥിക്കുന്നത് തെറ്റുണ്ടോ? നമ്മള് പരസ്പര സ്നേഹത്തോടെ കഴിയുന്ന കുടുംബമാണ്. രണ്ടുപേരും അങ്ങോട്ടും ഇങ്ങോട്ടും തലയിൽ കൈവച്ച് പ്രാർത്ഥിക്കുന്നത് തെറ്റുണ്ടോ? കാരണം എൻ്റെ ഒരു കൂട്ടുവിശ്വാസി എന്നോട് ഇങ്ങനെ പറഞ്ഞു, ഒരു ചേച്ചി പറഞ്ഞു, അങ്ങനെ പ്രാർത്ഥിക്കാൻ പാടില്ല, ഞാൻ അങ്ങനെ ഒരിക്കലും ചെയ്യത്തില്ല, ഭർത്താവ് തലയാണ്, എനിക്ക് അതിനുള്ള യോഗ്യതയില്ല, ഞാൻ അങ്ങനെ വെക്കത്തില്ലെന്ന് പറഞ്ഞു. പക്ഷെ ഞങ്ങൾ പരസ്പരം അങ്ങനെ ചെയ്യാറുണ്ട്. അപ്പൊ എൻ്റെ ഉള്ളിൽ അങ്ങനെ എനിക്കെന്തോ ഒരു ഇതുപോലെ ഞാനൊന്ന് ബ്രദറോട് ചോദിച്ചതാണ്, അതിൽ തെറ്റുണ്ടോ?
സിസ്റ്റർ ഞാൻ പറഞ്ഞല്ലോ, പൗലോസ് ലീഗ പറയുന്ന കൊരിന്ത്യ സഭയുടെ കോണ്ടസ്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവിടെ ഭർത്താവിൻ്റെ തല ക്രിസ്തുവും ഭാര്യയുടെ തല പുരുഷനുമാകുന്നത് പൗലോസ് ലീഗ അത് പറയാനൊരു കാരണം എന്നാന്ന് വെച്ച് കഴിഞ്ഞാൽ അവിടുത്തെ ആ സഭയിൽ ഒത്തിരി ഡിസോർഡറായിട്ട് പല കാര്യങ്ങളും വന്നു. അവിടെ നിങ്ങൾ കൊരിന്ത്യ ലേഖനം വായിക്കുമ്പോൾ കാണാൻ പറ്റും. അവിടെ എല്ലാ കാര്യങ്ങളും ഓർഡർ തെറ്റിപ്പോയി. സഭകളിലെ ശുശ്രൂഷകൾ, അവിടെയുള്ള ആളുകൾ, എല്ലാ കൃപാവരവും നിറഞ്ഞവർ. അപ്പോൾ ഓർഡർ തെറ്റിപ്പോയത് കൊണ്ട് പൗലോസ് ലീഗ ആ സഭയെ ഓർഡറിലേക്ക് കൊണ്ടുവരുവാണ്. ഇപ്പം ഞാൻ ഒത്തിരി സഹോദരിമാർ ശുശ്രൂഷ ചെയ്യുന്ന കാലഘട്ടം നിങ്ങൾക്കറിയാം. ഇന്ത്യക്ക് പുറത്തും ലോകം മുഴുവനും ഒത്തിരി സഹോദരിമാർ, ലേഡീസിനെ കർത്താവ് ഉപയോഗിക്കുന്നുണ്ട്. അപ്പോൾ പൗലോസ് ഒരിക്കലും അവരെ തലേ കൈ വെക്കരുത് എന്നൊരാശയത്തെക്കാൾ ഉപരി ആ ഒരു സഭയിൽ ഒരു ഓർഡറിൽ കൊണ്ടുവരും. അതായത് ഒരു ക്രമം തെറ്റിപ്പോയി കിടക്കുന്ന ഒരു സഭയെ ക്രമത്തിലേക്ക് കൊണ്ടുവരാനാണ് ആ ലേഖനങ്ങൾ. അവിടെ നിങ്ങൾ ലേഖനം വായിക്കുന്ന സമയത്ത് കൊരിന്ത്യ ലേഖനം കാണാൻ പറ്റും. അവിടെ കത്രുമേശ കൊടുക്കുന്ന സമയത്ത് കുറേ ആൾക്കാർ വീഞ്ഞു കുടിച്ച് മത്ത് പിടിച്ചിരിക്കുന്നു. അങ്ങനെ കുറേ കാര്യങ്ങൾ പറഞ്ഞു. അപ്പോൾ ആ സഭയിൽ ഇവർ ഓർഡർ കൊണ്ടുവരാൻ വേണ്ടിയാണ് അങ്ങനെ പറഞ്ഞത്. അപ്പോൾ നമുക്ക് ആ ഓർഡർ അനുസരിക്കാം. തലേ കൈവച്ചുകൊണ്ടോ ദേഹത്ത് കൈവച്ചുകൊണ്ടോ വിഷയമൊന്നുമില്ല. ആ പൗലോസ് ലീഗ ആ ഒരു ഓർഡറിലേക്ക് കൊണ്ടുവരാൻ വേണ്ടിയാണ് പറഞ്ഞിരിക്കുന്നത്. നമുക്ക് ചില സമയത്ത് ഞാൻ ഒത്തിരി അങ്ങനെ ആളുകൾ പ്രാർത്ഥിക്കുന്നുണ്ട്, അങ്ങനെ ചെയ്യുന്നുണ്ട്. പ്രാർത്ഥനയിലും ദേഹത്ത് വെച്ച് കൈവച്ചും ഒക്കെ നമുക്ക് പ്രാർത്ഥിക്കാം, കൈ വെക്കാതെയും പ്രാർത്ഥിക്കാം, എങ്ങനെ വേണേലും പ്രാർത്ഥിക്കാം. അത് നമ്മുടെ വിഷയമല്ല. പക്ഷേ കൊരിന്ത്യ സഭയുടെ ലേഖനം വെച്ചാണ് പലരും അത് പറയുന്നത്. അത് ആ കോണ്ടസ്റ്റാണ്. ആ ഒരു കാലത്തിന് വേണ്ടിയുള്ള കാര്യങ്ങളെയാണ് പൗലോസ് ലീഗ പറഞ്ഞിരിക്കുന്നത്. നമുക്ക് മനസ്സിലാകാൻ വേണ്ടിയുള്ള ഏറ്റവും നല്ല ഓർഡറുകളാണ് അവിടെ കൊടുത്തിരിക്കുന്നത്. അപ്പം അങ്ങനെ വെക്കുന്നത് കൊണ്ട് പ്രത്യേകിച്ച് പ്രശ്നമൊന്നുമില്ല. ഞാൻ പറഞ്ഞല്ലോ, വെക്കാതെയും പ്രാർത്ഥിക്കാം, അല്ലാതെയും പ്രാർത്ഥിക്കാം, പരസ്പരം കൈകോർത്തോ എങ്ങനെ വേണമെങ്കിലും പ്രാർത്ഥിക്കാം. അതിൽ വിഷയമില്ല. കർത്താവ് അനുഗ്രഹിക്കട്ടെ. സാക്ഷ്യം പറഞ്ഞു. പറഞ്ഞു, സാക്ഷിയുള്ളവർ പറഞ്ഞു. ഞാൻ കഴിഞ്ഞ മാർച്ച് മാസത്തിൽ എനിക്ക് വിസയ്ക്ക് വേണ്ടി അപ്ലൈ ചെയ്തായിരുന്നു. അന്നേരം അതിന് വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്തുകൊണ്ടിരുന്നു. ഇപ്പം ബ്രദർ ഇങ്ങനെ പറഞ്ഞായിരുന്നു, റിൻസിയെ തൊടുന്നു, റിൻസിയെ ഒരു അനുഗ്രഹമായി തീരുന്നു എന്ന് പറഞ്ഞു. എന്നിട്ട് കുറച്ച് നാൾ വെയിറ്റ് ചെയ്തിട്ട് എനിക്ക് അങ്ങനെ വിസ കിട്ടാതെ വന്നു. അത് കഴിഞ്ഞിട്ട് പിന്നെ ബ്രദർ ഒരു ആലോചന പറഞ്ഞായിരുന്നു, ഒരു പാസ്പോർട്ടിന്റെ നമ്പർ പറഞ്ഞിട്ട്. അപ്പം അതിനും വെയിറ്റ് ചെയ്തുകൊണ്ടിരുന്നു. എന്നിട്ടും ഒന്നും ആയില്ല. അത് കഴിഞ്ഞ് പിന്നെ ഒരു ആലോചന പറഞ്ഞു, ഒരു വീട്ടിലൊരു ബാഗ് ഉണ്ട്, ഒരു റെഡും പിങ്കും കളറും ചേർന്നത്. ആ മുറിയിലിരിക്കുന്ന രണ്ടുപേരെയും ദൈവം ഇങ്ങനെ പോകാൻ പുറത്തു പോകാൻ, വെളിയിൽ പോകാൻ ഒരുക്കുന്നു എന്ന് പറഞ്ഞു. അപ്പം ഞാൻ ഓർത്ത്, ഞാൻ തന്നെയാണല്ലോ അപ്ലൈ ചെയ്തിരിക്കുന്നത്, ഇതെങ്ങനെ സാധിക്കുമെന്ന്. അത് കഴിഞ്ഞ് കുറച്ച് മാസം, 7 മാസം കഴിഞ്ഞിട്ട് എൻ്റെ വിസ റിജക്റ്റ് ആയി. അത് കഴിഞ്ഞിട്ട് പിന്നെ കുറച്ച് മാസം 2 മാസം കൂടെ കഴിഞ്ഞപ്പം എനിക്ക് എൻ്റെ ഹസ്ബൻഡിനും കൂടെ വിസ റെഡി ആവുകയും അങ്ങനെ എനിക്ക് പുറത്തു പോകാനുള്ള സാഹചര്യം ദൈവം ഒരുക്കി തന്നു. ഹസ്ബൻഡ് തിരിച്ചു പോയി. എനിക്ക് പുറത്ത് ജോലി ചെയ്യാനുള്ള സഹായം ദൈവം ഒരുക്കി തന്നു. ആമേൻ. സിസ്റ്റർ ഒരു നിമിഷം, അത് വലിയൊരു സാക്ഷ്യമാണ് സിസ്റ്റർ പറഞ്ഞത്. 3 ആലോചനയിലൂടെ കർത്താവ് ഇടപെട്ടല്ലോ. ഒന്ന് സിസ്റ്ററുടെ പേര് വെളിപ്പെടുത്തി ഈ യാത്രയെ പറ്റി പറഞ്ഞു. രണ്ടാമത് സിസ്റ്ററുടെ എന്താ പറഞ്ഞത്, പാസ്പോർട്ടിന്റെ നമ്പർ. അത് വലിയൊരു അത്ഭുതമാണ്, പാസ്പോർട്ടിന്റെ നമ്പർ കർത്താവ്. അപ്പം 3 പ്രാവശ്യം മാത്രമേ അപ്ലൈ ചെയ്തിട്ടുള്ളായിരുന്നു. അത് കഴിഞ്ഞ് പിന്നെ ബാഗിന്റെ പേര് പറഞ്ഞു ഇരിക്കുന്ന 2 പേരെ ദൈവം ഒരുക്കുന്നെന്ന്. ആമേൻ. തീർച്ചയായിട്ടും ബ്രേസ് പറഞ്ഞ പോലെ തന്നെ 3 ആലോചനയാണ് സിസ്റ്റർ ജീവിതത്തിൽ കർത്താവ് വന്നത്. അപ്പം 3 പ്രാവശ്യം എത്ര തടസ്സം വന്നാലും കർത്താവ് 3 ആലോചനയിലൂടെ ആ വഴി ദൈവം തുറന്നാണ് നമുക്ക് കാണാൻ പറ്റുന്ന കാര്യം. ഒന്ന്, സിസ്റ്റർക്ക് വേണ്ടി പറഞ്ഞു, സിസ്റ്ററുടെ പേര് വെളിപ്പെടുത്തിയിട്ട് യാത്രയ്ക്ക് കർത്താവ് ഒരുക്കുന്നു. അത് സംഭവം പിന്നെയും തടസ്സമായിരുന്നു. രണ്ടാമത് വീണ്ടും പരിശുദ്ധാത്മാവ് അവിടെ എന്ത് ചെയ്തു, ആ പാസ്പോർട്ടിൻ്റെ നമ്പർ സ്പെസിഫിക്. ഞാൻ പലപ്പോഴും പറയണം, നിങ്ങളാരും ഈ പാസ്പോർട്ടിൻ്റെ നമ്പറൊന്നും ആർക്കും ഷെയർ ചെയ്യാറില്ല. അതൊക്കെ നിങ്ങളുടെ വ്യക്തിപരമായിട്ടുള്ള കാര്യങ്ങൾ. അത് മറ്റൊരാൾക്ക് അത് കിട്ടാൻ ഒരു സാധ്യതയില്ല. പക്ഷേ സിസ്റ്റർ പറഞ്ഞ പോലെ തന്നെ സിസ്റ്ററുടെ പാസ്പോർട്ട് നമ്പർ വെളിപ്പെട്ടതല്ലേ? അതെ അതെ. ആ പാസ്പോർട്ട് നമ്പർ ദൈവം വെളിപ്പെടുത്തി. പക്ഷെ പിന്നെയും നടന്നില്ല. പിന്നെയും അടുത്തൊരു തടസ്സം വന്നു. പക്ഷെ വീണ്ടും കർത്താവ് അവരിയ്ക്കുന്ന മുറിയിലിരിക്കുന്ന അടയാളങ്ങളെ വെളിപ്പെടുത്തി ദൈവം നിങ്ങളെ തന്നെയാണ് തൊടുന്നതെന്നുള്ള ഉറപ്പ് കൊടുത്തു. അതിനുശേഷം ആ വിസ ലഭിക്കുവാൻ ഇടയായി തീർന്നു. അപ്പോൾ ഭർത്താവും ഒരുമിച്ച് അടുത്ത ദിവസങ്ങളിൽ ഒരുമിച്ച് കർത്താവ് നിർത്തും. ആലോചന മുറുക്കെ പിടിച്ചോണം. ദൈവം അത്ഭുതങ്ങളുടെ ദൈവമാണ്. ദൈവ രാജ്യങ്ങളിൽ സാക്ഷിയാക്കും കേട്ടോ. ഗോഡ് ബ്ലെസ് യു. എല്ലാം അനുഗ്രഹം സിസ്റ്ററെ സാക്ഷിയാക്കി മാറ്റും. പറഞ്ഞു ഹലോ ബ്രദറെ. പറഞ്ഞു സിസ്റ്ററെ. ഹലോ ബ്രദറെ. എന്റെ മോന് കണ്ണിന് 2-3 ദിവസം കൊണ്ട് അങ്ങ് ഭയങ്കര മൂഡാപ്പാണ്. ഡയാലിസിസ് ചെയ്യുന്നുണ്ട്. ഞാൻ ഇടയ്ക്ക് പറഞ്ഞായിരുന്നു കിഡ്നി പേഷ്യന്റിന്റെ കാര്യം. അപ്പൊ കണ്ണിന് ഭയങ്കര മൂഡാപ്പ് 2-3 ദിവസം കൊണ്ട്. പ്രാർത്ഥിക്കണം. നമുക്ക് ഒരുമിച്ച് ഇന്ന് മോനെ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കാം.
കർത്താവ് ഇന്ന് ആ ഡയാലിസിസിൻ്റെ വന്ന എല്ലാ ബുദ്ധിമുട്ടുകളും അവൻ്റെ ആ രോഗബന്ധനങ്ങൾ, ആ കിഡ്നി വിഷയങ്ങൾ, ഞങ്ങൾ ഇങ്ങനെ വിശ്വസിക്കുന്ന ആൾക്കാരാണല്ലോ. അപ്പോൾ പുതിയ കിഡ്നിക്ക് നന്ദി കർത്താവേ, പുതിയ അവയവങ്ങൾക്ക് നന്ദി കർത്താവേ. അങ്ങ് അത്ഭുതത്തിൻ്റെ ദൈവമാണ്. അപ്പോൾ പുതിയ അവയവം അവിടെ ഉണ്ടായി വരട്ടെ യേശുവിൻ്റെ നാമത്തിൽ. എല്ലാ കാഴ്ചയുടെ ബുദ്ധിമുട്ടും സൗഖ്യമാകട്ടെ. എൻ്റെ യേശു അത്ഭുത മന്ത്രിയാണല്ലോ, വീരനാം ദൈവമാണല്ലോ. യേശുവിൻ്റെ നാമത്തിൽ തന്നെ. ഗോഡ് ബ്ലെസ് യു. കർത്താവ് അനുഗ്രഹിക്കട്ടെ സിസ്റ്ററെ. മറ്റാരെങ്കിലും ഉണ്ടോ? ബ്രദറെ, ബ്രദറിപ്പോ പറഞ്ഞ 1962 ഉണ്ടായ വ്യക്തി ഒത്തിരി കരഞ്ഞിട്ടുണ്ടെന്ന് പറഞ്ഞിട്ട് അത് ഞാൻ ഏറ്റെടുക്കുന്നു ബ്രദറെ. ഞാനാണ്, എൻ്റെ സഹോദരങ്ങളെല്ലാം എനിക്ക് ഏതാനും അതൊക്കെ ഓർത്ത് ഞാൻ ഇപ്പോഴും കരയാറുണ്ട്. കർത്താവ് അത്ഭുത സാക്ഷ്യമാക്കാൻ വേണ്ടി പോസ്റ്റർ ധൈര്യമായിട്ടിരുന്നു കേട്ടോ, ഏറ്റെടുത്തോണം. പരിശുദ്ധാത്മാവ് പ്രവർത്തിക്കും കേട്ടോ. ഗോഡ് ബ്ലെസ് യു. പറഞ്ഞു. ഹലോ ബ്രദറെ, പെട്ടെന്ന് പറഞ്ഞോ. ബ്രദറെ, ഹലോ പറഞ്ഞു. ബ്രദറെ, 1962 ഡേറ്റ് ഓഫ് ബർത്ത് പറഞ്ഞ എൻ്റെ ഹസ്ബൻഡിന്റെ 1962 ആണ്. ആളിപ്പോ സ്ട്രോക്ക് പേഷ്യന്റ് ആയിട്ട് 8-9 മാസമായിട്ട് ഇരിക്കുക. സംസാരം അങ്ങോട്ട് ക്ലിയർ ആയിട്ടില്ല. ഒരു സൈഡ് വീക്ക്നെസ് ഉണ്ട്, ഇമ്പ്രൂവ്മെന്റ് ഉണ്ട്. എന്നാലും അങ്ങനെ ഒരു വ്യക്തിയാണ് ഹസ്ബൻഡ്. യേശുവിൻ്റെ നാമത്തിൽ ദോസ്റ്റർ, ഇന്ന് കർത്താവിൻ്റെ അത്ഭുതം നടക്കുമെന്ന് തന്നെ വിശ്വസിച്ചോ. കർത്താവ് വലിയൊരു സാക്ഷ്യമാക്കി മാറ്റും കേട്ടോ. വലിയൊരു ദൈവപ്രവർത്തി കർത്താവ് ചെയ്യും. മറ്റാരെങ്കിലും ഉണ്ടെങ്കിൽ വേഗത്തിൽ പറഞ്ഞാട്ടെ. പറഞ്ഞു. ബ്രദറെ, ഒരു കാര്യം പറയാനുണ്ട്. ബ്രദറെ, ഒരു കാര്യം പറയാനുണ്ട്, കേൾക്കണ്ടോ? പറഞ്ഞു. ബ്രദറെ, ഇന്നലെ എന്റെ കസിൻ സിസ്റ്റർക്ക് സ്ട്രോക്ക് ആയിട്ട് ഐസിയിലാണ് ബ്രദറെ. കൈയൊക്കെ തളർന്നു പോയി. തലയിൽ അപ്പടി ബ്ലഡ് ക്ലോട്ട് ആയി. അങ്ങനെ പുള്ളിക്കാരിക്ക് ഭയങ്കര സീരിയസ് ആയിട്ട് ഹോസ്പിറ്റലിൽ കിടക്കുക. ഒന്ന് പ്രാർത്ഥിക്കണം ബ്രദറെ. കർത്താവെ, അങ്ങ് അത്ഭുതം ചെയ്ത കൃപയ്ക്ക് നന്ദി പറയുന്നപ്പോൾ അങ്ങയുടെ തിരുമുറിവിനാൽ സൗഖ്യം വന്നിരിക്കുന്നല്ല ഹോസ്പിറ്റലിൽ ഞങ്ങളുടെ സന്തോഷ വാർത്ത കേൾക്കും. യേശു അത്ഭുതം ചെയ്തു എന്ന വാർത്ത ഞങ്ങൾ കേൾക്കാൻ വേണ്ടി പോകുന്നു. പ്രാർത്ഥിച്ച് അനുഗ്രഹിക്കുന്നു. അത്ഭുതത്തിന് നന്ദി യേശുവിൻ്റെ നാമത്തിൽ തന്നെ. ഗോഡ് ബ്ലെസ് യു. കർത്താവ് അനുഗ്രഹിക്കട്ടെ. മറ്റാരെങ്കിലും ഉണ്ടോ സാക്ഷ്യമുള്ളവർ? വേഗത്തിൽ പറഞ്ഞാട്ടെ. പറഞ്ഞു. ബ്രദറെ, കേൾക്കാമോ? കേൾക്കാം. പറഞ്ഞു. 2 ആഴ്ച കൊണ്ട് പനിയും ായിട്ട് ഞാൻ കിടക്കുമായിരുന്നു. ഇന്ന് എനിക്ക് ഒട്ടും ഇരുന്ന് പ്രാർത്ഥിക്കാനോ വചനം കേൾക്കാൻ ഇരിക്കാനൊന്നും പറ്റാത്ത പോലെ നടുവിന് ഭയങ്കര പ്രയാസമായിരുന്നു. ഞാൻ ബ്യൂട്ട് മാറ്റി സാറിനോട് പ്രാർത്ഥിക്കാൻ പറയണം ആഗ്രഹിച്ചു, പക്ഷെ നടന്നില്ല. എങ്കിലും ദൈവം കണ്ടു. പ്രാർത്ഥനയ്ക്കിടയ്ക്ക് ബ്രദർ വിളിച്ചു പറഞ്ഞു ബാക്ക് പെയിൻ മാറി. അതേപോലെ എൻ്റെ ബാക്ക് പെയിൻ മാറി. ഞാൻ വളരെയേറെ പ്രയാസത്തിലായിരുന്നു. ഇപ്പൊ എനിക്ക് പൂർണ്ണ വിടുതൽ കിട്ടി. ആമേൻ. കർത്താവ് തൊട്ട കൃപയ്ക്ക് തന്നെ പ്രേസ് പറഞ്ഞു. പ്രാർത്ഥന വിഷയം പറയാൻ വേണ്ടിയിരുന്നതാണ്, പക്ഷെ ആ ബാക്ക് പെയിൻ യേശു തൊട്ടു പൂർണ്ണ സൗഖ്യമാക്കി. കർത്താവിന് നന്ദി പറയുന്നു. കർത്താവ് അനുഗ്രഹിക്കട്ടെ. ഞാൻ തൽക്കാലത്തേക്ക് നമ്മുടെ പ്രാർത്ഥനയും സാക്ഷി ഇപ്പോൾ ഒന്ന് നിർത്തുവാണ്. സമയം മുന്നോട്ട് ഒത്തിരി പോയി. നമുക്ക് സൂമിലല്ല, യൂട്യൂബിലാണ് നാളെ മാത്രം. അതിനുശേഷം തിങ്കളാഴ്ച പോലെ പിന്നെയും പ്രാർത്ഥനയുണ്ട്. അതുകൂടാതെ നമ്മുടെ വരാൻ പോകുന്ന നേരിട്ടുള്ള പ്രാർത്ഥന നടക്കാൻ വേണ്ടി ചുരുങ്ങിയ സമയങ്ങളേ ഉള്ളൂ. നമുക്ക് ഒരുമിച്ച് കാണാം, ഒരുമിച്ച് പ്രാർത്ഥിക്കാം. വൻ കാര്യങ്ങളെ കർത്താവ് ചെയ്യുവാൻ വേണ്ടി പോകുന്നു. ദൈവത്തിൻ്റെ വലിയ പ്രവൃത്തിയെ കാണാൻ എല്ലാവരും തയ്യാറാകുക. കർത്താവിൻ്റെ കൃപയാൽ ഞാൻ എപ്പോഴും പറഞ്ഞാൽ വീണ്ടും എനിക്ക് വേണ്ടി പിന്നെയും പ്രാർത്ഥിക്കുക. നമുക്ക് ഒരുമിച്ച് വിശ്വാസ പ്രഖ്യാപനങ്ങളെ ഏറ്റുപറഞ്ഞ് ദൈവസന്നിധിയിൽ പ്രാർത്ഥിക്കാം. കർത്താവ് നമ്മളെ സൂക്ഷിക്കുന്ന ദൈവമാണല്ലോ, ദൈവം കൈവിടാത്ത ദൈവമാണല്ലോ. മൈക്കുകളൊക്കെ മ്യൂട്ട് ചെയ്ത് നിങ്ങളായിരിക്കുന്ന സ്ഥലത്തിരുന്നുകൊണ്ട് കർത്താവ് എനിക്ക്